നാളുകളിൽ ഇത് ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രത്യാശിക്കേണ്ടിയിരിക്കുന്നത്. അങ്ങനെ ഉണ്ടായാൽ അതിനെ അതിജീവിക്കുവാൻ ഒരു കൂട്ടായ്മ വേണം. ആ കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കണം ഈ അവസരത്തിൽ എന്നാണ് എനിക്ക് പറയുവാൻ. അതിനൊരു പ്രത്യേക പേരൊക്കെ നൽകി ഇവിടെ എന്തെല്ലാം സംവിധാനങ്ങൾ ഒരുക്കുന്നു. ആ സംവിധാനങ്ങൾക്കൊക്കെ പേരുകൾ നൽകിക്കൊണ്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഓരോ വിഭാഗങ്ങൾക്കും കഴിയുമെങ്കിൽ ഈ ഭാരതത്തിന്റെ നാഡീഞരമ്പായ പട്ടികജാതി പട്ടികവർഗ ദളിത് വിഭാഗങ്ങളിൽപ്പെടുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മയ്ക്ക് കഴിയുമെങ്കിൽ അതൊരു വലിയ കാര്യമാണെന്ന് പറയുവാനാണ് ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഇനിയും ഒന്നിക്കേണ്ടിയിരിക്കുന്നു. എല്ലാവർക്കും ഒറ്റക്കെട്ടായിട്ട് മുമ്പോട്ട് പോകേണ്ടിയിരിക്കുന്നു. ഇത്തരം കാര്യങ്ങൾ നമുക്കെല്ലാവർക്കും ഒന്നിച്ചു പോകുവാൻ കഴിയുന്ന ഒരു ചാലക ശക്തിയായി മാറുവാൻ തീർച്ചയായിട്ടും ഇവർക്ക് കഴിയുമെന്ന് കഴിഞ്ഞ 8 മാസങ്ങൾ കൊണ്ട് ഇവർ നമ്മളെ ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ്. നിയമ പോരാട്ടങ്ങളിലൂടെ സമരങ്ങളിലൂടെ ഒക്കെ ഇവർ നമുക്ക് തെളിവ് നൽകിയിരിക്കുകയാണ്. ഒരുപക്ഷെ ഇപ്പോൾ ഇതൊക്കെ സാധിച്ചെടുക്കും. നമുക്കൊക്കെ നമ്മുടെ കുട്ടികൾക്ക് പഠിക്കുന്നതിനുള്ള ഫണ്ടൊക്കെ ഇനി പട്ടികജാതി വികസന ഫണ്ടിൽ നിന്നൊക്കെ കിട്ടും. പക്ഷെ ഇതിന്റെ അവകാശവാദങ്ങളും ഉന്നയിച്ചുകൊണ്ട് ഇനി ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുവാൻ സാധ്യതയുണ്ട്. അതന്നെ ഞാൻ പറയുന്ന ഒരുപാട് ആളുകൾ ഇതിന്റെ അവകാശവാദവും ഉന്നയിച്ചുകൊണ്ട് മുമ്പോട്ട് കടന്നു വരുവാനുള്ള സാധ്യത വളരെയുണ്ട്. അപ്പോൾ നമ്മളെ സമീപിച്ചവർ, നമ്മളെ ഇത്രയും നാളും നമ്മുടെ കുട്ടികളോട് പഠിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടികൾ ഫീസ് അടച്ചിട്ടില്ല എങ്കിൽ ആ കുട്ടികളെ വീട്ടിലേക്ക് പറഞ്ഞയക്കാതെ അവിടെ പഠിപ്പിക്കുകയും അതിന് ഉത്തരവാദിത്തം ഏൽക്കുകയും ചെയ്ത നമ്മുടെ കുട്ടികളെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ച ഇവരെയൊക്കെ നമുക്കങ്ങനെ പാടെ വിസ്മരിക്കുവാൻ കഴിയുമോ? മാത്രവുമല്ല, ഇനിയുമുള്ള ഇനിയുമുള്ള കാലഘട്ടങ്ങളിൽ ഇവരുടെ സുതാര്യമായ വിദ്യാഭ്യാസം നടത്തിക്കൊണ്ടു പോകുവാൻ ഫണ്ടുകൾ അനുവദിപ്പിക്കുവാൻ വേണ്ടിയിട്ട് നിയമ പോരാട്ടം നടത്തിയ നിങ്ങളെ ഓരോരുത്തരെയും, പ്രത്യേകിച്ച് മജിയെയും അഡ്വക്കേറ്റ് സജി കെ ചേരമ്മനെയും, ഇതിന് പണം മുടക്കി ഇതിന് എഫർട്ട് എടുത്ത രമേശൻ സാറിനെയും ഒക്കെ അഭിനന്ദിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. ഇവിടെ എന്നെ ക്ഷണിച്ചപ്പോൾ അജി സൂചിപ്പിച്ചതുപോലെ ഞാൻ കുട്ടികളെയൊക്കെ നഴ്സിങ്ങിന് അയച്ചുകൊണ്ടിരുന്ന ആൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് സാങ്കേതികമായ ബുദ്ധിമുട്ടുകൾ ഒക്കെ നല്ല രീതിയിൽ അറിവും അനുഭവമുള്ള ആൾ തന്നെയാണ് ഞാൻ. കർണാടകത്തിലെ ഗുൽബർഗ എന്ന് പറയുന്ന സ്ഥലത്ത് സ്വന്തമായിട്ടൊരു നഴ്സിംഗ് കോളേജ് നടത്തി അതിൽ ഒരു വലിയ പരാജയമൊക്കെ സംഭവിച്ച് അത്യാവശ്യം അത് കഴിഞ്ഞ വർഷം വിൽക്കേണ്ടി വന്ന ഒരാളും കൂടിയാണ് ഞാൻ. അതുകൊണ്ട് ഇതിൻ്റെ കുട്ടികളെ ചേർക്കുകയും ആ കുട്ടികളെ പഠിപ്പിക്കുകയും അവരുടെ ഉത്തരവാദിത്തങ്ങളെ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ട് പോകുന്നതിനുള്ള എഫർട്ട് എത്ര വലുതാണ് എന്ന് അനുഭവം കൊണ്ട് അറിഞ്ഞ ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. അങ്ങനെയുള്ള എനിക്ക് തന്നെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാനുള്ള അവസരം ഒരുക്കി തന്നതിന് ഈ സംഘാടക സമിതിയോട് കൂടി നന്ദി പറയുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. എനിക്ക് ഒരിക്കൽ കൂടി പറയുവാനുള്ളത്, ഇത് നമ്മളെ സംബന്ധിച്ചൊരു മാഗ്ന കാർട്ട. ഇത് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സംവിധാനം ഒരുക്കിയെടുക്കണം. ഇവിടെ ഒരു വട്ടപൂജ്യത്തിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ആകാശത്ത് നിന്നുകൊണ്ട് സജി കെ ചേരമനും അജി ചാലക്കേരിയും രമേശൻ സാറും ഒക്കെ ഒരു വലിയ വൃത്തം വരച്ച് നമ്മളിങ്ങനെ കൂട്ടിമുട്ടിച്ചിരിക്കുകയാണ്. ഇനി അത് നല്ല രീതിയിൽ കൊണ്ടുപോകുവാൻ വേണ്ടി നമുക്കൊരു സംവിധാനം ഒരുക്കണം. അത് ഇന്ന് തന്നെ ആ സംവിധാനം എടുത്തുകൊണ്ട് അതിനൊരു കമ്മിറ്റി എടുക്കണം. ആ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തുടർന്ന് വരുന്ന ഈ വിദ്യാഭ്യാസ മേഖല കേരളത്തിനകത്തായാലും കൊള്ളാം, പുറത്തായാലും കൊള്ളാം, വിദ്യാഭ്യാസ മേഖലയിൽ ദളിത് പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ അവസ്ഥയിൽ മാറ്റമുണ്ടാക്കുന്നത് ഏത് ഗവൺമെന്റ് ആയാലും, അത് കേന്ദ്ര ഗവൺമെന്റ് ആയാലും സംസ്ഥാന ഗവൺമെന്റ് ആയാലും, അതിനെ നഖശിഖാന്തം എതിർത്തുകൊണ്ട് നമ്മുടെ അവകാശങ്ങളെ നേടിയെടുക്കുവാനുള്ള പോരാട്ടങ്ങൾ സജ്ജമാക്കുവാൻ ഈ കമ്മിറ്റിക്ക് കഴിയണമെന്ന് കൂടി പ്രത്യാശിച്ചുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇത്രയും വലിയ ഒരു സംരംഭം വൻ വിജയമാക്കി തീർത്ത ഇവർക്കെല്ലാവർക്കും, അതേപോലെ തന്നെ
കൈയഴിഞ്ഞ് നിങ്ങൾ സഹായിച്ചിട്ടുള്ള രക്ഷകർത്താക്കൾക്ക് ഇനി സഹായിച്ചിട്ടില്ല എങ്കിൽ ഇതെല്ലാം രമേശൻ സാർ എന്ന് പറയുന്ന ഒരാളുടെ തലയിലേക്ക് കെട്ടിവയ്ക്കാതെ എൻ്റെയും നിങ്ങളുടെയും എല്ലാം കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും ഒരു വലിയ ശോഭനമായ ഭാവിക്ക് വേണ്ടിയിട്ട് ഇത്രയും വലിയ ഒരു സംരംഭം ചെയ്ത ഇവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളാൽ കഴിയുന്നതിനുള്ള കോൺട്രിബ്യൂഷൻസ്, സാമ്പത്തിക സഹായങ്ങൾ ഒക്കെ ചെയ്തു കൊടുക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയുവാനുള്ളത്. ഇത്രയും നേരം ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. അത്തരത്തിലൊരു സാഹചര്യമാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരുപാട് പ്രാസംഗികർ ഇവിടെ ഉണ്ട്. അവർക്കെല്ലാവർക്കും നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറയുവാനുണ്ടാകും. ഇത്രയും നേരം എന്നെ കേട്ട നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സമ്മേളനം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. അദ്ദേഹം മുന്നോട്ട് വെച്ചൊരു ആശയം, ഉദ്ഘാടന സമ്മേളനത്തിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയം, ഇത് ഞങ്ങളുടെ കൂടെ മനസ്സിലുള്ളൊരു ആശയമാണ്. അപ്രതീക്ഷിതമായി നമ്മൾ ഒരു കാര്യം മനസ്സിൽ കാണുകയും നമ്മുടെ കൂടെ ചേരുന്നവർ കൂടി ആശയം പറയുമ്പോൾ നമ്മൾ പറയുന്നതും അല്ലെങ്കിൽ ഞങ്ങൾ ചിന്തിച്ചതും ശരിയാണ് എന്ന് വരുന്നൊരു തോന്നലുണ്ട്. അദ്ദേഹം മുന്നോട്ട് വെച്ചൊരു ആശയത്തെക്കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞതെന്താ, ഈ പേരൻസിനെ കൂട്ടിയിരുത്തി ഒരു ഫോറം തന്നെ ഉണ്ടാക്കി, ഒരു കമ്മിറ്റി ഉണ്ടാക്കി, ഒരു നല്ലൊരു പേര് നൽകി ഒരു കമ്മിറ്റി ഉണ്ടായി ഒരു സംഘടനയായി നിന്നാൽ നാളെയും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇനിയും ഇതുപോലെ നിർത്തലാക്കാം, ഇനി ഇതുപോലെ കുഴപ്പമുണ്ടാക്കാം. പേടിക്കുന്നത് ആരെയാണ്? ഭരണകൂടം ഭയപ്പെടുന്നത് ആരെയാണ്? കൂട്ടായ്മയാണ്, ഒറ്റയ്ക്കല്ല. ഒരാളെയും ഭരണകൂടം ഭയപ്പെടുന്നില്ല. എന്നാൽ നമ്മുടെ കൂട്ടായ്മയെ ഭരണകൂടങ്ങൾ ഭയപ്പെടും. അത് ഏത് ഭരണകൂടമാണോ? നമുക്കിപ്പോ BJP എന്നോ കോൺഗ്രസ് എന്നോ കമ്മ്യൂണിസ്റ്റ് എന്നോ ഇനി LTT ഭരിച്ചാലും IS ഭരിച്ചാലും ഭരണഘടനാപരമായ ചില കാര്യങ്ങൾ ഈ രാജ്യത്ത് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടിയാൽ മതിയാവും. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ആ കൂട്ടായ്മ ഉണ്ടാക്കി തന്നെ പോകണം. അതുകൊണ്ട് ഈ സമ്മേളനത്തോട് പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളോടും നമ്മളെല്ലാം കൂടി ചേർന്ന് തന്നെ പേരൻസിന്റെ അല്ലെങ്കിൽ സ്റ്റുഡൻസിന്റെ നമ്മളെല്ലാം ചേർന്നൊരു കൂട്ടായ്മ ഉണ്ടാക്കാൻ തീരുമാനമെടുക്കുന്നുവെങ്കിൽ, നിങ്ങൾ പിന്തുണയ്ക്കുന്നെങ്കിൽ നിങ്ങൾ കൈകൾ അടച്ച് അല്ലെങ്കിൽ കൈകൾ ഉയർത്തി ഭൂരിപക്ഷം സംബന്ധിച്ചല്ലോ നമ്മളൊരു സംഘടന ഉണ്ടാക്കും. സംഘടന എന്ന് പറയുന്നത് ഇപ്പൊ ധാരാളം, പ്രത്യേകിച്ച് കളിയാക്കുന്നവർക്ക് ധാരാളം പറയാനുണ്ട്. പട്ടികജാതിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏത് ദിവസവും സംഘടനയാണ്. ഇത് അത്ര ഒരു സംഘടനയല്ല. ഇത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം മാത്രം ലക്ഷ്യമാണ്. ഇന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നു, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇന്ന് പഠിക്കുന്നു. നാളെ വരുന്നതോ നിങ്ങളുടെ തന്നെ ബന്ധുക്കളുടെയും അല്ലെങ്കിൽ അടുത്ത തലമുറയും നമ്മുടെ കുട്ടികൾ വരും. നമ്മൾ അടുത്ത തലമുറയിലേക്ക് വരുന്ന പുതിയ തലമുറയിലേക്ക് വരുന്ന കുഞ്ഞുങ്ങൾക്ക് കൂടി വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങളുടെ മാത്രമല്ല ഇനി വരാൻ പോകുന്ന കുട്ടികളുടെയും വിദ്യാഭ്യാസത്തിന് ആ നെറുകേടിനെതിരെ പ്രതികരിക്കാൻ, ചോദ്യം ചെയ്യാൻ, നമ്മുടെ ആവശ്യങ്ങൾ പറയാനും സമ്മതിപ്പിക്കാനും പിടിച്ചു വാങ്ങാനും കരുതുള്ള ഏത് രാഷ്ട്രീയക്കാരനോടും കോളേജിനോടും മാനേജ്മെന്റിനോടും യൂണിവേഴ്സിറ്റിയോടും ഒക്കെ പിടിച്ചു വാങ്ങാൻ കരുതുള്ള ഒരു സംഘം നമ്മളിത് രൂപപ്പെടുത്തുക തന്നെ ചെയ്യും. നിങ്ങളെല്ലാവരും അതിനകത്തുണ്ടാവും. നിങ്ങൾ കൂടി ചേർന്നതാണ് സംഘം. ആ സംഘത്തിന്റെ പ്രവർത്തനത്തിൽ നിങ്ങൾ കൂടി ചേർന്ന് നിൽക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഇത് ഒരു സാമുദായിക സംഘടനയല്ല, ഇതൊരു രാഷ്ട്രീയ സംഘടനയല്ല. ഇത് നമ്മുടെ വിദ്യാർത്ഥികളുടെ, ഇപ്പൊ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെയും ഇനി വരാൻ പോകുന്ന വിദ്യാർത്ഥികളുടെയും വിദ്യാഭ്യാസ ആവശ്യത്തിന് മാത്രം ഇടപെടുന്ന ഒരു സംഘടന ആയിരിക്കണം എന്നതാണ്. അംഗീകരിച്ചല്ലോ? ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മള് ഒരു ഓർമ്മപ്പെടുത്തട്ടെ. നിങ്ങൾ മാല കെട്ടിയിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. പല ആളുകൾ തോർത്ത് കെട്ടിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഷാൾ അണിയിച്ച് എന്തിനാണ്? ഇപ്പൊ പ്രശാന്ത് സാർ പറഞ്ഞില്ലേ, നിയമപരമായ പോരാട്ടത്തിനൊപ്പം രാഷ്ട്രീയമായ പോരാട്ടം കൂടിയാണ് അഡ്വക്കേറ്റ് സജി ചെയർമാൻ. ഞങ്ങളെല്ലാം ചേർത്തിണത്തിക്കൊണ്ട് സെക്രട്ടേറിയറ്റ് മുമ്പിലും ഡയറക്ടറേറ്റ് മുമ്പിലും മന്ത്രിമാരുടെ വസതിയിലേക്ക് MLA-മാരുടെ വീട്ടിലേക്കും ഒക്കെ നടത്തിയ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു. പിന്നെ പ്രശാന്ത് സാർ പൈസയുടെ കാര്യം കൂടി പറഞ്ഞു. രമേശ് സാർ, ഒരു പൈസ നിങ്ങൾ ആരും കൊടുക്കണ്ട, അദ്ദേഹം ചെയ്തത് നമുക്ക് കൊടുക്കണ്ട. ഒരു പൈസ വേണോ സാറേ? കാരണം പൈസ വേണം. നിങ്ങൾ പൈസ, പക്ഷെ നിങ്ങളുടെ മാനസിക പിന്തുണ വേണം. നിങ്ങളുടെ പിന്തുണ വേണം. നിങ്ങൾ വരണം. ഇപ്പൊ ഇവിടെ വന്നില്ലേ? ഇപ്പൊ നിങ്ങളുടെ വന്നതുപോലെ അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കാൻ നിങ്ങൾ ഉണ്ടാവണം. ഈ ഉണ്ടാകാൻ പോകുന്ന സംഘത്തിന് പിന്തുണ കൊടുക്കാൻ നിങ്ങൾ ഉണ്ടാവണം. ആ പിന്തുണയാണ് ഞങ്ങൾ നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. ഒരു പൈസ പോലും മുടക്കണ്ട. ഒരു കാര്യം കൂടി പറയാം. പ്രശാന്ത് സാർ പറഞ്ഞതുകൊണ്ട് ആശംസയ്ക്ക് മുമ്പ് ഇത് വിട്ടുപോകും. അതുകൊണ്ടാണ് ചില എട്ടുകാലി മമ്മൂഞ്ഞമാർ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ഇന്നലെ പ്രീത സുല്ലുമായി സംസാരിക്കുമ്പോൾ പറഞ്ഞൊരു കാര്യം ഒന്നുകൂടി ആവർത്തിക്കും. ഒരു പാറ, വലിയ പാറയുണ്ട്.
ആ പാറയൊന്ന് പിളർക്കണം. ഒരടി കൊണ്ട് പിളർക്കില്ലല്ലോ. അത് ശ്രമകരമായ ഒരു ദൗത്യമാണ്. കുറേ ആളുകൾ ശ്രമിച്ച ദൗത്യം ഇങ്ങനെ നിൽക്കുമ്പോൾ അവസാനം നിർത്തം വന്നത് അവസാന ദിവസം മാസങ്ങൾ ചേർന്ന് പാറ പൊട്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അവസാന ദിവസം ഒരുത്തിരിക്കൊണ്ട് ഒറ്റ അടി അടിച്ചു, പാറയും പൊട്ടി. ക്രെഡിറ്റ് ആരെയാണ്? ആണോ? അമ്മ ഈ പണിയെടുത്തോനോ? മാസങ്ങൾ അതിന്റെ മുന്നിൽ വിയർത്ത് പാറ കൂടം കൊണ്ട് അടിച്ച് പരുവപ്പെടുത്തി എടുത്തവന് ആരെങ്കിലും കാണുന്നുണ്ടോ? 13 തവണയാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കണ്ടത് ഞങ്ങൾ. 13 തവണ. അതൊക്കെ സജി ചെയർമാൻ, രമേശൻ സാറ്, ഫാദർ പൗലോസ് ജോൺ, ഓമനക്കുട്ടൻ, സന്തോഷ് പാലത്തുപാടൻ, ഷാജി കെ ആനാരി, സുഭാഷ്, ഞങ്ങൾ വലിയ ടീം, വളരെ കഷ്ടപ്പെട്ടിറങ്ങിയ നമ്മുടെ ടീം 13 തവണകൾ. ഉമ്മൻചാണ്ടിയെ കാണുന്നതിന് ഞങ്ങൾ കോൺഗ്രസ് ബന്ധമുള്ളതല്ല കേട്ടോ. ഞങ്ങൾ 16 MLA പോയി. നിങ്ങൾ പ്രതികരിക്കുന്ന ഈ രാജ്യത്തെ പട്ടികവർഗക്കാരെ പ്രതികരിക്കുന്ന 16 MLA പോയി. ഒരുത്തം പോലും മൈൻഡ് ചെയ്തില്ല. എന്തിനാ നമ്മളിലേക്ക് ജയിപ്പിച്ചു വിടുന്ന പട്ടികജാതിക്കാരുടെ പേര് പറഞ്ഞ്? ഒരു MLA ഞങ്ങൾ ചോദിച്ചു, ആ പേര് പറയുന്നില്ല, ഒരു MLA ഞങ്ങൾ ചോദിച്ചു, ഞാൻ നിയമസഭ അവതരിപ്പിക്കാം, എനിക്കിതിന് പൈസ തരാമോ? എനിക്കിതിന് പൈസ തരാമെങ്കിൽ അവതരിപ്പിക്കാം. ആരോടാ ചോദിക്കുന്നത്? ഈ രാജ്യത്തെ പട്ടികജാതിക്കാരന്റെ വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടി 16 MLA ചെന്നപ്പോ നമ്മളോട് കൈക്കൂലി ചോദിക്കുന്ന മാന്യന്മാരാണ് 16 പേർ. 3 MPമാർ, 2 MPമാർ, ഒരാൾ ലോക്സഭയിലേക്കും ഒരു MP രാജ്യസഭയിലേക്കും. ഒരു MP പറഞ്ഞ എന്താണെന്ന് പണ്ട് സജി ചെയർമാൻ പറയും. ഒരു MP ഞങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞ എന്താണ് അത് അദ്ദേഹം പറയും. അദ്ദേഹത്തിന്റെ മോശമാണ്, ഞാൻ അവിടെ കിടക്കുന്നില്ല. ഒരു MP മുഖത്ത് നോക്കി ആക്ഷേപിച്ചത്. ഇങ്ങനെ 16 MLA-മാരുടെയും 3 MPമാരുടെയും കാല് പിടിച്ച് പുറകെ നടന്നിട്ട് ഒരാളും മൈൻഡ് ചെയ്തില്ല. അവസാനമാണ് ഞങ്ങൾ തീരുമാനിച്ചത്, ഭരിക്കുന്ന പാർട്ടി പിണറായി വിജയന്റെ സർക്കാരിന്റെ പാർട്ടികൾക്കൊക്കെ ഞങ്ങൾ പോയി. ആരും ഞങ്ങൾ മൈൻഡ് ചെയ്തില്ല. അപ്പൊ പിന്നെ ആരും ആശ്രയം? ഞങ്ങൾ ഉമ്മൻചാണ്ടി ചെന്നു. മുൻ മുഖ്യമന്ത്രിയാണല്ലോ അദ്ദേഹം. വളരെ ചെന്നപ്പോൾ തന്നെ ഞങ്ങളെ കാണുന്നു ചിരിച്ചുകൊണ്ട്, ഏതോ പരിചയക്കാരെ പോലെ. ഞാൻ അദ്ദേഹത്തിന്റെ പാർട്ടിയൊന്നുമല്ല, എനിക്ക് അദ്ദേഹത്തോട് ബന്ധമൊന്നുമില്ല. രമേശ് സാർ അദ്ദേഹത്തിന്റെ പാർട്ടിയല്ലെന്ന് എനിക്കറിയാം, അദ്ദേഹത്തിന് ബന്ധവുമില്ലെന്ന് എനിക്കറിയാം. പക്ഷേ എന്നെയും സജി ചെയർമാനെയും ചിരിച്ചുകൊണ്ട് ഒത്തിരി നേരം വന്നിട്ട് വാ കയറി ഇരിക്കെ എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ വിളിച്ചിരുത്തിയപ്പോഴേ ഞങ്ങളുടെ മനസ്സ് നിറഞ്ഞു. കാരണം ഞങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ ഒരാളുണ്ടല്ലോ, കേൾക്കാൻ, പരിഹരിക്കുന്നതല്ലാതെ കാര്യം ഇതൊന്നും മനസ്സ് തുറന്ന് കേൾക്കാൻ തയ്യാറായല്ലോ. അങ്ങനെ 13 തവണ അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറി ഇറങ്ങി അദ്ദേഹത്തിന്റെ സെക്രട്ടറിയെ കൊണ്ട് പ്രധാനമന്ത്രിക്ക് കത്തയപ്പിച്ചു, കേന്ദ്രമന്ത്രി ധവാൻ ഗെഹ്ലോട്ടിന് കത്തയച്ചു, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് പിണറായി വിജയന് കത്തയക്കുന്നു, അദ്ദേഹത്തിന്റെ പാർട്ടികൾ ചർച്ച ചെയ്യുന്നു. അങ്ങനെ 13 തവണ കൊണ്ട് വിഷയങ്ങൾ ഞങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ച് അദ്ദേഹത്തിനോട് ഇതെന്താണെന്ന് പഠിപ്പിച്ച് എല്ലാം വെച്ചിരുന്നപ്പോഴാണ് കോട്ടയത്തുള്ളൊരു ഞാഞ്ഞൂല്, കളിയുണ്ട്, ലൈവ് ആണല്ലേ, കോട്ടയത്തുള്ളൊരു ഞാഞ്ഞൂല് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് ചെന്ന് ഈ വിഷയം ഒന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, പിണറായി വിജയൻ സാറിന് കത്തെഴുതി വെച്ചിരിക്കുകയാണ്, ഞാൻ ഇപ്പം തന്നെ പോസ്റ്റ് ചെയ്യും. ആ കത്തിന്റെ ഫോട്ടോ എടുത്തുകൊണ്ട് നടന്ന് പറയുകയാണ്, അവസാനം കൂടുതൽ അടിച്ചവനാണേ. കഴിഞ്ഞ 8 മാസക്കാലമായി ഈ കൂടം ഉപയോഗിച്ചുകൊണ്ട് പാറ പൊട്ടിക്കാൻ ഞങ്ങൾ നടത്തുന്ന ശ്രമം, ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എന്ന് ആരും ശ്രദ്ധിക്കാറില്ല. ഞങ്ങൾ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ട് കുടുംബത്തെ ഉപേക്ഷിച്ചിട്ടാണ് ഇതിന് പുറകെ നടന്നതെന്ന് ആരും ശ്രദ്ധിക്കുന്നില്ല. അദ്ദേഹം ഒരു പേഷ്യന്റാണ്, അദ്ദേഹം ഹാർട്ട് പേഷ്യന്റാണ്. പല ദിവസങ്ങളിലും അദ്ദേഹത്തിന്റെ BP കൂടി. നടന്നു പോകുന്നതിനിടയിൽ തലക്കരി എന്നെ ഒന്ന് താങ്ങിക്കോണമെന്ന് പറയും, സുഭാഷ എന്നെ ഒന്ന് പിടിച്ചോണമെന്ന് പറയും. എന്താ BP കൂടി, എന്താ ടെൻഷൻ. നമ്മളെടുത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ, നിങ്ങളോടൊക്കെ ഞങ്ങളൊക്കെ തന്നിരിക്കുന്ന വാക്കുണ്ട്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് സ്കോളർഷിപ്പ് വാങ്ങിച്ചു തരാവും. ആ ടെൻഷൻ, അങ്ങനെ ആ ടെൻഷനെയും എല്ലാം അധികരിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും മാസങ്ങളോളം കഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പൊ ചില 8 മമ്മൂഞ്ഞമാർ വന്നിരിക്കുക. എന്താ പറയുന്നത്, മനക്കൽ ആനയ്ക്ക് ഗർഭം ഉണ്ടാക്കിയതിൽ എനിക്കും പങ്കുണ്ടെന്ന്. അതല്ലേ മമ്മൂഞ്ഞ് പറഞ്ഞത്? കഥ അറിയില്ലേ? അങ്ങനെ കഥയുണ്ട്. അങ്ങനെ ചില ആളുകൾ തയ്യാറായിട്ടുണ്ട്, അവരെ കൂടി നിങ്ങൾ തിരിച്ചറിയണം. ഒരു കാര്യം കൂടെ പറയാനാണ് ഞാൻ വന്നത്. സാമ്പത്തികന്റെ കാര്യം പ്രസാദ് സാർ സൂചിപ്പിച്ചത്, സാമ്പത്തികത്തിന്റെ കാര്യം സൂചിപ്പിച്ചു. അദ്ദേഹം കുറെ ആളുകളൊക്കെ വിളിച്ചു ചേർത്ത് കേട്ടോ. കൊല്ലത്തെ കണ്ട വിളിച്ചു, കൊട്ടാരക്കരയിലെ കണ്ട വിളിച്ചു ചേർത്ത്. എല്ലാ പേരൻസിന്റെ 1000 രൂപ വെച്ച് വാങ്ങിച്ചു. ഇവിടെ 100 രൂപ തന്ന ഈ പേരിൽ 100 രൂപ തന്ന പേരൻസ് കൈമുക്കിക്ക്, കേസ് നടത്താൻ, സമരം നടത്താൻ 100 രൂപ തന്ന പേരൻസ് കൈമുക്കിക്ക് ഇല്ല. നമ്മളാരുടെ നിന്നും പണം വാങ്ങുന്നില്ല. ഈ സമ്മേളനത്തിൽ നിങ്ങൾ വന്ന വണ്ടിക്കൂലി സ്വന്തം കാശ് മുടക്കണം. ആർക്കും വണ്ടിക്കൂലി തരത്തില്ല കേട്ടോ. നിങ്ങൾ വന്ന കാശ് മുടക്കണം.
നമ്മൾ ആരുടെയും പണം വാങ്ങാതെ എന്തുകൊണ്ടാണെന്ന് അറിയുമ്പോൾ ഞങ്ങൾക്ക് നിങ്ങളോടൊരു ഉത്തരവാദിത്തമുണ്ട്. രമേശ് സാറിന് നിങ്ങളോടൊരു ഉത്തരവാദിത്തമുണ്ട്. എന്താ ഉത്തരവാദിത്തം? നിങ്ങളെ രമേശ് സാർ എന്നെ പോലെയുള്ളവരെ കൊണ്ട്, ലാൽ സാറിനെ പോലെയുള്ളവരെ കൊണ്ട്, ഓമനക്കുട്ടനെ പോലെയുള്ളവരെ കൊണ്ട്, രാജ്യെ പോലെയുള്ളവരെ കൊണ്ട് നിങ്ങളോട് പറയിപ്പിച്ചെന്താ? നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് സ്കോളർഷിപ്പ് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞല്ലോ. അത് തന്നില്ലെങ്കിൽ അത് തെളിയിക്കാനുള്ള പണി രമേശ് സാറിനൊരു ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തമാണ് നിറവേറ്റിയത്, ഒരു പൈസ പോലും വാങ്ങാതെ. ശരിയാണല്ലോ? അങ്ങനെയാണ് നമ്മൾ. അല്ലാതെ ഇതിന്റെ പേരിൽ പിരിവടിച്ചിട്ട് പുട്ടടിക്കുന്ന പണി മുമ്പ് പറഞ്ഞ ആളുകളുണ്ടല്ലോ, മമ്മൂഞ്ഞുമാർ, എട്ടുകാലി മമ്മൂഞ്ഞുമാർ, പുട്ടടിച്ചിട്ട് ഇതിന്റെ പേരിൽ പണം പിരിച്ച് പുട്ടടിക്കുന്ന ചെറിയ ആളുകൾ നമുക്കിടയിലുണ്ട്. അവരെ കൂടി നിങ്ങൾ തിരിച്ചറിയണം എന്നൊരു അഭ്യർത്ഥനയാണ് ഞങ്ങൾക്ക് മുന്നോട്ട് വെക്കാറുള്ളത്. ഇത് എന്റെ സമയമല്ല. പ്രശാന്ത് സാർ വന്ന ഫ്ലോയിൽ, പറഞ്ഞു വെച്ച ഫ്ലോയിൽ ഞാനിത് കണ്ടിന്യൂ ചെയ്തത് മാത്രമേ ഉള്ളൂ. അഭിവാദ്യം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി ഏറെ പ്രിയങ്കരനായ ഈ സമര പോരാട്ടങ്ങൾക്ക് ഞങ്ങളോടൊപ്പം നിൽക്കുന്ന, എന്നാൽ പട്ടികജാതിക്കാരനല്ലാത്ത, അവിടെയുണ്ട്, പട്ടികജാതിക്കാരന്റെ ലിസ്റ്റിൽ പെടാത്ത, പട്ടികജാതി ജനസമൂഹത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു ക്രൈസ്തവ മതമേലധ്യക്ഷനായി, എപ്പിസ്കോപ്പയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട സഹോദരൻ, ഞങ്ങൾക്ക് മുമ്പേ നടക്കുന്ന പ്രിയപ്പെട്ട ഞങ്ങളുടെ എല്ലാം അച്ഛൻ എന്ന് പറഞ്ഞാൽ പള്ളിയിലച്ഛൻ തന്നെയാണ് കേട്ടോ. അച്ഛൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അച്ഛനല്ല, പള്ളിയിലച്ഛൻ തന്നെയായിരിക്കുന്നുണ്ട്. അദ്ദേഹത്തോട് ഞങ്ങൾ പ്രത്യേകം പറഞ്ഞു, ലോഹ ഇട്ടൊക്കെ വരാവൂ. എപ്പോഴും പറയും ലോഹ ഇട്ട് വരണം. അദ്ദേഹം ലോഹ ഇട്ട് വരാതെ ഈ പോരാട്ടങ്ങൾക്ക് മുഴുവൻ ഞങ്ങളോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപടി മുമ്പ് നടന്ന പ്രിയപ്പെട്ട പൗലോസ് അച്ഛനെ സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊണ്ട് ഈ അനുമോദന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാന്യനും കേരളത്തിലെ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന, മുൻനിരയിൽ എപ്പോഴും നിൽക്കുന്ന എൻ്റെ ഏറ്റവും പ്രിയ സുഹൃത്ത് അജിയം ജാലഗിരി, അതിലേറെ ബഹുമാനിക്കുന്ന, വളരെ കാലം കൊണ്ട് ഏതാണ്ട് 3 പതിറ്റാണ്ടോളം സഹോദര്യ ബന്ധം പുലർത്തിപ്പോരുന്ന, ഞാനേറെ ബഹുമാനിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ അഡ്വക്കേറ്റ് സജി കെ ചെറുവൻ സാറ്, അതുപോലെ തന്നെ ദീർഘനാളത്തെ പരിചയമില്ലെങ്കിൽ പോലും പരിചയപ്പെട്ട കാലം മുതൽ ഈ സമൂഹത്തിന് വേണ്ടി ആത്മാർത്ഥതയോടെ നിൽക്കുന്ന, നമ്മുടെ യുവതലമുറയ്ക്ക് വേണ്ടി ആത്മാർത്ഥതയോടെ നിൽക്കുന്ന ഒരു നന്മ മരം നമ്മുടെ രമേശൻ സാറ്, വേദിയിലായിരിക്കുന്ന ഏറെ ബഹുമാനമുള്ള നടേശൻ സാറ്, അതുപോലെ തന്നെ ബഹുമാന്യനായ കല്ലറ പ്രശാന്ത് സാറ്, ചങ്ങര സൈച്ചേട്ടൻ, അതുപോലെ ഷാജി സാറ്, പാലത്തുംപാട് സദസ്സിലിരിക്കുന്ന എൻ്റെ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കേവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഞാനൊരു വലിയ പ്രാസംഗികനൊന്നുമല്ല, എനിക്ക് അല്ലെങ്കിൽ സ്വന്തം പറയാനല്ലേ അറിയാവുള്ളൂ. അപ്പോൾ ഞാൻ കയറി വന്നപ്പോൾ ദൈവനാമത്തിന് മുഖത്തുണ്ടാകട്ടെ എന്ന് പറയാമെന്നാവിടുന്നതാണ്. എന്നാൽ പെട്ടെന്ന് വേദിയില്ലതാണല്ലോ ഞാൻ ഓർത്തുപോയി. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഒഴിവാക്കി. അപ്പോൾ ഇന്ന് ഞാൻ ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. പ്രാസംഗികനും ഉദ്ഘാടകനും അധ്യക്ഷനും ഒക്കെ വളരെ വിശദമായിട്ട് ഇന്നിവിടെ നിങ്ങളെ വിളിച്ചു കൂട്ടിയതിൻ്റെ ഉദ്ദേശവും അതിൻ്റെ പിന്നിലുണ്ടായിരുന്ന കാര്യങ്ങളെക്കുറിച്ചൊരു വ്യക്തമായ വിവരണം നിങ്ങൾക്ക് തന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഈ സമൂഹത്തിന് വിമോചനം ഉണ്ടാകണമെങ്കിൽ ഒന്നാമത് നമ്മളോട് തന്നെ പോരാടണം. എങ്കിൽ മാത്രമേ നമുക്കൊരു വിമോചനം ഉണ്ടാകുകയുള്ളൂ. ഞാൻ 2 വർഷമായിട്ട് ഈ പ്രിയപ്പെട്ടവരോട് ചേർന്ന് എന്ന സംഘടനയിൽ ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്.
പട്ടികജാതിക്കാരൻ്റെ കാര്യത്തിൽ അച്ഛനെന്താ കാര്യമെന്നൊക്കെ ചിന്തിക്കുന്നവർ ഇതിനകത്ത് കാണും. ഈ സമരസമിതി രൂപപ്പെടുത്തി ആർക്കും നേട്ടം ഉണ്ടാകാനുള്ള കാര്യത്തിനല്ല, അവരുടെ വീട്ടുകാര്യത്തിന് വേണ്ടിയല്ല രൂപപ്പെടുത്തിയത്. നമ്മുടെ തലമുറയുടെ നന്മയ്ക്ക് വേണ്ടി രൂപപ്പെടുത്തിയ ഈ സമരസമിതി, അതിന് നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാരെ സമൂഹത്തിൽ കരിവാരി തേക്കുവാനും അതിനെ തകർത്ത് കളയുവാനും നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ മുമ്പ് ചാലക്കാർ പറഞ്ഞതുപോലെ ചില എട്ടുകാലി മമ്മൂഞ്ഞുമാര് ഇന്നലെയും രംഗത്ത് ഇറങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. ഇതൊക്കെ നാം മനസ്സിലാക്കുമ്പോൾ ആരെ നന്നാക്കാനാണ് ഇവർ ഈ വേഷം കെട്ടി ഇറങ്ങിയിരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. ഇവിടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. നിങ്ങൾ അറിഞ്ഞു കാണും, കാസർഗോഡ് മുതൽ ഫെബ്രുവരി 3-ാം തീയതി തിരുവനന്തപുരം വെങ്ങാനൂരിലേക്ക് അതിസാഹസികമായ ഒരു യാത്ര. ഇപ്പോഴും യാത്ര കുറേ നടക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ. അവരൊക്കെ എങ്ങനെയാണ് യാത്ര ചെയ്യുന്നത് എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ സഹോദരങ്ങൾ അവർ അതിസാഹസികമായിട്ടാണ് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വെങ്ങാനൂർ എത്തിച്ചേർന്നത് 2 സൈക്കിളിൽ. അവർക്ക് പ്രശസ്തി ഉണ്ടാകുവാനോ പേരെടുക്കുവാനോ അല്ല, അത് ആ സമര നേതാക്കള് ഇവിടെ ഇരിപ്പുണ്ട്, എല്ലാവർക്കും അറിയാം. നമ്മുടെ ബഹുമാനപ്പെട്ട സന്തോഷ് പാദത്തുംപാടും സാറ്, ശ്രീ ഷാജി KK സാറ് വേണം, അവരൊന്ന് എഴുതേണ്ടി എന്ന് നിങ്ങളെ ഒന്ന്. ഇവരാണ് ഫെബ്രുവരി 3-ാം തീയതി മുതൽ കാസർഗോഡ് നിന്നൊരു സമര സന്ദേശ സൈക്കിൾ യാത്ര നടത്തി. ഇവിടുത്തെ പ്രബലപ്പെട്ട എത്ര ദളിത് സംഘടനകളിലെ നേതാക്കന്മാർ അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. എന്താണ് അങ്ങനെ ഒരു യാത്ര നടത്തുവാൻ അവരെ പ്രേരിപ്പിച്ചത്? അത് നമുക്ക് യോജിക്കുന്ന കാര്യമാണെങ്കിൽ അതിനോട് ചേർന്ന് നിന്ന് അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ഇവിടുത്തെ ദളിത് നേതാക്കന്മാർക്കില്ലേ? ടോക്കൺ എടുത്ത് വെച്ചിരിക്കുക, തെരഞ്ഞെടുപ്പ് അടുത്തു, ഉടനെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും. അവരൊക്കെ ടോക്കൺ എടുത്ത് കാത്തിരിക്കുകയാണ്. എന്നാൽ ഈ വേദിയിലിരിക്കുന്ന ഈ നേതാക്കന്മാർ ഒരിക്കലും നിങ്ങളെ കാണിച്ച് ടോക്കൺ എടുക്കുന്നവരല്ല. അതിൻ്റെ ഒരു പരിണിത ഫലമാണ് ഇന്നിങ്ങനെയൊരു അനുമോദന സമ്മേളനം വിളിച്ചു കൂട്ടുവാൻ ഇടയായിത്തീർന്നത്. ഇത് ഏറെ അർഹിക്കുന്നതാണ്. 2006, 2007 മുതൽ ഈ കാര്യങ്ങൾക്ക് വേണ്ടി നിർത്തലാക്കിയ ഈ സ്കോളർഷിപ്പാണ് ഈ കഴിഞ്ഞ ദിവസം കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിച്ചത് കോടതിയുടെ വിധിപ്രകാരം. അതിൻ്റെ പിന്നിൽ എന്തേരം കഷ്ടത ഉണ്ടായിട്ടുണ്ട്, എന്തേരം സമയനഷ്ടം ഉണ്ടായിട്ടുണ്ട്, എന്തേരം പണനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ചാലക്കാർ ചോദിച്ച പോലെ ആരെങ്കിലും 100 രൂപ കേസിന് കൊടുത്തവരുണ്ടോ? ഇല്ല. സൈസാബൊക്കെ നമ്മൾ പൂജിക്കണം. ചേർത്തലക്കാരെ പോലെയാണ് അദ്ദേഹത്തിൻ്റെ കാല് രണ്ടും. ഈ കഴിഞ്ഞിടയിൽ ഞാൻ പലപ്പോഴും അദ്ദേഹത്തോട് പറഞ്ഞു, സാർ വീട്ടിലിരിക്കെ ഞങ്ങളൊക്കെ ഇറങ്ങാം. അദ്ദേഹം സമ്മതിക്കില്ല. കാറിനകത്തും മറ്റൊരു തലയിണയോടെ വെച്ച് കാല് പൊക്കി വെച്ച് യാത്ര ചെയ്ത ഓരോ സമര സ്ഥലത്തും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമുക്ക് കാണുവാൻ കഴിയും. ആർക്ക് വേണ്ടിയാണ്? ഒരു 10 രൂപയുടെ ലാഭം അതിനകത്ത് പ്രതീക്ഷിച്ചുകൊണ്ടല്ല. പലപ്പോഴും ഞങ്ങൾക്ക് ഫുഡ് വാങ്ങി തരുന്ന അദ്ദേഹമാണ്, യാത്രക്കൂലി കൊടുക്കുന്ന അദ്ദേഹമാണ്. ആർക്ക് വേണ്ടിയാണ്? അതുപോലെ തന്നെ ഒരൊറ്റയാൾ പോരാട്ടം നടത്തിക്കൊണ്ടുവന്ന രമേശ് സാറ്, ആ സാറിന് നിയമപരമായ സംരക്ഷണം നൽകിക്കൊണ്ട്, നിയമപരമായ കൈത്താങ്ങൽ നൽകിക്കൊണ്ട് സൈസാറും കൂടെ പ്രവർത്തിച്ചപ്പോൾ അതിൻ്റെ വിജയത്തിലെത്തിച്ചേർന്നു. അതവരെ നമ്മൾ അനുമോദിക്കേണ്ടതാണ്.
കൂട്ടമായി നിന്നുകൊണ്ട് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ, ഐക്യമായി നിന്നുകൊണ്ട് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് വിജയത്തിലെത്തുവാൻ സാധിക്കുകയുള്ളൂ. കൂനം പാലയ്ക്ക അല്ലേ, നമ്മൾ കണ്ടിട്ടില്ലേ കൂനം പാലയ്ക്ക? അതിങ്ങനെ എല്ലാ സൈഡിലോട്ടും നിൽക്കും. അതുപോലെ ആകാൻ പാടില്ല. സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന, സമൂഹത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തികളെ തിരിച്ചറിഞ്ഞ് അവരുടെ പോരാട്ടങ്ങൾക്ക് നമ്മൾ ശക്തി പകർന്നു കൊടുക്കേണ്ടത് ആവശ്യമാണ്. ഈ കൂടിയിരിക്കുന്നവരാരും വിട്ടുപോകരുതെന്ന് എനിക്കറിയാം. ഇതൊരു കൂട്ടായ്മയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മുന്നോട്ടുള്ള സമര പോരാട്ടങ്ങൾക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ബുദ്ധിയുണ്ട്, പഠിക്കാൻ മിടുക്കരാണ്. പക്ഷേ അവർക്ക് മുമ്പോട്ട് പഠിക്കുവാനുള്ള സാഹചര്യമില്ല. എനിക്കറിയാം, സാറിന് പരിചയപ്പെട്ട കാലം മുതൽ പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികൾ, അപ്പോൾ തന്നെ സാമ്പത്തിക ശേഷിയില്ല, സാമ്പത്തിക പരാധീനതയുള്ള കുട്ടികൾ, അവരുടെ ആ ദുഃഖം കണ്ടിട്ട് എത്രയോ കുഞ്ഞുങ്ങളെ സ്വന്തം ചെലവിൽ പ്രിയപ്പെട്ട സാർ പഠിപ്പിക്കുന്നുണ്ട്. ഇതിനകത്ത് മുഴുവൻ പ്രതീക്ഷിച്ചുകൊണ്ടല്ല, നമ്മുടെ സമൂഹത്തിൻ്റെ നന്മ പ്രതീക്ഷിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ ദീർഘമായിട്ടൊന്നും സംസാരിക്കുന്നില്ല. ഇവരെ പോലെ ഒന്നും എനിക്ക് ആവേശത്തോടെ സംസാരിക്കാൻ അറിയില്ല. ഞാനൊരു ആത്മീയ പ്രഭാഷകനായതുകൊണ്ട് ആ ഒരു രീതി, അപ്പോൾ അതുകൊണ്ട് ആ വേദിയാണെങ്കിൽ ഞാൻ നിങ്ങളെയൊക്കെ ആത്മാവിലാക്കാം. പക്ഷെ ആ വേദിയല്ലല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളോടെ അവസാനിപ്പിക്കുകയാണ്. ഈ സമര പോരാട്ടങ്ങൾക്ക്, ഈ 8 മാസത്തെ നിരന്തരമായ സമര പോരാട്ടങ്ങൾ, നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ ഒരു വിജയം കണ്ടെത്തിയിരിക്കുന്നു. ഇനി ഒരിക്കലും അത് മാറ്റി എഴുതുവാൻ പറ്റാത്ത രീതിയിൽ അതിനൊരു വിധി പ്രസ്താവിച്ചിരിക്കുകയാണ്. അത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് അനുഗ്രഹമാണ്. അതിന് വേണ്ടി അഹോരാത്രം പ്രയത്നിച്ച, അധ്വാനിച്ച പ്രിയപ്പെട്ട രമേശ് സാറിനും സൈസാറിനും അനുമോദിക്കുന്ന ഒരു വേദി എനിക്കും പങ്കെടുക്കുവാൻ പറ്റിയതിൽ ഞാൻ ഏറെ സന്തുഷ്ടനാണ്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. അർഹിക്കപ്പെട്ടതാണ് ഈ അനുമോദനം. അപ്പോൾ അതുകൊണ്ട് എല്ലാവിധ അഭിനന്ദനങ്ങളും അനുമോദനങ്ങളും ഞാൻ ഈ സമയത്ത് അർപ്പിച്ചുകൊണ്ട് അവർക്ക് സർവശക്തനായ ദൈവം ആയുസ്സും ആരോഗ്യവും നൽകി പിന്നെയും ഈ സമൂഹത്തിന് വേണ്ടി ആളോളം അധ്വാനിപ്പാൻ സർവശക്തനവരുടെ കരങ്ങൾക്ക് ശക്തി പകരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എനിക്ക് അവസരം തന്ന ഇതിൻ്റെ സംഘാടകരോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്നിരിക്കുന്ന തുടർന്ന് അങ്ങോട്ടുള്ള എല്ലാ പോരാട്ടങ്ങൾക്കും, എല്ലാ പ്രവർത്തനങ്ങൾക്കും നിങ്ങളുടെ എല്ലാം ഓരോരുത്തരുടെയും നിശ്ചയമായ സഹകരണം ഉണ്ടാകണമെന്നും കൂടെ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്നിരിക്കുന്നു. നന്ദി, നമസ്കാരം. വിശപ്പായ 12:30 ചോറ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ഭക്ഷണം അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ഊണ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും വെള്ളം കുടിക്കണമെന്നുണ്ടെങ്കിൽ വെള്ളം നമ്മളിവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അത്യാവശ്യം വെള്ളം. ഇടയ്ക്ക് വിട്ടുപോയി. ആ രജിസ്റ്റർ ബുക്ക് പൊക്കി കാണിച്ച് ആരെങ്കിലും ഇരിക്കുന്നത്? രജിസ്റ്റർ ബുക്ക് അറിയില്ല. അത് മുഴുവൻ ആരെങ്കിലും എഴുതാറുണ്ടോ? അതൊക്കെ എഴുതാറുണ്ടോ? ആ രജിസ്റ്റർ ബുക്കിൽ എല്ലാവരും എഴുതണം. എന്താ കാര്യം അറിയോ? നമ്മുടെ സംഘടനയായി പ്രവർത്തിക്കാൻ നമ്മൾ തീരുമാനിച്ചു, സമ്മേളനം തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ ഫോൺ നമ്പറുകളും ഞങ്ങൾക്ക് വേണം. നമ്മൾ വിളിക്കുന്ന നിരന്തരം ബന്ധപ്പെടും. മാത്രമല്ല, നിങ്ങൾ ചില ആളുകൾ നമ്മുടെ കൂടെ നേതൃത്വത്തിലേക്ക് കടന്നു വരണം. അതും വേണം. നിങ്ങളെല്ലാം നേതൃത്വത്തിലേക്ക് കുറെ ആളുകൾ കടന്നു വരണം. അപ്പോൾ അതെല്ലാം കൂടി ഉൾപ്പെടുത്തി നമുക്കൊരു കമ്മിറ്റി തന്നെ ഇപ്പോൾ ഉണ്ടാക്കും. അതുകൂടി ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നത്. എന്താ മൊമന്റോ കൊണ്ടെന്ന് ചോദിച്ചു. ബഹുമാന്യായ രമേശ് സാറിന് മൊമന്റോ കൊടുത്ത് ഒരു മാലയിട്ട് അഭിനന്ദിക്കാൻ ആഗ്രഹമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? നിയമ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത അഡ്വക്കേറ്റ് സജി ചെയർമാനെ, രാഷ്ട്രീയ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത അഡ്വക്കേറ്റ് സജി ചെയർമാനെ ആദരിക്കേണ്ടവരല്ലേ നമ്മൾ? അവിടെ തരും, അവിടെ ഇരുന്നാൽ മതി. വെള്ളപ്പൊട്ട് തരും, രാജ് കൊണ്ട് തരും, ആവശ്യമുള്ളത് തരും. അത് ഷെയർ ചെയ്ത് തരും. നമുക്കത് നമ്മൾ ആവശ്യമുള്ളവർ അത് ക്രമീകരിക്കണം. പിന്നെ ആർക്കോ നോട്ടുമാലയൊക്കെ ക്രമീകരിക്കുന്നത് അതൊക്കെ നടക്കട്ടെ. നോട്ടുമാല ഇടുന്നവർ നോട്ടുമാല ഇട്ട് ആദരിക്കട്ടെ. നോട്ടുമാലയുടെ എണ്ണത്തിലല്ല, നോട്ട് എന്ന് പറയുന്ന ഒരു സാധനം കഴുത്തിലിട്ട് ആദരിക്കുന്നു എന്ന് പറയുന്നതിനകത്താണ്. അപ്പൊ അതൊക്കെ നിങ്ങൾ കരുതിക്കൊള്ളുക. ഇപ്പോ
വിശപ്പ് കുറച്ചുകൂടി ശ്രമിക്കും. 12 ഉള്ളൂ. നമുക്കൊരു 1 മണിക്ക് ശേഷം ആഹാരം കഴിക്കുന്നതിലേക്ക് വരാം. സമരം 8 മാസത്തെ തീവ്ര സമരം ഞാൻ സൂചിപ്പിച്ചു. ഭക്ഷണം കഴിക്കാതെയുള്ള നിരന്തരമായ യാത്ര, ഉറങ്ങാതെയുള്ള പ്രശ്നങ്ങൾ, ഇടപെടലുകൾ, അങ്ങനെ പല കാര്യങ്ങൾക്ക് പല പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഡൽഹിയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി തവണ പോയി. ഡൽഹിക്ക് പോയി. എന്താ, കേന്ദ്രമന്ത്രി ധവാർ ചലോട്ടിനെ കാണാൻ, അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയെ കാണാൻ, BJP നേതാക്കന്മാരെ കാണാൻ, ഇങ്ങനെയുള്ള കഷ്ടപ്പെട്ടുള്ള സമരങ്ങൾ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു സമരത്തെ കൂടി ഞങ്ങൾ കഴിഞ്ഞ ദിവസം പഠനത്തിന് വിധേയമായി. 8 മാസക്കാലം നമ്മൾ അനുഭവിച്ച തീവ്രമായ വേദന, ഞങ്ങളുടെ കഷ്ടപ്പാട്, ഞങ്ങൾ രമേശ് സാറിന്റെയും സജി ചേരന്റെയും എഫേർട്ട്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന്റെ കാലിൽ ഇപ്പോഴും നീരാണ്, 2 കാലിലും നീരാണ്. കാറിലേക്ക് തലയണ വെച്ചിട്ട് കാൽ ഉയർത്തി വെച്ചാണ് അദ്ദേഹം യാത്ര ചെയ്യുന്നത്. അദ്ദേഹം നാളെ കഴിഞ്ഞ് ഒരു ചെറിയ ഓപ്പറേഷൻ ചെറിയ ഒരു ട്രീറ്റ്മെന്റ് വിധേയനാകുകയാണ്. നാളെ കഴിഞ്ഞ ഒരാഴ്ചക്കാലം അദ്ദേഹം അരിപ്പാട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കിടന്ന് ട്രീറ്റ്മെന്റ് അവിടെ കിടന്നുകൊണ്ടാണ് ചെയ്തത്. ഇതിനെല്ലാം ഇടയിലാണ് ഈ പോരാട്ടം നടത്തിയത്. ഇങ്ങനെ വരുന്ന പോരാട്ടത്തെ ഞാൻ ചെറിയ സമരത്ത് നിങ്ങളുടെ മുന്നിലേക്ക് നേടുന്ന ഒരു സമരത്തെ സൂചിപ്പിച്ചു എന്ന് മാത്രം. അങ്ങനെയെങ്കിൽ 15 വർഷക്കാലം നിരന്തരമായി സമരം നടത്തിയാലോ? നിങ്ങൾ ആലോചിച്ചു. 15 വർഷക്കാലം കയറി കിടക്കാരുടെ കൊണ്ട് ഭൂമിക്ക് വേണ്ടി മരിച്ചാൽ അതുകൊണ്ട് കോരിച്ചൊരിയുന്ന മഴയത്ത് കെട്ടിപ്പിടിച്ച് അതിനെ ഒന്ന് ഒരു കുടക്കീഴിൽ ഇരുത്താൻ ഒരു തുണ്ട് ഭൂമിയില്ലാത്തവർക്ക് വേണ്ടി കഴിഞ്ഞ 15 വർഷക്കാലമായി കേരളത്തിൽ ഒരു തീവ്ര സമരം നടക്കുന്നുണ്ട്, പോരാട്ട സമരം നടക്കുന്നുണ്ട്, തീഷ്ണമായ സമരം നടക്കുന്നുണ്ട്. ആ സമരത്തെ രാഷ്ട്രീയക്കാർ കണ്ടില്ലെന്ന് നടിക്കുക. നമ്മുടെ നാട്ടിൽ നിരവധി ഘട്ടം, നമ്മളൊക്കെ രാഷ്ട്രീയ പാർട്ടിയിലും ഒക്കെ ബന്ധമുള്ളവരാണ്. എല്ലാ രാഷ്ട്രീയക്കാരും കണ്ടില്ലെന്ന് നടിക്കുമ്പോ ഈ രാഷ്ട്രീയക്കാരെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് കഴിഞ്ഞ 15 വർഷക്കാലമായി ചെങ്ങറ സമരഭൂമി എന്ന് പറയുന്നിടത്ത് ഭൂമിക്ക് വേണ്ടി നടത്തുന്ന തീവ്ര സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന സമരനായകൻ TR ശശി നമ്മളെ അഭിസംബോധന ചെയ്യാൻ എത്തിയിട്ടുണ്ട്. TR ശശിയെ ആദരപൂർവ്വം ഏറെ ബഹുമാനത്തോടെ ഈ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്യാൻ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട യോഗത്തിൻ്റെ ബഹുമാന്യനായ അതുപോലെ തന്നെ ഈ യോഗം ഉദ്ഘാടനം നിർവഹിച്ച ചേരമ സംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറി, അതുപോലെ തന്നെ കേരളത്തിലെ പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നിശ്ചയദാർഢ്യത്തോടുകൂടി സമരത്തിന് നേതൃത്വം നൽകിയ രമേശ് സാറ്, അതുപോലെ തന്നെ അതിൻ്റെ മുഖ്യധാര മേഖലകളിൽ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ബഹുമാന്യനും ആദരണീയമായ സജി കെ ചെരമൻ, അതുപോലെ തന്നെ സജി ചേലഗിരി, പ്രസ്തുത യോഗത്തിന് മുഖ്യ പ്രഭാഷണം നടത്തിയ രമേശ് സാറ്, അങ്ങനെ ഈ വേദിയിലും സദസ്സിലും എത്തി നിൽക്കുന്ന എൻ്റെ രക്ഷമിത്രങ്ങളെ സഹോദരി സഹോദരന്മാരെ, 8 മാസത്തെ പോരാട്ടം കൊണ്ട് നേടിയെടുക്കുവാൻ കഴിഞ്ഞ ഒരു തീവ്രത 8 പതിറ്റാണ്ട് പിന്നിടുമ്പോഴും സംഭരണമെന്ന് പറയപ്പെടുന്ന പട്ടികയിൽ നിന്നും നമുക്ക് കിട്ടേണ്ട അവകാശങ്ങളും ആനുകൂല്യങ്ങളും ഇന്നും പിടിച്ചുമൂടപ്പെട്ടതിനെ വീണ്ടും വലിച്ചിറക്കുവാൻ നമ്മുടെ സമൂഹത്തിന് തെളിയിക്കാൻ കഴിഞ്ഞതിൻ്റെ അത്യുജ്വലമായ ഒരു സമ്മേളനമാണ് ഇന്നീ കാളിയിൽ നടക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, 8 പതിറ്റാണ്ട് പിന്നിടുന്ന ഈ കാലഘട്ടത്തിൽ 8 മാസം കൊണ്ട് നേടിയെടുക്കുവാൻ കഴിഞ്ഞതിലുള്ള അഭിമാനം. നാം അതിന് പിന്നോട്ടൊന്ന് ശ്രദ്ധിക്കണം. ഇന്നും ചെങ്ങറ സമരത്തിലെ 15 വർഷമായി ഒരു തുണ്ട് ഭൂമിയില്ല എന്ന് വിശേഷിപ്പിച്ചപ്പോൾ അത്രയ്ക്ക് അതിദാരുണമായി കഴിയുന്ന ഒരു സമൂഹത്തെ ഇവിടുത്തെ ഗവൺമെന്റ് തിരിച്ചറിയുന്നില്ല എന്നുണ്ടെങ്കിൽ
ഇവിടുത്തെ മുന്നോക്ക ജാതിയിൽ പിന്നോക്കം നിൽക്കുന്നവന് 59% സംവരണം കൂട്ടി നൽകുമ്പോൾ 37% കൊണ്ട് ഇവിടുത്തെ പട്ടികജാതിക്കാരനും പട്ടികവർഗക്കാരനും പിന്നോക്കം തള്ളുമ്പോഴും സംവരണം എന്ന് പറയപ്പെടുന്ന ഇന്ത്യൻ ഭരണഘടനയിൽ വിഭാവനം ചെയ്തിരിക്കുന്ന ആ വകുപ്പില് പ്രാധാന്യം കിട്ടേണ്ട ജനവിഭാഗം ഇന്നും തെരുവിലേക്ക് വലിച്ചെറിയപ്പെടുന്നത് അല്ലെങ്കിൽ തെരുവിലേക്ക് അലയപ്പെടുന്നത് ആ സാഹചര്യത്തിൽ കണ്ടില്ല എന്ന് നടിക്കുന്ന കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റുകളും ഭരണഘടനയെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടുന്ന അതിഉഗ്രമായ പോരാട്ടം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് സൂചിപ്പിക്കുമ്പോൾ ഭരണഘടനയിൽ പറയുന്ന ഭൂമിയുടെ അളവും ഓരോ പൗരന് കിട്ടേണ്ട പൗരാവകാശങ്ങളും നിഷേധിക്കുന്നത് വിദ്യാഭ്യാസത്തിൽ മാത്രമല്ല, വിദ്യാഭ്യാസത്തിന് മുൻതൂക്കം കൊടുക്കുമ്പോൾ അവന്റെ സാമ്പത്തിക ഭദ്രതയ്ക്കും മുൻതൂക്കം കൊടുക്കേണ്ടതായിട്ടുണ്ട്. അവിടെ ഭൂമിയുടെ അളവുകോൽ ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്നതനുസരിച്ച് ഒരു പൗരന് ഇന്ന് കിട്ടുന്നത് പഞ്ചായത്തിൽ 5 സെന്റും കോർപ്പറേഷനിൽ 3 സെന്റും മാത്രമായി ഒതുങ്ങിത്തീരുന്ന സാഹചര്യം എത്തുന്നതിന് മുമ്പ് ഭരണഘടനയിൽ ഒരു പൗരനല്ല ഒരു കുടുംബത്തിന് 5 ഏക്കർ ഭൂമി വിഭാവനം ചെയ്യുമ്പോൾ കേരളത്തിലെ പട്ടികജാതിക്കാരനും പട്ടികവർഗക്കാരനും മാത്രമായി 3 സെന്റിലേക്ക് ഒതുക്കപ്പെട്ടിരിക്കുന്നു. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ, പത്തനംതിട്ട ജില്ലാ കളക്ടറുമായി ഒരു സമയത്ത് ഒരു ചർച്ചയിലെത്തിയപ്പോൾ അദ്ദേഹം ചോദിച്ചത്, കണ്ടമറ്റ ഭൂമി കയ്യേറ്റം നടത്തി കൈവശമാക്കി വേലി കെട്ടി തിരിച്ചു വച്ചിട്ട് അവകാശം സ്ഥാപിക്കുവാൻ താങ്കൾക്കാരാണ് ഉത്തരവ് തന്നത്? ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറോട് ഞാൻ ചോദിച്ചു, അന്നത്തെ ബഹുമാന്യനായ മുഖ്യമന്ത്രി അല്ല റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് അടൂർ പ്രകാശിന്റെ പേരിൽ എത്ര ഏക്കർ ഭൂമിയുണ്ട്? ഇവിടുത്തെ ഗവൺമെന്റ് സർവീസിലിരിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെയും MP-മാരുടെയും MLA-മാരുടെയും മന്ത്രിമാരുടെയും ഭരണകർത്താക്കളായിട്ടുള്ള എല്ലാവരുടെയും ഭൂമിയുടെ സർവേ എടുക്കുക. അതിനുശേഷം ഞങ്ങൾക്ക് 3 സെന്റ് ഭൂമിയുടെ അവകാശമേ ഉള്ളൂ എങ്കിൽ ഒരു പൗരന് 3 സെന്റ് ഭൂമിയുടെ അവകാശം മാത്രമേ സ്ഥാപിക്കാൻ നിയമമുണ്ടാകാവൂ. അത്തരത്തിൽ സാറിന് ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ആരീസൻ എന്ന് പറയപ്പെടുന്ന പുസ്തക മുതലാളിമാര് ഇന്ത്യ വിട്ടുപോയിട്ട് 7 പതിറ്റാണ്ട് 8 പതിറ്റാണ്ട് പിന്നിടുമ്പോഴും ഇപ്പോഴും ആരീസനും ടാറ്റയും അതുപോലെ തന്നെ തങ്ങളുടെ കുഞ്ഞു മുസ്ലിയാരും അടക്കമുള്ള പുസ്തക മുതലാളിമാരുടെ ഭൂപ്രദേശമായി കേരളത്തിൽ നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്തും അതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പിലുള്ള MLA ഒക്കെ ഭൂമി പിടിച്ചെടുക്കാൻ നമ്മൾ കണ്ടതാണ്. കായൽ നികത്തിയ ഒരു MLA അളവിലധികം ഭൂമി കൈവശപ്പെടുത്തി. അങ്ങനെ കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഭൂമി അളവില്ലാതെ ഇവിടുത്തെ ഭരണകർത്താക്കൾ കൈവശം വയ്ക്കുമ്പോഴും വിദ്യാഭ്യാസം കുത്തനെ അവരുടെ വകയാക്കി മാറ്റിയപ്പോഴും സ്വകാര്യ മേഖലയാക്കി മാറ്റുമ്പോഴും ഇവിടുത്തെ ദളിത് സംഘടനകള് കൂണ് മുളയ്ക്കും പോലെയുണ്ട്. സജീക ചെയർമാൻ മുമ്പ് ഇവിടെ ചാലക്കര ഇവിടെ സൂചിപ്പിച്ചു, ദളിത് സംഘടനകള് മുക്കിന് മുട്ടിട്ട് പൊങ്ങുകയാണ്. എന്താണ് ഗുണം? എന്തുണ്ടാകണം? എന്തെങ്കിലും ഗുണമുണ്ടോ? ഒരു ഗുണവും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. വളരുന്നു പിളരുന്നു, വളരുന്നു പിളരുന്നു, തകരുന്നു. ഇതല്ലാതെ എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ? ഒരു സംഘം കൊണ്ടും ഇന്നും ഉണ്ടായിട്ടില്ല. വളരെ ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നതാണ് KPMS. അഭിമാനിക്കുന്നു. എന്തേ തകർന്നു പോയി? ഒരു സെറ്റ് BJP പോയി, ഒരു സെറ്റ് കമ്മ്യൂണിസ്റ്റിൽ പോയി. അങ്ങനെ അവരും പിളർന്നു. അങ്ങനെ എല്ലാ ജാതി സമുദായ സംഘടനകളും തകർന്നുകൊണ്ടിരിക്കുന്നു. സാമൂഹിക സാംസ്കാരിക സംഘടനകൾ തകർന്നുകൊണ്ടിരിക്കുന്നു. എന്തിനേറെ പറയുന്നു, ഇവിടുത്തെ കേരളത്തിലല്ല ഇന്ത്യയിലെ മുഴുവൻ ദളിത് രാഷ്ട്രീയ പ്രസ്ഥാനമായി നമ്മളെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നതായിരുന്നു BSP എന്ന് പറയപ്പെടുന്ന ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനം. മുന്നോക്ക ജനതയുടെ പിന്നോക്കം നിൽക്കുന്നവർക്ക് സംവരണം കൂട്ടി നൽകുമ്പോൾ മായാവതിയും ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടുത്തെ പുസ്തക മുതലാളിമാർക്ക് ചുക്കാൻ പിടിക്കുന്ന ദളിത് രാഷ്ട്രീയമായി മാറുന്ന സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുന്ന സന്ദർഭത്തിലാണ് 8 മാസം കൊണ്ട് കേരളത്തിലെ മുഴുവൻ അടിസ്ഥാന വർഗ ജനതയുടെയും
വിദ്യാഭ്യാസത്തിന് മുൻതൂക്കം കൊടുക്കുന്നതിനും അവരുടെ ഇതുവരെയുള്ള എല്ലാ സ്കോളർഷിപ്പുകളും തുടർ വിദ്യാഭ്യാസം ചെയ്യുവാനുള്ള സാമ്പത്തിക സഹായം കൊടുക്കുവാനും സാഹചര്യം സൃഷ്ടിക്കുവാൻ നമ്മളിവിടെ ഒരു സംഘമില്ലാതെ തന്നെ സംഘടിച്ച് നിന്നുകൊണ്ട് നേടിയെടുക്കാൻ കഴിഞ്ഞതിനാണ് അഭിമാനം. ഒരു സംഘത്തിന് കഴിയാത്തതായിരുന്നു. എത്രയോ സംഘങ്ങളുണ്ട്, അവർക്ക് ആർക്കൊന്നും കഴിഞ്ഞിട്ടില്ലാത്ത ഒരു സംഭവം സംഘമില്ലാതെ സംഘടിച്ചുകൊണ്ട് നമുക്ക് നേടിയെടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സംഘത്തിന്റെ പേരിൽ, ഒരു ജാതിയുടെ പേരിൽ മാറി നിൽക്കാതെ പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരും തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് ഒരു വലിയ യുദ്ധത്തിൽ തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ വരും കാലങ്ങളിൽ നമ്മുടെ വിദ്യാഭ്യാസ നയം മാത്രമല്ല നമ്മുടെ കുട്ടികൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. അതിനൊരു സാഹചര്യം തുടർന്നും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. അതിനെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കണം. ആ കൊടുക്കുന്നതിന് എല്ലാവിധമായ പിന്തുണയും ചെങ്ങറയുടെ മണ്ണിൽ നിന്നും ചെങ്ങറയിലുണ്ടായിട്ടുള്ള എല്ലാ കുട്ടികളുടെയും വിദ്യാഭ്യാസത്തിനും അവരുടെ രക്ഷിതാക്കളുടെയും പിന്തുണയും ആ പ്രസ്ഥാനത്തിന്റെ പിന്തുണയും ഈ സംഘത്തോടൊപ്പം ഉണ്ടാകുമെന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ അവസരം തന്നതിന് ഈ സംഘാടക സമിതിക്ക് വളരെയേറെ നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് പിന്മാറുന്നു. എല്ലാവർക്കും ജയ് ഹിന്ദ്. ചെങ്ങറയെ പറ്റി പറയുമ്പോൾ രമേശ് സാറ് ഒരു കാര്യം കൂടി പറഞ്ഞത്, ബഹുമാന്യായ TR ശശിയുമായി, ചെങ്ങറ സമരസമിതിയുടെ നേതാവാണ് TR ശശി. TR ശശിയുമായി ഇന്നലെ എൻ്റെ സാന്നിധ്യത്തിൽ ഇന്നപ്പോൾ വർത്തമാനം ഒരു കാര്യം എൻ്റെ ഓർമ്മയിലേക്ക് വരികയാണ്. ചെങ്ങറയിൽ വീടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ ആ സമരം ചെയ്ത വീടുകൾ, ഒരു ചെറിയ വീടുണ്ടാക്കി അവർ താമസിക്കുന്നുണ്ട്. അവിടെ അവർക്ക് വഴിയില്ല. വഴിയെന്നൊക്കെ പറഞ്ഞാൽ ഇത്തരമൊരു വഴിയിലൂടെ കേരളത്തിൽ സഞ്ചരിച്ചാൽ നിങ്ങൾ കേരളത്തിലല്ല ഉഗാണ്ടയിലാണ് ചിന്തിച്ചു പോകുന്ന തിരിച്ചിലുള്ള വഴികളാണ്. അത്ര വലിയ കല്ലുകൾ മുഴച്ചു നിൽക്കുന്ന വഴികൾ വീതിയിലുണ്ടെങ്കിലും മണ്ണ് ഒഴിച്ചു പോയി ഗതികേട് നിൽക്കും. അപ്പം ഞങ്ങൾ രമേശ് സാറുമായി കഴിഞ്ഞ ദിവസം TR ശശിയുമായി സംസാരത്തിൽ ചോദിച്ചു, എന്തുകൊണ്ട് വഴി ശരിയാക്കുന്നില്ല, എന്തെങ്കിലും സാമ്പത്തികമായ ഇടപെടൽ വേണമെങ്കിൽ രമേശ് സാറിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചപ്പോൾ ശശി സാർ നമ്മളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അവിടെ അവർക്ക് ഇതുവരെ വീടിന് നമ്പർ അടിച്ചു തന്നിട്ടില്ല. അവർക്ക് വീടിന് നമ്പറില്ല, അവർക്ക് റേഷൻ കാർഡില്ല, അവർക്ക് അവിടെ ആധാർ കാർഡില്ല. ഏതോ കുരങ്ങ് ജീവിക്കുന്നത് പോലെ, ഏതോ പുലി ജീവിക്കുന്നത് പോലെ, ഏതോ ആന കാട്ടിൽ ജീവിക്കുന്നത് പോലെ കുറെ മനുഷ്യ ജന്മങ്ങൾ, 3000-ലധികം കുടുംബങ്ങൾ, അവരുടെ ഭാര്യമാർ, അവരുടെ കുഞ്ഞുങ്ങൾ അവിടെ ഇങ്ങനെ കഴിഞ്ഞുകൂടുന്നു എന്നത് മാത്രം മനുഷ്യരായി ഭരണകൂടം അംഗീകരിക്കാത്തവരാണ് അവർ. അങ്ങനെ വന്നപ്പോൾ അദ്ദേഹം വേറൊരു കാര്യം റോഡിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, സാർ ഞങ്ങളെ സഹായിക്കാമെങ്കിൽ സഹായിക്കാം, ഞങ്ങൾ ഇവിടെ ഇതിനകത്തൊരു സ്കൂൾ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ ഒരു സ്കൂൾ ഉണ്ടാക്കി അതിൻ്റെ പണികൾ ആരംഭിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് പൈസ ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ എനിക്ക് സൂചിപ്പിക്കുന്ന ഒരു കാര്യം, നമുക്ക് കിട്ടുന്നത്, അദ്ദേഹത്തിന് കിട്ടുന്നതിന്റെ ജീവിതത്തിൽ ലാഭമായി കിട്ടുന്നതിന്റെ അദ്ദേഹത്തിന്റെ കുടുംബം കഴിയാനുള്ളത് മാറ്റി വെച്ചിട്ട് മുഴുവൻ സാമൂഹ്യ പ്രവർത്തനത്തിന്, അതല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ആളാണ് രമേശ് സാർ എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അത് പറയുന്നത്. അങ്ങനെ തന്നെ ധരിക്കണം, അത് തന്നെയാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ചെലവിനുള്ളത് മാത്രമാണ് അദ്ദേഹം മാറ്റാറുള്ളത്. ഇടയ്ക്ക് അച്ഛൻ സൂചിപ്പിച്ചല്ലോ, എത്രയോ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, നമ്മളുമായി യാതൊരു ബന്ധമില്ലാത്ത കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം അദ്ദേഹം ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഒരു ദളിത് പക്ഷത്ത് കുടുംബത്തിൽ ജനിച്ച ആളാണ്, അത് കർഷക തൊഴിലാളി കുടുംബത്തിൽ ജനിച്ച ആളാണ്. പക്ഷെ അദ്ദേഹം പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങളിൽ ബ്രാഹ്മണർ ഉൾപ്പെടെയുണ്ട്, ഈഴവരുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, എല്ലാ മതത്തിലുള്ള കുഞ്ഞുങ്ങളെയും അദ്ദേഹം സൗജന്യമായി പഠിപ്പിക്കുന്ന കൂടിയുണ്ട്. ആ നിലയിലാണ് TR ശശി സാർ ഞങ്ങളുടെ മുന്നിലേക്ക് മുന്നോട്ട് വെച്ചത്, എന്നെ സ്കൂൾ തുടങ്ങാൻ സഹായിക്കണമെന്ന്. ഒരു കാര്യം അദ്ദേഹം തന്നെ ഒപ്പം തന്നെ പറഞ്ഞു, ഇടപെട്ടിരിക്കും. എന്താ കൈയടിക്കാത്ത? ഇടപെട്ടിരിക്കും. രമേശ് സാർ ആ ചെങ്ങറയിൽ സ്കൂൾ ഉണ്ടാക്കാൻ രമേശ് സാർ ഇടപെട്ടിരിക്കും. അത് ശശി സാറിന് ഞങ്ങൾ കൊടുത്ത വാക്കാണ്, ചെങ്ങറ സമര നായകന് കൊടുത്ത വാക്കാണ്. വിദ്യാഭ്യാസ രംഗത്ത് അദ്ദേഹത്തിന്റെ ഒരു ഇടപെടൽ, വിദ്യാഭ്യാസ രംഗത്ത് അദ്ദേഹത്തിന്റെ ഇടപെടലിന്റെ മറ്റൊരു മുഖം കൂടിയാണ് ഇനി ചെങ്ങറയിൽ കാണാൻ പോകുന്നത് എന്ന് ഞാൻ സൂചിപ്പിച്ചത് മാത്രം. നമുക്ക് സ്വീകരണ പരിപാടി ആരംഭിക്കുന്നുണ്ട്. നമ്മൾ നിങ്ങളുടെ കയ്യിലുള്ളതെല്ലാം, ഈ ചില പള്ളിയിലെ അച്ഛന്മാരൊക്കെ പ്രസംഗിക്കുന്നത്, കോട്ടയിലൊക്കെ പോയി പ്രസംഗം കേട്ടാൽ കഴുത്തി കിടക്കുന്ന മാല ഊരി ചേച്ചിമാർ കൊണ്ടുവന്ന് ഡേസിലേക്ക് കൊടുക്കുന്നുണ്ട്. അത്ര തീവ്രമായ പ്രസംഗം, അവകാശം കൊണ്ട് നമ്മളെ പുളകി തരാക്കുമ്പോൾ നമ്മൾ കഴുത്തി കിടക്കുന്ന മാല ഊരിക്കൊണ്ടെന്ന് അവിടുത്തെ ബക്കറ്റ് കൊണ്ട് നിങ്ങൾ കഴുത്തി കിടക്കുന്ന മാല ഊരണ്ട, നിങ്ങളുടെ കമ്മൽ സ്വീകരണ സമ്മേളനം ആരംഭിക്കുകയാണ്. സ്വീകരണ സമ്മേളനം നമുക്ക് രണ്ട് പ്രധാനപ്പെട്ട
അല്ല അത് കഴിഞ്ഞു അത് നമ്മൾ ഓരോരുത്തരായി നിങ്ങൾ കഴിയുന്നത്ര ആളുകൾ മുന്നോട്ട് വന്ന് നിങ്ങൾ ആ സ്വീകരണത്തിൽ പങ്കാളികളാവണം. ഒപ്പം പ്രശാന്ത് സാർ അവസാനിച്ചിട്ട് പോകുന്നുള്ളൂ വിചാരിക്കുന്നു. സാറും കൂടി വേണം. സംഘടന ഉണ്ടാക്കുന്ന സമയത്ത് സാറിന് കൂടി സാന്നിധ്യം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥന. സാർ ഇടയ്ക്ക് പോകരുതെന്ന് സാറിനോട് അഭ്യർത്ഥന കൂടി മുന്നോട്ട് വയ്ക്കുന്നു. ഇപ്പോൾ ആ സ്വീകരണ സമ്മേളനത്തിന് മുമ്പായി പ്രിയപ്പെട്ട സമര പോരാട്ടങ്ങൾക്കെല്ലാം ഞങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് തന്നെ വലിയ കഷ്ടപ്പാട് സഹിച്ച് ഞങ്ങളുടെ ഒപ്പം നേതൃത്വം കൊടുക്കുന്ന, മുമ്പ് അച്ഛൻ സൂചിപ്പിച്ചല്ലോ, കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ സൈക്കിളിൽ ത്യാഗപൂർവ്വമായി യാത്ര നടത്തി. എന്തിനാ? സ്വന്തം കുഞ്ഞുങ്ങളുടെ കാര്യത്തിന് വേണ്ടിയല്ല കേട്ടോ, സ്വന്തം കുടുംബത്തിലേക്കൊന്നും കൊണ്ടുപോകാനല്ല. എയ്ഡഡ് മേഖലയിലെ നിയമനങ്ങൾ PSCക്ക് വിടുക എന്ന മുദ്രാവാക്യം രാജ്യത്തെ സവർണ സമ്പന്ന വിഭാഗങ്ങൾ കൈയടക്കി വെച്ചിരിക്കുന്ന 30,000-ഓളം ഉദ്യോഗങ്ങൾ എന്റെ സമൂഹത്തിൽ പഠിച്ചിട്ട് നിൽക്കുന്ന PhD-കാർക്ക്, MA-ക്കാർക്ക്, LLB-ക്കാർക്ക് നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു തീവ്ര സമരം സന്തോഷ് പാലത്തുംപാടനും ഷാജി കെ ആനാലിയും കാസർഗോഡ് നിന്ന് സഹന സൈക്കിൾ യാത്ര, ത്യാഗപൂർവമായ യാത്ര തിരുവനന്തപുരം വരെ ചവിട്ടി സൈക്കിൾ യാത്ര നടത്തി. അങ്ങനെ സമൂഹത്തിന് വേണ്ടി തീവ്ര പോരാട്ടങ്ങളിൽ നിൽക്കുന്ന ഈ സമരത്തിന്, അതായത് ഈ നമ്മുടെ വിദ്യാഭ്യാസ സമരത്തിന് നേതൃത്വം കൊടുത്ത പ്രിയപ്പെട്ട ഷാജി ആനാലി ഇപ്പോൾ അഭിവാദ്യം ചെയ്ത് സംസാരിക്കും. അതിനുശേഷം നമ്മുടെ സ്വീകരണ പരിപാടിയിലേക്ക് കടക്കും. ആദരണീയ അധ്യക്ഷൻ അജയ് ജാലാക്കേരി, വേദിയിൽ സന്നിധരായിരിക്കുന്ന ആദരണീയരായ വ്യക്തിത്വന്മാരെ, ഈ അനുമോദന സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന രക്ഷകർത്താക്കളെ, വിദ്യാർത്ഥികളെ, എനിക്ക് പരിചിതമാണെന്ന് ഒന്നരണ്ട് മുഖം കാണുന്നുണ്ട്. ഈ വന്നവരെ ഞാൻ ആദ്യം അഭിവാദ്യം ചെയ്യുകയാണ്. ഇവരുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നിങ്ങളിത്ര ജാഗ്രത കാണിക്കുന്നു എന്നുള്ളതിൽ ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളെ അഭിവാദ്യം ചെയ്യുന്നു, അഭിനന്ദനം അറിയിക്കുന്നു. എനിക്കൊരു ഭേദമുള്ളത്, എനിക്ക് നേരിട്ട് അറിയാവുന്ന 12 അധികം രക്ഷകർത്താക്കളുണ്ട് ഈ വിദ്യാഭ്യാസ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട്. 1-2 പേരെ മുഖമായി ഞാൻ കാണുന്നില്ല, അവരെ ആരും കാണുന്നില്ല എന്നുള്ളൊരു വസ്തുതയും അറിയിക്കുക. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു സാഹസിക യാത്ര എന്ന് വേണം പറയാൻ. നീണ്ട 11 ദിവസം കാസർഗോഡിൻ്റെ മണ്ഡലത്തിൽ നിന്ന് തിരുവനന്തപുരത്ത് വെങ്ങാനൂർ വരെ സൈക്കിൾ യാത്ര പുറപ്പെടും നടത്തി. ഈ വേദിയിലിരിക്കുന്ന, സദസ്സിലിരിക്കുന്ന ആളുകളെല്ലാം പട്ടികജാതിക്കാരാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, പട്ടികവർഗക്കാരാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ചിലർക്ക് എന്തൊരു ധാരണ ഉണ്ടാവും, ഞങ്ങൾ ഈ യാത്ര നടത്തിയത് വെറും പട്ടികജാതിക്കാർക്ക് വേണ്ടി മാത്രമാണെന്നുള്ളൊരു ധാരണ. ആ ധാരണ ഞാൻ തിരുത്താൻ വേണ്ടിയാണ് ഞാൻ 5 മിനിറ്റാണ് എനിക്ക് അനുവദിച്ചിരിക്കുന്ന സമയം അതിനുള്ളിൽ തന്നെ ഇരുന്നത്. കഴിഞ്ഞ 61 വർഷമായി ഈ കേരള സംസ്ഥാനത്ത് നടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു അഴിമതിയെ തുറന്നു കാണിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ യാത്ര കാസർഗോഡ് നിന്നും ആരംഭിച്ചത്. ഇതേ വിഷയം ഉന്നയിച്ചുകൊണ്ട് കഴിഞ്ഞ 2 വർഷക്കാലമായി നിരന്തരമായ സമര പോരാട്ടങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന AS4 എന്ന ഒരു സമര സംഘടനത്തിൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് ഈ യാത്ര ഞങ്ങൾ മുൻപോട്ട് വയ്ക്കുമ്പോൾ, ഈ സമര പരിപാടി ഞങ്ങൾ മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കുമ്പോൾ ഒരിക്കലും പട്ടികജാതിക്കാരന് വേണ്ടിയോ പട്ടികവർഗക്കാരന് വേണ്ടിയോ മാത്രമായിരുന്നില്ല എന്നുള്ള വസ്തുത തിരിച്ചറിയുക എന്നുള്ളതാണ് ഞാൻ ഈ സമയം നിങ്ങൾ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം എയ്ഡഡ് മേഖല എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കേരള സംസ്ഥാനത്തിൽ പ്രവർത്തിച്ചു വരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഏറിയ ഭാഗവും പ്രവർത്തിക്കുന്നത് എയ്ഡഡ് മേഖലയിലാണ്. ആ എയ്ഡഡ് മേഖലയിലെ ഉദ്യോഗം കൈവരിക്കണമെങ്കിൽ അവിടെ കോല കൊടുക്കണം. കുറഞ്ഞ പക്ഷം 40 ലക്ഷം മുതൽ 80 ലക്ഷം വരെയാണ് സ്കൂളുകളിലും കോളേജുകളിലും അധ്യാപകരായി സേവനം അനുഷ്ഠിക്കുവാൻ ജോലി വാങ്ങേണ്ട ഒരു സാഹചര്യം. എന്തുകൊണ്ടാണ് അങ്ങനത്തെ ഒരു സാഹചര്യം കേരള സംസ്ഥാനത്തിൽ, നവോത്ഥാന കേരളത്തിൽ ഇന്നും നിലനിന്ന് പോകുന്നു എന്നുള്ള ഒരു വസ്തുത തുറന്നു കാണിക്കുകയാണ് ഞങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യം. മറ്റൊന്നുമല്ല, ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നത് സംഘടിതരായിട്ടുള്ള മാനേജ്മെന്റുകളാണ്. അവർക്ക് നേട്ടമുണ്ടാക്കുക എന്നുള്ളതാണ് 1957-58 ജോസഫ് മുണ്ടശ്ശേരി മാഷ് കൊണ്ടുവന്ന വിദ്യാഭ്യാസ ബില്ലിനെ ഘടകം വിരുദ്ധമായി അതിനെ അട്ടിമറിച്ചുകൊണ്ട്
ശേഷം വന്ന ഗവൺമെന്റ് നടപ്പിലാക്കിയ ഒരു താൽക്കാലിക അമെൻമെന്റ്, താൽക്കാലിക നിയമത്തിന്റെ മറവിൽ കഴിഞ്ഞ 61 വർഷമായി ഈ മേഖലയിൽ ചൂഷണം നടത്തുന്നു എന്നുള്ള കാര്യം. ഈ മേഖലയിൽ ചൂഷണം നടക്കുന്ന ആർക്കെതിരെയാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഒരു വലുപ്പത്തെ അല്ലെങ്കിൽ ഇതിന്റെ ഒരു വികാരത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ രാജ്യത്ത് പഠിച്ചു വരുന്ന അഭ്യസ്തവിദ്യരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കണമെങ്കിൽ കോഴ കൊടുക്കേണ്ട സാഹചര്യം, അവിടെ ശമ്പളം കൊടുക്കുന്നത് നമ്മുടെയൊക്കെ നികുതിപ്പണത്തിൽ നിന്നും സമ്പന്നമാകുന്ന ഖജനാവിൽ നിന്നാണ്. എന്നാൽ നിയമനം നടത്തുന്നതിൽ PSCക്കോ അല്ലെങ്കിൽ സർക്കാരിനോ യാതൊരു വിധമായ അധികാരവുമില്ല. അധികാരം നൽകിയിരിക്കുന്നത് 7 മേഖലയിലെ മുതലാളിമാർക്കാണ്. അതിനെതിരെയാണ് ഞങ്ങൾ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പഠിച്ചു വരുന്ന ഉദ്യോഗാർത്ഥികളെ ഉദ്യോഗം ലഭിക്കുവാൻ വേണ്ടി കോഴ കൊടുക്കേണ്ട സാഹചര്യം അത് ഏത് വിഭാഗത്തിൽപ്പെട്ടവരായാലും, ഇങ്ങനെ ജാതി ശൃംഖലയിൽ ബ്രാഹ്മണർ മുതൽ താഴെ പട്ടികവർഗക്കാരെ വരെ നോക്കിയാൽ അവിടെയുള്ള സാധാരണക്കാരെ 40 ലക്ഷം കൊടുത്ത് ഉദ്യോഗം വാങ്ങാൻ ശേഷിയില്ലാത്ത എല്ലാ വിഭാഗം ആളുകൾക്കും വേണ്ടിയാണ് AS4 ഈ തരത്തിൽ 2 വർഷക്കാലമായി ഈ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പോരാട്ടത്തിന് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ രക്ഷകർത്താക്കളുടെയും വിദ്യാർത്ഥികളുടെയും പിന്തുണയുണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അവസരത്തിന് നന്ദി, നമസ്കാരം. ഇത് ഇന്നത്തെ മലയാള മനോരമ ദിനപത്രമാണ്. എൻ്റെ കയ്യിൽ ഇന്നിറങ്ങിയ പത്രമാണ്. ഇന്ന് രാവിലെ കണ്ടല്ലോ. ഇന്നത്തെ മലയാള മനോരമ ദിനപത്രമാണ്. ഈ ദിനപത്രത്തിൻ്റെ 5-ാം പേജിൽ, ദിനപത്രത്തിൻ്റെ 5-ാം പേജിൽ നമ്മുടെ ആരാധ്യരായ അഡ്വക്കേറ്റ് സജി ചെരുവിൻ്റെയും രമേശ് സാറിൻ്റെയും പടമുണ്ട്. ആ വാർത്തയുണ്ട്. അതിന് താഴെ ഒരു ഭാര്യ ഭർത്താവ് നിൽക്കുന്ന പടമുണ്ട്. അവരുടെ ഒരു ഇംഗ്ലീഷിലുള്ളൊരു മെസ്സേജുണ്ട്. ഇത് അവർ ആന്ധ്രയിൽ നിന്ന് കൊടുത്ത പരസ്യമാണ്. ആന്ധ്രയിലെ മൈത്രി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, രത്നമ്മ കോളേജ് ഓഫ് നഴ്സിംഗ്, സഹായ കോളേജ് ഓഫ് നഴ്സിംഗിൻ്റെയും മാനേജ്മെൻറ്റ് ഡോക്ടർ മൈഥിലി, അവരുടെ ഭർത്താവ് രമണബാബു സാറിൻ്റെയും അവരുടെ 2 പേരും ചേർന്ന് തയ്യാറാക്കി ഇന്ന് ആന്ധ്രയിൽ നിന്ന് കൊടുത്തിരിക്കുന്ന പരസ്യമാണ്. ഈ സമ്മേളനത്തെയും അതുപോലെ തന്നെ അതിനകത്ത് എഴുതിയിരിക്കുന്നത് അന്യസംസ്ഥാനങ്ങളിൽ പഠിക്കുന്ന പട്ടികജാതി വിദ്യാർത്ഥികളുടെ നിർത്തലാക്കിയ സ്കോളർഷിപ്പ് രാഷ്ട്രീയ നിയമ പോരാട്ടങ്ങളിലൂടെ തിരികെ വാങ്ങിയ അഡ്വക്കേറ്റ് സജി ചെരുവിനെയും രമേശിനെയും ടീമിനെയും, ഞാനുണ്ട് ടീമിനെയും അഭിനന്ദനങ്ങൾ എന്ന് മലയാളത്തിൽ അടിച്ചിട്ടുണ്ട്. തൊട്ടുപുറത്ത് ഇംഗ്ലീഷിലും അത് തന്നെ അടിച്ചിട്ടുണ്ട്. നിങ്ങളിത് നോക്കണം. അവിടെ മൈത്രി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് നമുക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട്, നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നടത്തിയ പരസ്യമാണ് ഇന്നത്തെ മലയാള മനോരമയുടെ 5-ാം പേജ്. നമുക്ക് ഈ സ്വീകരണ സമ്മേളനത്തിൽ നടക്കാം. നമ്മുടെ പ്രിയപ്പെട്ട 2 നേതാക്കന്മാരെയും 2 നമ്മുടെ മനുഷ്യ സ്നേഹികളെയും, അങ്ങനെ പറയുന്നതായിരിക്കും നല്ലത് ഇല്ലേ, നേതാക്കന്മാർക്കുന്നതിന് അപ്പുറത്തേക്ക് 2 മനുഷ്യ സ്നേഹികളെയും സ്വീകരണം ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. കസേര പുറകോട്ട് ഇറക്കിയിട്ടാൽ നമുക്ക് അവർക്ക് നിൽക്കാവുന്ന സൗകര്യങ്ങളുണ്ട്. ഓരോരുത്തരായി കടന്നുവന്ന് സ്വീകരണം നൽകണം. ഞാൻ 1-2 ആളുകളുടെ പേര് വിളിക്കും. കാരണം അവര് കുറെ ദിവസങ്ങളായി ഇങ്ങനെ നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണ് എന്ന് ചോദിച്ചുകൊണ്ട് ഞാനൊന്ന് അഭിവാദ്യം ചെയ്യണം, എനിക്കൊന്ന് അഭിവാദ്യം ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ചില ആളുകളുണ്ട്. ആന്ധ്രയിൽ തന്നെ മുണ്ടൂർ കോളേജിൽ അഡ്മിഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സാർ ടോണി കുര്യൻ, ബഹുമാനായ അദ്ദേഹം ആന്ധ്രയിൽ തന്നെ അഡ്മിഷൻ നടത്തുന്ന പ്രിയപ്പെട്ട ടോണി കുര്യനുണ്ട്. അദ്ദേഹം 2 പേർക്ക് മൊമെന്റോ നൽകി ആദരിക്കുന്നതിനായി അദ്ദേഹത്തെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. തിരുവല്ലയുള്ള സ്ഥാപനമാണ് അദ്ദേഹത്തിൻ്റെ. ആളുകൾ വേറെ സ്ഥലം കൂടെ ഉണ്ട്. കുട്ടിയുടെ പേരുണ്ട്. നമ്മുടെ പത്മാവതി കോളേജിലെ പേരന്റുണ്ട്. അതുപോലെ തന്നെ അഡ്മിഷൻ നടത്തുന്ന നമ്മുടെ ടോണി കുര്യനുണ്ട്. 2 പേരെയും മമത നൽകി ആദ്യം ടോണി കുര്യൻ സജി ചേർന്ന് മമത നൽകി
ആദരിക്കുന്നു. അതിന് സജി ചേർന്ന് കയ്യടി ശക്തി കൊണ്ടോ പ്രിയപ്പെട്ട രമേശ് സാറിന് പ്രതിക്രിയൻ ബഹുമാനം നൽകി ആദരിക്കുന്നു. പല ആളുകളും സ്വീകരണത്തിനായി എത്തിയിട്ടുണ്ട്, നോട്ടുമാലകൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഞാൻ ആരും പേര് വിളിക്കുന്നില്ല, ഓരോരുത്തർ കടന്നു വരണം. പക്ഷെ എന്നോട് എനിക്കൊരാൾക്ക് മാലയിട്ട് കെട്ടിപ്പിടിക്കണമെന്ന് ആവശ്യപ്പെട്ട ഒരാളുണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ പ്രിയപ്പെട്ട അച്ഛൻ രമേശ് സാറിന് മാലയിട്ട് കെട്ടിപ്പിടിക്കണം, ആലിംഗനം ചെയ്യണം. പ്രിയപ്പെട്ട രമേശ് സാറിന് മാലയിട്ട് ആലിംഗനം ചെയ്യുന്നതിനായി നമ്മുടെ അച്ഛനെ ക്ഷണിക്കുന്നു. ചാലക്കുടിയിൽ നിന്നുള്ള സുരേഷ് എം എ ചാലക്കുടിയിൽ നിന്നുള്ള സുരേഷ് എം എ നമ്മളെ പ്രിയപ്പെട്ട അറേഞ്ച് ചെയ്ത് നിന്നാൽ അത് കാഴ്ചക്ക് ഒരു ഭംഗിയാണ്. നിങ്ങൾ അങ്ങനെ മാറിക്കും സുരേഷ് എം എ ചാലക്കുടി പ്രസാദേവി കോട്ടയം, ജോസഫ് കെ ജെ ഇടുക്കി, ശോഭാനന്ദൻ തിരുവനന്തപുരം, പ്രകാശ് കവിയൂർ പ്രകാശ്, മേരി ബഷി ഇരട്ടുപേട്ട. രണ്ടുപേർക്ക് മാറി രണ്ടുപേർക്കൂടെ നമ്മുടെ കൊല്ലത്തുനിന്നുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ, ഞങ്ങളോടൊപ്പം എല്ലാ പോരാട്ടങ്ങൾക്കും നമ്മുടെ മുൻനിരയിലുണ്ടായിരുന്ന പ്രിയപ്പെട്ട ലാൻസർ, അതുപോലെ സജി ചേർന്ന് നമ്മുടെ ഓമനക്കുട്ടൻ പള്ളിപ്പാട് രമേശ് സാറിനെയും ഒക്കെ കൊടുത്ത് ആദരിക്കുന്നു. വിനോയ് കോട്ടയം, അദ്ദേഹം ഒരു ചെറിയ നോട്ടുമാനം പേരെന്താണ്? നമ്മുടെ ചടങ്ങുകളുടെ പരിപാടി അവിടെ അവസാനിപ്പിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് ആദരം കൊടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പിന്നീടാണെങ്കിലും നിങ്ങൾ നൽകിയാൽ കൊണ്ടുവന്നാൽ മതി, എപ്പോൾ വേണമെങ്കിലും കൊണ്ടുവന്നാൽ മതി. ഈ ചില ആളുകളുണ്ട് തയ്യാറാക്കുന്നുണ്ട്, അവരൊക്കെ കൊണ്ടുവന്നാൽ മതി. അതിന് സമയമുണ്ട്, ഇന്ന് കഴിഞ്ഞാലും സമയമുണ്ട്. ആദരിക്കുന്നതിന് ഇപ്പോൾ അങ്ങനെയൊന്നും വേണമെന്നില്ലല്ലോ. ഇത്രയും പേരുടെ മുന്നിൽ ആളുകൾ ഗുണം എന്നത് മാത്രമാണ്. ഈ സ്വീകരണത്തിന്, സ്നേഹത്തിന്, നിങ്ങൾ നൽകിയ സ്നേഹത്തിന്റെ പിന്തുണയ്ക്ക്, നിങ്ങളിപ്പോൾ നൽകാൻ പോകുന്ന സംഘടനാപരമായ പിന്തുണയ്ക്ക് എല്ലാത്തിലും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഞങ്ങൾക്കൊക്കെ ഞങ്ങൾക്ക് ബിസിനസ്സൊക്കെ നടത്തി പൊട്ടി പാളിഷായി 10-24 ലക്ഷം രൂപ കടത്തിലൊക്കെ കയറി ആ പണം വീടും പറമ്പൊക്കെ സർക്കാർ ബാങ്കുകാർ കൊണ്ടുപോയി ഗതികെട്ട് നിൽക്കുന്ന സമയത്താണ് രമേശ് സാറ് വന്ന് പറയുന്നത്. അതൊക്കെ സജി ചേർവൻ ഒരു ദിവസം ഞങ്ങളുള്ള യാത്രക്കിടയിൽ പറഞ്ഞു, ഇങ്ങനെയൊരു സാധനമുണ്ട്, അദ്ദേഹത്തിൻ്റെ കൂടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നിന്നാൽ അത്യാവശ്യം ജീവിതം മെച്ചപ്പെടുത്താമെന്ന് പറഞ്ഞു. രണ്ടും കൽപ്പിച്ച് അദ്ദേഹത്തിനോട് നിന്നാണ് അന്ന് തുടങ്ങിയ നിൽപ്പ് ഇപ്പോഴും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നുണ്ട്. പല ആളുകളും അദ്ദേഹത്തെ ഉപേക്ഷിച്ചു പോയിട്ടും ഞങ്ങൾ ചില ആളുകൾ കുതുകാലിട്ട്, കോട്ടയത്തിന്റെ മണ്ണിൽ പോലും ചില ആളുകൾ അദ്ദേഹത്തെ കുതുകാലിട്ട് വീഴ്ത്താൻ ശ്രമിച്ചപ്പോഴും ആ വീഴ്ചയിലൊക്കെ വീഴാതെ അദ്ദേഹത്തെ താങ്ങി നിർത്തി കൂടെ നിൽക്കാൻ ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് കഴിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളെപ്പോലെ പല ആളുകൾക്കും ജീവിതം എന്താണ് എന്ന രീതിയിലേക്ക് ഒന്നും കൈപിടിപ്പിച്ചു വരാൻ ഞങ്ങളുടെ എല്ലാം മുന്നേ നടക്കുന്ന പ്രിയപ്പെട്ട രമേശ് സാർ ഈ സ്വീകരണ സമ്മേളനത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നു. എല്ലാവരും കരഘോഷത്തോടെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. പ്രിയപ്പെട്ട രമേശ് സാർ സംസാരിക്കും. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ അജി എം ചാലക്കേരി, മുഖ്യ പ്രഭാഷണം നടത്തിയ രമേശ് സാറ്, പ്രിയങ്കരനായ അഡ്വക്കേറ്റ് സജി കെ ചേരമൻ, ചെങ്കറ സമരഭൂമിയുടെ നായകൻ
KS ശശി, എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള സന്തോഷ് പാലത്തുമ്പോട്, ഷാജി ആനാരി, ആ മേഡത്തിന്റെ പേരറിയില്ല, പ്രീത, ഇവിടെ വന്നിട്ടുള്ള രക്ഷകർത്താക്കള്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ നമസ്കാരം തിരിച്ച് ഞാൻ ഒത്തിരി കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഒന്ന് രണ്ട് ചെറിയ കൊച്ചു കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാൻ. എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്, നന്നായിട്ട് അറിയാം. ദൂരെ കോഴിക്കോട് നിന്ന് ഒരാൾക്കൂടെ വന്നിട്ടുണ്ട്, പാലക്കാട് നിന്ന്. അപ്പൊ അതുകൊണ്ട് ഒരുപാട് സമയം കളയുന്നില്ല. 2016 തൊട്ട് 2016-17 തൊട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സ്കോളർഷിപ്പ് എന്ന് പറയുന്ന സ്കോളർഷിപ്പിനെ കുറിച്ച് ശരിക്കും പഠിക്കുകയും അത് ഇവിടുത്തെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് മേടിച്ചു കൊടുക്കാൻ അന്ന് മുതൽ ഇന്നുവരെയും അശ്രാന്ത പരിശ്രമം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇത് നിലനിൽക്കുന്നുണ്ടായിരുന്നു ഇവിടെ. പക്ഷേ അർഹതപ്പെട്ട ഒരാളുടെ അടുത്തും ആരും തന്നെ ഇത് പറഞ്ഞു കൊടുത്തിട്ടില്ല. വളരെ വൈകി ഞങ്ങളിത് മനസ്സിലാക്കുകയും പഠിക്കുകയും ഇത് മേടിച്ചു കൊടുക്കുകയും ചെയ്തു. പക്ഷെ 2 വർഷം കഴിഞ്ഞ് 2ാമത്തെ വർഷമായപ്പോൾ തന്നെ ഇതെങ്ങനെ ഇല്ലാതാക്കാൻ പറ്റും എന്ന് ആ ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുന്ന വ്യക്തികൾ തന്നെ ഗവേഷണം നടത്താൻ തുടങ്ങി. അതിന്റെ തുടക്കം പാലക്കാട് ജില്ലാ പട്ടികജാതി വികസന ഓഫീസറായിരുന്ന സജീവൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ് അതിന് തുടക്കം കുറിക്കുന്നത്. അദ്ദേഹം അവിടുന്ന് പോയി ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് തിരുവനന്തപുരത്ത് നിയമിതനായി കഴിഞ്ഞപ്പോൾ 2ാമത്തെ പണി നമ്മുടെ കുട്ടികൾക്ക് വന്നു. സ്കോളർഷിപ്പ് നിർത്തലാക്കിയിട്ടില്ല, എന്നാൽ ഇന്ത്യയിൽ ഒരാൾക്ക് പോലും കിട്ടാത്ത ഒരു പോയിന്റ് അതിനകത്ത് തിരികെ. 2018 ഒരു റിവൈസ്ഡ് ഗൈഡ് ലൈൻസ് എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിന്റെ സാമൂഹ്യനീതി വകുപ്പിന്റെ ഒരു ഉത്തരവ്. ആ ഉത്തരവില് 10ാമത്തെ പേജിൽ ഇടയ്ക്ക് ഒരു വരി ചേർത്തിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നതിനകത്ത്? കുട്ടികൾക്ക്, സംസ്ഥാനത്തിന് വെളിയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നതാണ്. എന്നാൽ those who get admission through spot admission and management quota will not avail this. ഒറ്റ പോയിന്റ് മതി. ഇന്ത്യയിൽ ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുട്ടിക്കും സ്കോളർഷിപ്പ് എടുക്കത്തില്ല. കഴിഞ്ഞ ആഴ്ച ഞാൻ ഒറീസയിലെ ഭുവനേശ്വറില് ഇതിന്റെ കമ്മീഷണറുമായിട്ട് പോയി സംസാരിച്ചു. അവിടുത്തെ കുട്ടികൾ കിട്ടുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അവിടെ ഇല്ല, കൊടുക്കുന്നില്ല. ഈ ഒരൊറ്റ പോയിന്റാണ്. അപ്പൊ എനിക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ട രക്ഷകർത്താക്കളോട് അധികം സംസാരിച്ച് വിഷമിപ്പിക്കുന്നില്ല. നിങ്ങളുടെ കുട്ടികളെ ഈ നഴ്സിംഗും അതുപോലെ തന്നെ മറ്റ് പ്രൊഫഷണൽ കോഴ്സ് പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഇംഗ്ലീഷിന് ഒരല്പം പ്രാധാന്യം കൊടുത്തു. ഇംഗ്ലീഷ് പഠിക്കാനും അത് കേട്ടാൽ അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ മനസ്സിലാക്കിയെടുക്കാനും കഴിയണം. ആ ഒരു കഴിവ് നിങ്ങളുടെ കുട്ടികൾക്ക് ഞങ്ങൾ 4 കോളേജിലും ഞാൻ സ്പെഷ്യൽ അധ്യാപകരെ നിയമിച്ചിട്ടുണ്ട്. അവര് സ്പെഷ്യൽ കോച്ചിങ് കൊടുക്കുന്നുണ്ട് ഇംഗ്ലീഷിൽ. അത് മനസ്സിലായോ? വീട്ടിൽ വരുമ്പോഴും ആ ഒരു പ്രാധാന്യം കൊടുക്കണമെന്ന് പറയാൻ കാര്യം, കഴിഞ്ഞ അക്കാഡമിക് ഇയറിൽ ഒരു 14ഓളം വിദ്യാർത്ഥികൾക്ക് പട്ടികജാതിയിൽ നിന്നും കൺവേർട്ട് ചെയ്തിട്ടുള്ള കുട്ടികൾ, അവർക്ക് ഈ സ്കോളർഷിപ്പ് കിട്ടത്തില്ല. പക്ഷേ കിട്ടാനുള്ള അർഹതയുണ്ട്. അതിനുവേണ്ടി ആരും ചോദിച്ചു മുന്നോട്ട് വന്നിട്ടില്ല. അത് തന്നെയാണ് അവർ വിദ്യാഭ്യാസ ലോൺ എടുക്കാൻ അപേക്ഷ കൊടുത്തു കഴിഞ്ഞപ്പോ ഈ കോട്ടയം ടൗണില് ഞാനും മറ്റൊക്കെ സജി കെ ശേരപ്പതി അജി ചാലക്കേരി ഞങ്ങളവിടെ ചെന്നു. അപ്പോൾ ബാങ്കിന്റെ മാനേജർ പറയുന്നത് പുറത്ത് പഠിക്കുന്ന കുട്ടിക്ക് വിദ്യാഭ്യാസ ലോൺ കൊടുക്കാൻ പറ്റത്തില്ല. ഈ കുട്ടി എൻട്രൻസ് പരീക്ഷയിലൂടെയല്ല അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു,
എവിടെയാണ് എൻട്രൻസ് പരീക്ഷ എഴുതണമെന്ന് പറയുന്നത്? അത് നിങ്ങൾക്ക് അറിയത്തില്ലേ? 2019 ഒരു ഗൈഡ് ലൈൻ ഉണ്ട്. RBIയുടെ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗൈഡ് ലൈൻ ഉണ്ട്. ആ ഗൈഡ് ലൈനിൽ പറയുന്നുണ്ട് എൻട്രൻസ് പരീക്ഷ എഴുതാത്തവർക്ക് ലോൺ കൊടുക്കാൻ പാടില്ല എന്ന്. ഞാൻ സാർ അതൊന്ന് എടുത്ത് ആ സൈറ്റ് ഒന്ന് ഓപ്പൺ ചെയ്തേ. സൈറ്റ് ഓപ്പൺ ചെയ്തു. എന്നിട്ട് സാറിന് വായിക്കുന്നത് 3 പേജാണ്, 3 പാരഗ്രാഫാണ്. അല്ലാതെ ആദ്യത്തെ പാരഗ്രാഫിൽ എഴുതിയിരിക്കുന്ന ഇംഗ്ലീഷ് വാക്ക് ഞാനത് ആവർത്തിക്കുകയാണ്. ഓൾ ബാങ്ക്സ് ഗ്രാന്റ് എഡ്യൂക്കേഷൻ ലോൺ ടു ഓൾ മെറിറ്റോറിയസ് സ്റ്റുഡൻസ്. മെറിറ്റോറിയസ് ആയിട്ടുള്ള എല്ലാ കുട്ടികൾക്കും എല്ലാ ബാങ്കും വിദ്യാഭ്യാസ ലോൺ അനുവദിക്കണം. Meritorious is a relative term. It means if the student has qualified for the entrance examination. അതിനകത്ത് എടുത്തിരിക്കുന്ന ഒരു വാചകം meritorious is a relative term. It means that the student should be qualified for the entrance examination. എന്നിട്ട് ആ അവസാനത്തെ വരി വായിച്ചിട്ട് മാനേജർ എനിക്ക് അതെടുത്ത് കാണിച്ചു തന്നു. അതായത് കണ്ടോ, ഫോർ ദി എൻട്രൻസ് എക്സാമിനേഷൻ എഴുതിയിരിക്കണം. ഞാൻ ചോദിച്ചു, സാറിന് ഇംഗ്ലീഷ് അറിയാമോ? മാനേജറായിട്ട് നിങ്ങൾ ഈ കസേരയിൽ ഇരിക്കുമ്പോഴത്തേക്ക് ഇംഗ്ലീഷ് പഠിച്ചിട്ടിരിക്കണം. ഷുഡ് ബി ക്വാളിഫൈഡ് ഫോർ ദ എൻട്രൻസ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എൻട്രൻസ് പരീക്ഷ എഴുതാനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം എന്നാണ്. അല്ലാതെ എൻട്രൻസ് പരീക്ഷ എഴുതണം എന്നല്ല. നിങ്ങൾ ആദ്യം ഇംഗ്ലീഷ് പഠിച്ചിട്ട് വേണം ഈ കസേരയിൽ ഇരിക്കാൻ. അപ്പോൾ നമ്മുടെ വക്കീൽ ചോദിച്ചു, എന്തോ പറയുന്നു സാറേ? വക്കാലത്ത് ഒപ്പിടിക്കാനാണ് കൊച്ചിനെ കൊണ്ട്. സാറിന്റെ പേര് കേസെടുക്കാൻ പോവാണ്. ഇപ്പൊ തന്നെ ഹൈക്കോടതി കൊടുക്കും. സാർ എന്ത് പറയുന്നു? അപ്പൊ തന്നെ വക്കീലിനോട് വന്ന് ഒന്നും പേടിക്കണം, 3 ദിവസത്തിനുള്ളിൽ ഞാൻ ലോൺ തന്നേക്കാൻ പറയും. ഈ കോട്ടയം ടൗണിൽ ശരിയാണോ? ആ രക്ഷകർത്താക്കൾ ആരും ഉണ്ടോ ഇവിടെ? പാമ്പാടി രാജീവിത്തിക്കുണ്ടോ ഇവിടെ? അപ്പോ പാമ്പാടി ഇവിടെ ഉണ്ടായത് ഞാൻ പറഞ്ഞുകൊണ്ട് പോകുന്നത്, നിങ്ങളുടെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് പ്രാവീണ്യം വർദ്ധിപ്പിക്കാനുള്ള നടപടി രക്ഷകർത്താക്കൾ എടുക്കണം. ഞങ്ങളും വക്കീലും കൂടി സാമൂഹ്യനീതി വകുപ്പിന്റെ 11ാമത്തെ പേജിന്റെ ഇവര് മനഃപൂർവ്വം എഴുതി ചേർത്ത 2 വരികൾ, ആ വരിയിലെ പൂർണ്ണാർത്ഥം പൂർണ്ണമായിട്ടും മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത് ഈ വർഗത്തിന് മൊത്തം പാരയായി എഴുതിയിരിക്കുന്ന വരിയാണ്. അവിടെയാണ് ഞങ്ങളുടെ പോരാട്ടം ആരംഭിക്കുന്നത്. മനസ്സിലായോ? ആ പോരാട്ടത്തിൽ വിജയിക്കും തന്നെ ഉണ്ടായിരുന്നു, വിജയിക്കുകയും ചെയ്തു. ഓക്കെ, ഇനിവേ എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്. ചാലാക്കേരിയും പ്രശാന്ത് സാറും എല്ലാവരും സംസാരിച്ച അതനുസരിച്ച് ഇനി അടുത്ത വർഷം വേണമെങ്കിൽ ഇവരെന്തെങ്കിലും നമ്മുടെ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാം. അടുത്തൊരു ഓഫീസർ വിചാരിച്ചാൽ അവരുടെ ഉത്തരവിൽ എന്തെങ്കിലും ഒന്ന് എഴുതി ചേർക്കാം. മനസ്സിലായല്ലോ? ഞാനും വക്കീലും ചാലാക്കേരിയും കേരള അവിടെ ചെന്നു, തിരുവനന്തപുരത്ത് ചെന്നു, ഡയറക്ടറേറ്റിൽ ചെന്നു. IAS കാരിയാണ് ഡയറക്ടർ. അവരോട് ഞങ്ങൾ ചോദിച്ച ചോദ്യം എന്താണ്? മാഡം, നിങ്ങൾ പറയുന്ന മെറിറ്റ് അടിസ്ഥാനത്തിൽ അഡ്മിഷൻ കിട്ടിയെങ്കിൽ മാത്രമേ ഈ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് നിങ്ങൾ സ്കോളർഷിപ്പ് കൊടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോ IAS കാരിയാണ് ഇംഗ്ലീഷിൽ മാത്രമേ ഇങ്ങോട്ട് സംസാരിക്കത്തുള്ളൂ. എന്നിട്ട് അവരോട് അങ്ങോട്ട് ചോദിച്ചു, വാട്ട് ആർ ദ സ്റ്റെപ്സ് ദാറ്റ് യു ആർ ഡൂയിങ് ടു ഓവർകം ദിസ് ക്രൈസിസ്? ഈ ക്രൈസിസിനെ മാറ്റാൻ നിങ്ങൾ എന്തൊക്കെയാണ്, ഈ പ്രതിബദ്ധത്തിനെ മാറ്റാൻ നിങ്ങൾ വെദർ യു ആർ കണ്ടക്ടിംഗ് എനി എക്സാമിനേഷൻ ഡിപ്പാർട്ട്മെന്റ് ലെവൽ, സ്റ്റേറ്റ് ലെവൽ ഓർ നാഷണൽ ലെവൽ, നിങ്ങൾ ഒരു പരീക്ഷ നടത്തുന്നുണ്ടോ? ദേശീയ തലത്തിൽ പരീക്ഷ നടത്തുന്നുണ്ടോ? സംസ്ഥാന തലത്തിൽ പരീക്ഷ നടത്തുന്നുണ്ടോ? അല്ല ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ പരീക്ഷ നടത്തുന്നുണ്ടോ? അപ്പൊ ഇല്ലാത്തൊരു പരീക്ഷ എഴുതിയെങ്കിൽ മാത്രമേ പട്ടികജാതിക്കാരന് സ്കോളർഷിപ്പ് കൊടുക്കൂ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ നിയമവിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമാണ് നിങ്ങൾ സംസാരിക്കുന്നത്. നിങ്ങളുടെ പേരുള്ള കേസ്, ആ കേസാണിപ്പോൾ നടത്തി വിജയിച്ച് നിങ്ങളെയും എന്നെയും ഏൽപ്പിച്ചിരിക്കുന്നത് അഡ്വക്കേറ്റ് സജി കെ ചേരൻ. ഓക്കെ, എല്ലാവർക്കും അടുത്ത നടപടിയിലേക്ക് മാറാൻ ഈ വേദിയുടെ നികേതിൽ എല്ലാം സന്തോഷം അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഉദ്ദേശിച്ച സമയത്തേക്കാൾ മുമ്പ് തീരും, 17 മുമ്പ് തീരും. കാരണം ഇനി സംസാരിക്കാൻ ഒരാൾ മാത്രമേ ഉള്ളൂ. നമ്മളെല്ലാവരും കൂടി നൽകിയ ഈ സ്വീകരണത്തിന്, മനസ്സുകൊണ്ട് നൽകിയ ആദരവിന്, മാനവിക്ക് നൽകിയ ആദരവിന്, ഹൃദയം കൊണ്ട് നൽകിയ ആദരവിനെല്ലാം നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി
ഈ നിയമ പോരാട്ടങ്ങൾക്ക് ഒപ്പം രാഷ്ട്രീയ പോരാട്ടങ്ങൾക്ക് ഞങ്ങൾക്കൊപ്പം നേതൃത്വം കൊടുത്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് ആരോഗ്യപരമായ കാരണങ്ങളാൽ തകർന്നിരിക്കുമ്പോഴും നമ്മുടെ ജനതയുടെ കാര്യത്തിൽ ഉണർന്നിരിക്കുന്ന പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് സജി കെ ചേരവൻ സംസാരിക്കുന്നു. ഒപ്പം അദ്ദേഹം നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം നമ്മൾ ആദ്യം തീരുമാനിച്ചിട്ടുണ്ടല്ലോ, നമ്മുടെ ഉദ്ഘാടകർ തീരുമാനിച്ച് പറഞ്ഞ കല്ലറ പ്രശാന്ത് സാർ നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിച്ച ഒരു സംഘടനാ രൂപം നമ്മളെല്ലാവരും അംഗമായിക്കൊണ്ട് മെമ്പർമാരായിക്കൊണ്ട് നമ്മൾ ഇനിയുമുള്ള പേരൻസിനെ കൂടി അംഗമാക്കിക്കൊണ്ട് ഒരു സംഘടനയെ രൂപീകരിക്കുന്നു. ആ സംഘടനയുടെ പ്രഖ്യാപനം കൂടി നടത്തുന്നതിന് വേണ്ടി, സംഘടനയുടെ രൂപീകരണം നടത്തുന്നതിന് വേണ്ടി, നിങ്ങൾ നൽകിയ സ്വീകരണത്തിന് നന്ദി രേഖപ്പെടുന്നതിന് വേണ്ടിയും സംസാരത്തിന് വേണ്ടി ഏറെ പ്രിയപ്പെട്ട നമ്മൾ സജി ചേരനെ ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നു. സമ്മേളനത്തിന്റെ അധ്യക്ഷൻ എൻ്റെ ബഹുമാനിയത്ത് അജിയൻ ചാലക്കുടി, എന്നോടൊപ്പം ഈ സമ്മേളനത്തിൽ ആദരിക്കപ്പെട്ട ആദരണീയനായ ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത ആദരണീയരും ബഹുമാനിയുമായ നേതാക്കൾ, അതിലെല്ലാം ഉപരിയായി വളരെ ആവേശത്തോടെ സന്തോഷത്തോടെ ഈ സമ്മേളനത്തിൽ പ്രതീക്ഷയോടെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയമുള്ള സമുദായ മിത്രങ്ങൾ, രക്ഷകർത്താക്കൾ, തീർച്ചയായും ഞാനിവിടെ നിങ്ങളോട് നിങ്ങൾ നൽകിയ ആദരവിന് സ്വീകരണത്തിന് നന്ദി പറയുന്നു. ഈ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട വസ്തുതകൾ ഞാൻ നിങ്ങളോട് വിശദമായി പറയണമെന്നാണ് കരുതുന്നത്. അങ്ങനെ കരുതുന്നതിന് രണ്ടുണ്ട് കാരണം. ഒന്ന്, കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു വിവരം കിട്ടിയത് പാലക്കാട് ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ നിന്ന് നമ്മുടെ ഏതോ രക്ഷകർത്താവിനോട് അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥ പ്രമാണിമാർ പറഞ്ഞതായി മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മൾ നിയമത്തിന് സഹായകരമാകും എന്നാണ് ഞാൻ കരുതുന്നത്. ഒന്ന്, ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ 2 കേസുകളാണ് ഫയൽ ചെയ്തത്. ഒന്നാമത്തെ കേസ്, ഞാൻ ഈ ഹർജിക്കാരായ ഒരു വിദ്യാർത്ഥിയെയും ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. ഇവിടുത്തെ പുതിയ വിവര സാങ്കേതിക വിദ്യകളുടെയൊക്കെ പ്രയോജനം പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവരുടെ എല്ലാ പേരും അഡ്രസ്സും ഒക്കെ ഇവർക്ക് വാട്സപ്പ് ചെയ്ത് തരിക. ഞാനും എൻ്റെ ക്ലർക്കൂടെ കൂടി അവരുടെ ഒപ്പ് വരച്ചിട്ട് ആണ് വക്കാലത്ത് കൊടുക്കുന്നത്. കാവ്യദാസാണ് ആദ്യത്തെ ഹർജിക്കാരിയിലെ ആദ്യം നമ്മൾ കൊടുത്ത കേസിനകത്ത് ഹർജിക്കാരി. കാവ്യദാസിനോടൊപ്പം മറ്റു 11 കുട്ടികളും ഉണ്ടായിരുന്നു. അവരെല്ലാം 3ാം വർഷം BSc പഠിക്കുന്ന കുട്ടികളാണ്. 2018-19 മുമ്പ്, അതായത് 2017-18 പ്രവേശനം നേടിയ വിദ്യാർത്ഥികളുടെ കേസാണ് നമ്മൾ ആദ്യം ഹൈക്കോടതിയിൽ കൊടുത്തത്. ആ കേസ് കൊടുത്തപ്പോൾ അവിടെ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നിലപാട്, നമ്മളങ്ങനെ കേസ് കൊടുക്കാൻ ഒരു കാരണം ഉണ്ടായിരുന്നു. ഇതിന് കാരണം 2019 ഞാൻ അതിൻ്റെ രേഖകളെല്ലാം ഞാൻ സമാഹരിച്ചെന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ചില രേഖകൾ നിങ്ങളുടെ വിദ്യാർത്ഥികൾ ആവശ്യത്തിന് വേണ്ടിവരും എന്നുള്ളതുകൊണ്ട് തന്നെ ആ രേഖകളൊക്കെ നിങ്ങൾ ഇവിടെ നിന്ന് സമാഹരിക്കാൻ ശ്രമിക്കണം. ഒരു 16 പേജുള്ള രേഖയില്ലാതായിട്ട് വേണം നിങ്ങൾ തിരികെ പോകാൻ എന്നാണ് എൻ്റെ അഭ്യർത്ഥന. കാരണം നാളുകളിൽ നിങ്ങൾക്കത് സഹായകരമായിരിക്കും എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ഈ 2017-18 വിദ്യാർത്ഥികളുടെ ഈ സ്കോളർഷിപ്പിന് വേണ്ടിയുള്ള കേസ് കൊടുക്കാൻ ഞങ്ങളെ പ്രേരിപ്പിച്ച പ്രധാനപ്പെട്ട ഘടകം 7/5/2019 നമ്മുടെ സംസ്ഥാന സർക്കാർ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. ആ ഉത്തരവിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. ആ ഉത്തരവാണ് എൻ്റെ കൈവശമുള്ളത്. ഈ ഉത്തരവിൽ നമുക്കറിയാം, ഈ പ്രശ്നം രൂപപ്പെടുന്നത്, ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ പ്രശ്നം രൂപപ്പെടുന്നത് 2018 ഏപ്രിൽ മുതലാണ്. 2018 ഏപ്രിൽ മാസം മുതലാണ് നമ്മുടെ കുട്ടികൾക്ക് ലഭിച്ചു വന്നിരുന്ന സ്കോളർഷിപ്പ് തടയപ്പെടുന്ന, പിൻവലിക്കപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായി. കാരണം 2018 ഏപ്രിൽ മാസത്തിലാണ് കേന്ദ്ര സർക്കാർ ഒരു പുതുക്കിയ മാനദണ്ഡം, വളരെ വിശദമായ ഒരു പുതുക്കിയ മാനദണ്ഡം പ്രസിദ്ധീകരിക്കും. ഈ പുതുക്കിയ മാനദണ്ഡത്തിലുള്ളത് കേന്ദ്ര ഗവൺമെന്റിന് ഇറക്കിയ പുതുക്കിയ മാനദണ്ഡത്തിലുള്ളത് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു,
കേന്ദ്ര ഗവൺമെന്റ് വിശദീകരിച്ചു, പേയ്മെന്റ് ഓഫ് വൺ ടൈം ലംസം ഫീസ് ഫോർ ഫുൾ കോഴ്സ് ഇൻ ഗവൺമെന്റ് ആൻഡ് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഷാൽ നോട്ട് ബി എലിജിബിൾ. അടുത്ത വാക്കാണ് നമുക്ക് പ്രശ്നമുണ്ടാക്കിയത്. ഈ പുതുക്കിയ മാനദണ്ഡത്തിൽ പറഞ്ഞിരുന്നു, പേജ് നമ്പർ 10 പറഞ്ഞിരുന്നു, the fees claimed against the management quota seats, sport admission seat in any institution or university will not be reimbursed. ഇതാണ് കുഴപ്പം. നമ്മുടെ ബഹുമാനിയായ രമേശൻ സാറ് ഈ സാധനങ്ങൾ, ഈ രേഖകളെല്ലാം ശേഖരിച്ചതിന് 95% രേഖകളും ശേഖരിച്ച അദ്ദേഹമാണ്. ഇതാണ് കുഴപ്പം. ഇവിടെയാണ് പ്രശ്നമുള്ളത്. മാനേജ്മെന്റ് കോട്ടയിലോ സ്പോർട്ട് അഡ്മിഷനിലോ പ്രവേശനം നേടുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പിന് അർഹതയില്ല എന്ന നിലയിൽ 2018 ഏപ്രിൽ മാസത്തിൽ പുറപ്പെടുവിച്ച കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ പുതുക്കിയ മാനദണ്ഡം പ്രഖ്യാപിച്ചു. ഈ പുതുക്കിയ മാനദണ്ഡം ഇങ്ങനെ പറഞ്ഞപ്പോൾ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ്, നമുക്കറിയാം രാഷ്ട്രീയമായി എതിർക്കേണ്ട കാര്യമില്ല, വസ്തുതാപരമായി എതിർത്താൽ മതി. സംസ്ഥാന ഗവൺമെന്റ് എന്ത് ചെയ്തു? സംസ്ഥാന ഗവൺമെന്റ് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. ആ ഉത്തരവ് പുറപ്പെടുവിച്ച തീയതിയാണ് ഞാൻ നേരത്തെ നിങ്ങളോട് വിശദീകരിച്ചത്. 7/5/2019. 7/5/2019 സംസ്ഥാന ഗവൺമെന്റ് പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു, ഉത്തരവിൽ വിശദീകരിച്ചു, ഇറസ്പെക്റ്റീവ് ഓഫ് ദ നേച്ചർ ഓഫ് അഡ്മിഷൻ, ഞാൻ മലയാളത്തിൽ പറയാം, ഏത് നിലയിലാണ് പ്രവേശനം നേടി എന്നത് പരിഗണിക്കുക. എല്ലാ വിദ്യാർത്ഥികൾക്കും മാനേജ്മെന്റ് കോട്ടയിലായാലും സംസ്ഥാന ഗവൺമെന്റ് നമ്മളെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. സംസ്ഥാന ഗവൺമെന്റ് ചെയ്ത കാര്യം ചെയ്തില്ല എന്ന് പറയേണ്ട കാര്യമില്ല. പക്ഷേ സംസ്ഥാന ഗവൺമെന്റ് ഇങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചെങ്കിലും 9/12/2019, അതായത് 2019 ഡിസംബർ മാസം ഇടുക്കി ജില്ലയിൽ പരിശോധന നടത്തിയ AG's ഓഫീസ്, അക്കൗണ്ട് ജനറലിന്റെ ഓഫീസ് നടത്തിയ ഓഡിറ്റ് പരിശോധനയിൽ അവരൊരു ഒബ്ജക്ഷൻ റിപ്പോർട്ട് എഴുതി, അവരൊരു വിയോജനക്കുറിപ്പ് എഴുതി. ഓഡിറ്റ് AG ആ വിയോജനക്കുറിപ്പ് പ്രകാരം പറഞ്ഞു, ഈ വിയോജനക്കുറിപ്പിൽ AG പറഞ്ഞത് കേന്ദ്ര ഗവൺമെന്റ് പുറത്തിറക്കിയിരിക്കുന്ന മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമാണ്. മാനേജ്മെന്റ് കോട്ടയിൽ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്നത്, അതുകൊണ്ട് കൊടുക്കാൻ പാടില്ല എന്ന് AG ഒരു വിയോജനക്കുറിപ്പ് എഴുതി. 2019 ഡിസംബർ മാസം 9-ാം തീയതി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സംസ്ഥാന ഗവൺമെന്റ് നമ്മളെ സഹായിച്ചിരുന്നു നേരത്തെ. ഈ വിയോജനക്കുറിപ്പ് വന്നതോടുകൂടി സംസ്ഥാന ഗവൺമെന്റ് പിൻവാങ്ങി. അവര് എല്ലാ പട്ടികജാതി വികസന ഓഫീസുകൾക്കും നിർദ്ദേശം കൊടുത്തു, ഈ സ്കോളർഷിപ്പ് തൽക്കാലം കൊടുക്കേണ്ടതില്ലായിരുന്നു. പല മേഖലയിലുമുള്ള പട്ടികജാതി വികസന ഓഫീസുകളിൽ നിന്ന് നമ്മുടെ കുട്ടികൾക്കും രക്ഷകർത്താക്കളോടും പറഞ്ഞ് നിർത്തലാക്കി, ഈ സ്കോളർഷിപ്പ് ഇതാ നിർത്തലാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഈ പ്രശ്നമുണ്ടായത്? മെറിറ്റ് കോട്ടയിൽ പ്രവേശനം നേടുക അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾക്ക് BSc നഴ്സിംഗ് പോലുള്ള കോഴ്സുകൾക്ക് സാധ്യമല്ല. കാരണം മെറിറ്റ് കോട്ടയിൽ പ്രവേശനം നേടാൻ കേന്ദ്രീകൃതമായ എൻട്രൻസ് ഇല്ല, സംസ്ഥാന അടിസ്ഥാനത്തിലുള്ള എൻട്രൻസ് ഇല്ല. സ്വാഭാവികമായും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് മാനേജ്മെന്റ് കോട്ടയിലോ സ്പോർട്ട് അഡ്മിഷനിലോ മാത്രമോ ഇതുപോലുള്ള സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവേശനം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ മെറിറ്റ് കോട്ടയിൽ പ്രവേശനം നേടാനുള്ള സാധ്യതയില്ല എന്നിരിക്കെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കേണ്ട എന്ന് പറയുന്നത് അനീതിയാണ്, നീതികേടാണ് പ്രഥമ ദൃഷ്ടിയ എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ കാവ്യദാസ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ഒന്നാം ഹർജിക്കാരിയാക്കി ബാക്കി 11 ആളുകളെയും ഹർജിക്കാരാക്കിക്കൊണ്ട് ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു. ഈ കേസ് വന്നപ്പോൾ ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നിലപാടെന്താണെന്നറിയുമോ? സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നിലപാട്, ഈ കുട്ടികളെല്ലാം 2018 മുമ്പ് പ്രവേശനം നേടിയവരാണ്. കാരണം ഈ പുതുക്കിയ കേന്ദ്ര സർക്കാരിന്റെ മാനദണ്ഡം വന്നത് 2018 ഏപ്രിലാണ്. അതുകൊണ്ട് 2018 ഏപ്രിൽ മാസം മുമ്പ് പ്രവേശനം നേടിയ കുട്ടികൾക്കെല്ലാം ഞങ്ങൾ കൊടുക്കാം എന്ന നിലയിലേക്ക് അവർ നിലപാട് സ്വീകരിക്കുകയും കോടതി അങ്ങനെ വിധിക്കുകയും അന്ന് മൂന്നാം വർഷം പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും, തടഞ്ഞു വെക്കപ്പെട്ട മുഴുവൻ വിദ്യാർത്ഥികൾക്കും സ്കോളർഷിപ്പ് ലഭിക്കുന്നതിന് നില കൈവരിക്കുകയും ചെയ്തു. അപ്പോഴാണ് ഞങ്ങൾ ആലോചിച്ചത് ഇത് പോരല്ലോ. അപ്പോൾ രമേശൻ സാറുമായി ഞാൻ ചർച്ച ചെയ്തപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ കേസ് നമ്മുടെ മറ്റു കുട്ടികൾക്ക് കൂടി ഈ മാനദണ്ഡങ്ങൾ തന്നെ മാറ്റം വരുത്തുന്ന നിലയിൽ മറ്റു കുട്ടികൾക്ക് കൂടി ലഭിക്കാനുള്ള മാർഗം ഈ കേസ്, ഞാൻ പറഞ്ഞു, ഈ കേസുമായി നമ്മൾ ഇനിയും മുന്നോട്ട് പോയിട്ട് കാര്യമില്ല, നമുക്കൊരു പുതിയ കേസ് ഫയൽ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അരുണിമ എന്ന് പറയുന്ന പെൺകുട്ടിയെ ഒന്നാം ഹർജിക്കാരിയാക്കിക്കൊണ്ട് ബാക്കി 9 പേരെയും ഹർജിക്കാരാക്കിക്കൊണ്ട് നമ്മൾ വീണ്ടും ഒരു കേസ് കൂടെ കൊടുക്കുന്നത് ഹൈക്കോടതിയിൽ കൊടുത്തു. ആ ഹൈക്കോടതിയിൽ കൊടുത്ത കേസിനകത്ത് കൃത്യമായി ഞങ്ങളൊരു നിലപാട് സ്വീകരിച്ചു. ഞങ്ങൾ സ്വീകരിച്ച നിലപാട് മറ്റൊന്നുമല്ല,
കേന്ദ്ര സർക്കാരിൻ്റെ ഈ പുതുക്കിയ മാനദണ്ഡം 2018 പുതുക്കിയ മാനദണ്ഡം ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കണം, നിയമവിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കണം, ഈ മാനദണ്ഡം തന്നെ ശരിയല്ല എന്ന് കോടതി പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കേസ് കൊടുത്തു. അങ്ങനെ ഒരു കേസ് കൊടുത്തപ്പോൾ എന്താണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നിലപാടെന്നറിയില്ല. സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നിലപാട് ഞങ്ങൾക്ക് ഇതിലൊന്നും ചെയ്യാൻ കഴിയില്ല. നോക്കണേ, 2019 5-ാം മാസം 7-ാം തീയതി, മെയ് മാസം 7-ാം തീയതി ഏത് നിലയിൽ പ്രവേശനം നേടിയ കുട്ടികൾക്കും കൊടുക്കുന്നതിന് തടസ്സമില്ല എന്ന് പറഞ്ഞ സംസ്ഥാന സർക്കാർ ഇവിടെ വന്ന് സ്വീകരിച്ച നിലപാട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ഞങ്ങൾക്ക് കൊടുക്കാൻ നിർവാഹമില്ല, അത് കേന്ദ്ര ഗവൺമെന്റ് നിലപാടാണ് എന്ന നിലയിലാണ്. അങ്ങനെ നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത്. 2018 ശേഷം പ്രവേശനം നേടിയ കുട്ടികൾക്ക് ഇത് കൊടുക്കാൻ കഴിയില്ല എന്നൊരു നിലയിലേക്ക് സംസ്ഥാന ഗവൺമെന്റ് തീരുമാനിച്ചു. കാരണം ഈ സ്കോളർഷിപ്പ് കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയാണെങ്കിലും ഇത് നടപ്പിലാക്കുന്നത് സംസ്ഥാന ഗവൺമെന്റുകളിലൂടെയാണ്. അതുകൊണ്ടാണ് ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ നിന്ന് നമ്മുടെ സ്കോളർഷിപ്പ് ലഭ്യമാക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വളരെ കൃത്യമായ ഒരു ചലഞ്ചാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചത്. ഇത് അൺകോൺസ്റ്റിറ്റ്യൂഷണലായി പ്രഖ്യാപിക്കണം, ഭരണഘടനാ വിരുദ്ധമായി ഈ ക്ലോസിനെ പ്രഖ്യാപിക്കണമെന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. അപ്പോൾ സ്വീകരിച്ചു. ഒരു വശത്ത് ഞങ്ങൾ ആ നിലപാടുമായി, ശക്തമായ നിലപാടുമായി കോടതിയിൽ ഞങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു കോടതികളിലൂടെ മാത്രം പോരാ, രാഷ്ട്രീയമായ ഭരണപരമായ ഇടപെടൽ കൂടി വേണം. ഞങ്ങൾ കേരളത്തിലെ മുഴുവൻ എംപിമാർക്കും പരാതി കൊടുത്തു ഈ വിഷയം കാണിച്ചുകൊണ്ട്. നിങ്ങൾ ഇതിൽ അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടു. ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 2 പട്ടികജാതിക്കാരായ എംപിമാരുണ്ട് നമുക്ക്, കൊടിക്കുന്നിൽ സുരേഷും മാവേലിക്കരയിൽ നിന്ന്, അതുപോലെ തന്നെ നമ്മുടെ രമ്യ ഹരിദാസുമുണ്ട്. ഈ 2 പേർക്കും ഞങ്ങൾ പരാതി കൊടുത്തു, മെമ്മോറാണ്ടം റെപ്രസെൻറ്റേഷൻ കൊടുത്തു. രാജ്യസഭാംഗമായിരുന്ന ഒരു പട്ടികജാതിക്കാരനെ എംപിയെ നേരിട്ട് കണ്ടു. അദ്ദേഹത്തോട് ഞങ്ങൾ ഈ വിഷയം പറഞ്ഞപ്പോൾ അദ്ദേഹം പ്രതികരിച്ചത്, അജിയം ചാലക്കൽ പറഞ്ഞു, ഞാനിവിടെ പറയണമെന്ന് അദ്ദേഹം വിശദീകരിച്ചു. പട്ടികജാതിക്കാർ എന്തിനാണ് ഇതിനൊക്കെ പോകുന്നത്, അച്ചാറുണ്ടാക്കി ജീവിച്ചുകൂടെ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. കൊട്ടയുണ്ടാക്കിക്കൂടെ എന്നാണ് നമ്മുടെ പട്ടികജാതിക്കാരനെ എം പി ഞങ്ങളോട് ചോദിച്ചത്. രാജ്യസഭ എം പി അദ്ദേഹം നിങ്ങൾക്കറിയാം, കൊല്ലം ജില്ലക്കാരനായ പട്ടികജാതി ക്ഷേമസമിതിയുടെ ആരാധ്യനായ നേതാവ് കെ സോമപ്രസാദാണ്. വ്യക്തതയ്ക്ക് വേണ്ടി ഞാൻ പേര് പറയാനും ആഗ്രഹിക്കുകയാണ്, യാതൊരു മടിയില്ല. അദ്ദേഹത്തിന് എന്നെ വ്യക്തിപരമായി നല്ല പരിചയമുള്ള ആളാണ്, വളരെ നന്നായി അറിയുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഇങ്ങനെയാണ്. നിങ്ങൾക്കറിയുമോ, കേവലം 2-3 ആളുകൾ മാത്രമാണ് നമ്മൾ കൊടുത്ത റെപ്രസെൻറ്റേഷന്, നമ്മൾ കൊടുത്ത ഈ മെമ്മോറാണ്ടത്തോട് പ്രതികരിച്ചത്. ഞാൻ രാഷ്ട്രീയം നോക്കി പറയുന്നത്. ഒന്ന് അടൂർ പ്രകാശ് വളരെ കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അദ്ദേഹം ഞാൻ അയച്ചു കൊടുത്ത എൻ്റെ പരാതി, ഞാൻ അദ്ദേഹത്തിന് കൊടുത്ത പരാതി അദ്ദേഹം തവാർചന്ദ് ഗെഹ്ലോട്ടിന് അയച്ചു കൊടുത്തു. അയച്ചു കൊടുത്ത പരാതിയിൽ അദ്ദേഹം പറഞ്ഞു, "Herewith I am forwarding a representation submitted by Advocate Sajid K. Chairman, General Convener, Aided Sector, സംഘടന സമര സമിതി" എന്നൊക്കെ പറഞ്ഞു തവാർചന്ദ് ഗെഹ്ലോട്ടിന് അയച്ചു കൊടുത്തു. തവാർചന്ദ് ഗെഹ്ലോട്ട് അതിന് മറുപടിയും കൊടുത്തു. അടൂർ പ്രകാശ് മറുപടിയും അദ്ദേഹം എനിക്ക് അയച്ചു. ഞാൻ അയച്ചു കൊടുത്ത റെപ്രസെൻറ്റേഷൻ സാമൂഹ്യ ക്ഷേമ വകുപ്പ് മന്ത്രി തവാർചന്ദ് ഗെഹ്ലോട്ടിൻ്റെ ഓഫീസിൽ അയച്ചു കൊടുക്കുകയും തവാർചന്ദ് ഗെഹ്ലോട്ട് ആ പരാതി കിട്ടി, എൻ്റെ മെമ്മോറാണ്ടം കിട്ടി, ഞങ്ങളുടെ മെമ്മോറാണ്ടം കിട്ടി എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ മറുപടിയും അടൂർ പ്രകാശ് എനിക്ക് അയച്ചു. രാഷ്ട്രീയം ഞാൻ നോക്കുന്നില്ല. മറ്റൊരാളെന്ന് പറയുന്നത് വി മുരളീധരനാണ്, കേന്ദ്രമന്ത്രി വി മുരളീധരനാണ്. അദ്ദേഹവും ഈ റെപ്രസെൻറ്റേഷൻ കിട്ടിയെന്നും തവാർചന്ദ് ഗെഹ്ലോട്ട് എന്ന് പറയുന്ന മന്ത്രിക്ക്, കേന്ദ്രമന്ത്രിക്ക് നമ്മുടെ റെപ്രസെൻറ്റേഷൻ കൊടുത്തു എന്ന് പറയുന്ന മറുപടിയും അയച്ചു. ഒറ്റ പട്ടികജാതിക്കാരെ എം പി ഒന്ന് പ്രതികരിക്കാൻ പോലും കൂട്ടാക്കിയില്ല, ഒരാൾ പോലും ഒന്ന് പ്രതികരിക്കാൻ കൂട്ടാക്കിയില്ല, മറ്റൊരാളുടെ പോലും ഒരു പ്രതികരണം കിട്ടിയില്ല എന്നാണ് ഞാൻ നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത്. പട്ടികജാതി ഇതൊരു അനീതിയാണ്, ഇതൊരു നീതികേടാണ്. കാരണം മെറിറ്റിൽ പ്രവേശനം നേടാൻ അന്യ സംസ്ഥാനങ്ങളിൽ പോയിട്ടുണ്ട്. കാരണം ഈ സ്കോളർഷിപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, കേന്ദ്ര സർക്കാർ ആദ്യം ഞങ്ങൾ വിചാരിച്ചത് 1980-ലോ 85-ലോ ഒക്കെ തുടങ്ങിയ സ്കോളർഷിപ്പാണെന്നാണ് ഞാൻ ആദ്യം കരുതിയത്. എനിക്കതിൻ്റെ ഹിസ്റ്ററിയെ സംബന്ധിച്ച് വലിയ ധാരണയുണ്ടായിരുന്നില്ല. പക്ഷേ കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം ബോധിപ്പിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇറ്റ് വാസ് സ്റ്റാർട്ടഡ് ഇൻ 1944. 1944-45 കാലഘട്ടത്തിൽ ആരംഭിച്ചതാണ് ഈ സ്കോളർഷിപ്പ്. നമുക്ക് ഈ അടുത്ത കാലത്ത് അറിയുന്നത്. വി ആർ താങ്ക്ഫുൾ ടു രമേശൻ സർ, നമ്മൾ അറിയുന്നത് 1944-45 കാലഘട്ടത്തിൽ. ഞാൻ ആ കാലഘട്ടം പരിശോധിച്ചപ്പോൾ ബാബാസാഹേബ് ഡോക്ടർ B.R. അംബേദ്കർ വൈസ്രോയ് എക്സിക്യൂട്ടീവ് കൗൺസിൽ മെമ്പറായിരുന്ന കാലഘട്ടത്തിൽ ഇത് സ്റ്റാർട്ടഡ് ബൈ നൺ അതർ ദാൻ ബാബാസാഹേബ് ഡോക്ടർ അംബേദ്കർ. അദ്ദേഹം ആരംഭിച്ചതാണിത്. 1944-45 കാലഘട്ടങ്ങളിൽ അന്യ സംസ്ഥാനങ്ങളിൽ പോയി പഠിക്കുന്ന നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ആരംഭിച്ചതാണ് ഈ സ്കോളർഷിപ്പ്.
കേന്ദ്ര സർക്കാർ സത്യവാങ്മൂലം ബോധിപ്പിച്ചപ്പോഴാണ് എനിക്ക് പോലും ഒന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. സാധാരണ ഈ കാര്യങ്ങളൊക്കെ വളരെ റിസർച്ച് മെത്തഡോളജിയോട് കൂടി പഠിക്കാൻ ശ്രമിക്കുന്ന ഒരാളെന്ന രീതി എനിക്ക് അറിയേണ്ടതാണ്. പക്ഷെ ഞാൻ പോലും അറിഞ്ഞില്ല എന്ന് ഞാൻ പറയുന്നു. അത് കഴിഞ്ഞിട്ട് പലപ്പോഴായി ഇതിന്റെ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തിയിട്ടാണ് 2018 ഇതിന്റെ മാനദണ്ഡത്തിൽ ഈ നിലയിൽ മാറ്റം ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഈ മാനദണ്ഡങ്ങൾ മാറ്റണം, ഇത് ശരിയല്ല, ഇത് ഭരണഘടനാ വിരുദ്ധമാണ്, ഇതാണ് ഞങ്ങൾ പറഞ്ഞത്. ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറയാൻ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഒരു അഭിഭാഷകൻ എന്ന രീതിയിൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം 2012 സെപ്റ്റംബർ മാസം 7-ാം തീയതി കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു വിധിയുണ്ട്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ വിധിയുണ്ട്. നിങ്ങൾ അറിയണം, നമ്മളൊക്കെ അറിയണം. കാരണം മറ്റൊരാൾ എന്നോട് പറഞ്ഞത്, ഇവിടെ വന്നിരുന്നതിന് മുമ്പ് എന്നോട് ഒരാൾ പറഞ്ഞത്, മേശസാറാണെന്ന് തോന്നുന്നു എന്നോട് പറഞ്ഞത്, നമ്മുടെ കുട്ടികൾ ഇത് ചെന്ന് അത് നിർത്തലാക്കി, അല്ല അത് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കിയല്ലോ എന്ന് ചോദിച്ചപ്പോൾ അവിടെ ഇരിക്കുന്ന പട്ടികജാതി വികസന ഓഫീസിൽ ഇരിക്കുന്ന ഏതോ ഒരു ഞാഞ്ഞൂര് പറയുകയാണെന്ന് പോലും, നിങ്ങളിതൊക്കെ എങ്ങനെ അറിയുന്നു എന്ന്. പട്ടികജാതിക്കാർ ഇതൊന്നും അറിയാൻ പാടില്ല എന്ന മുൻവിധിയാണ് അവർക്കുള്ളത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് വിശദീകരിക്കുന്നത്. നാളെ നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസപരമായ സ്കോളർഷിപ്പിന് വേണ്ടി നിങ്ങൾ പട്ടികജാതി വികസന ഓഫീസിൽ പോകുമ്പോൾ ഈ വസ്തുത അറിയണമെന്നതുകൊണ്ടാണ് ഞാൻ വിശദീകരിക്കുന്നത്. 2012 ബഹുമാനപ്പെട്ട ഹൈക്കോടതി പുറപ്പെടുവിച്ച ഡിവിഷൻ ബെഞ്ചിന്റെ വിധിന്യായമാണ്. ഐ എം താങ്ക്ഫുൾ ടു തോട്ടത്തിൽ വി രാധാകൃഷ്ണൻ സർ. ബഹുമാന്യനായ ഹൈക്കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്ത തോട്ടത്തിൽ വി രാധാകൃഷ്ണൻ സാറിന്റെ ജഡ്ജ്മെന്റാണത്. അദ്ദേഹത്തോട് എനിക്ക് ബഹുമാനമുണ്ട്, ആദരവുണ്ട്, നമുക്ക് എല്ലാവർക്കും ആദരവുണ്ട്. എന്താണെന്നറിയുമോ, അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന്റെ വിധിന്യായത്തിൽ അദ്ദേഹം പറഞ്ഞു, the benefits extended to them by way of concessions cannot be denied by making an in-house classification among SCs and STs based on any principle, be it financial conditions or source of recruitment, etc. ഏത് നിലയിലാണെങ്കിലും, പ്രവേശനത്തിന്റെ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലോ സാമ്പത്തിക മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലോ എന്ത് നിലയിലാണെങ്കിലും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസപരമായ ആനുകൂല്യങ്ങൾ നൽകുന്നതിൽ ഒരു തരത്തിലുമുള്ള വിവേചനം പാടില്ല എന്നാണ് അദ്ദേഹം എഴുതി വെച്ചത്. കാരണം എന്താണ്? The fee concession provided by the state government to SC/ST students is a concession by way of an affirmative action in tune with Article 15(4), Article 15(5), Article 16(4) and 46 of the Constitution. ഭരണഘടനയുടെ 15(4), 15(5), 16(4), 46 എന്നീ വകുപ്പുകൾ പ്രകാരം ഉറപ്പു നൽകുന്നതാണ്. ഇതൊരു ഭരണഘടനാപരമായ അവകാശമാണ്, ഇതൊരു മൗലിക അവകാശമാണ്. അതുകൊണ്ട് ഒരു തരത്തിലുമുള്ള വിവേചനം പട്ടികജാതി വിദ്യാർത്ഥികളോട് പാടില്ല എന്ന് കേരളത്തിലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധിന്യായം പുറപ്പെടുവിച്ചിട്ടുണ്ട് 2012. അതുകൂടി ഉദ്ധരിച്ചുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇത് ഭരണഘടനാ വിരുദ്ധമാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ പുതുക്കിയ മാനദണ്ഡം ഭരണഘടനാ വിരുദ്ധമാണ്, അത് ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. ആ നിലയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. ഞാൻ പറഞ്ഞു വന്നത്, ഈ മെമ്മോറാണ്ടം ഞങ്ങൾ കൊടുത്തു, നിരവധി സമര പോരാട്ടങ്ങൾ നടത്തി. പട്ടികജാതി വികസന ഓഫീസിന് മുന്നിൽ നമ്മുടെ കുറേ വിദ്യാർത്ഥികളടക്കമുള്ള ആളുകൾ പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാം നടത്തി. സെക്രട്ടേറിയറ്റിൽ നിറയിൽ ഞങ്ങളൊരു പ്രോഗ്രാം നടത്തി. അത് കഴിഞ്ഞ് കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ വസതിയിലേക്ക് ഞങ്ങൾ മാർച്ച് പ്രഖ്യാപിച്ചു. മാർച്ച് പ്രഖ്യാപിച്ചത് നവംബർ അവസാനത്തോടു കൂടിയാണ്. നവംബർ 21. അപ്പോഴത്തേക്ക് എനിക്ക് കോവിഡായി. കോവിഡിനെ തുടർന്ന് കുറേ കോംപ്ലിക്കേഷൻസ് ആയി, അങ്ങനെ ഞാൻ ആശുപത്രിയിലായതുകൊണ്ട് എനിക്കത് ഫോളോ ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷേ അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടായി. എന്താണ് ഡെവലപ്മെൻറ്റ് ഉണ്ടായത്? നവംബർ മാസം 9-ാം തീയതി കേരളത്തിലെ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്, കേന്ദ്ര സർക്കാർ ഒരു അഫിഡവിറ്റ് കേരളത്തിലെ ഹൈക്കോടതി മുമ്പാകെ ഫയൽ ചെയ്തു. അവർ നവംബർ മാസം 9-ാം തീയതി ഹൈക്കോടതിയിൽ ഒരു അഫിഡവിറ്റ് ഫയൽ ചെയ്തിട്ട് അവർ പറഞ്ഞു, ഞാൻ അതിൻ്റെ പ്രസക്തി മാത്രം പറയും. ഈ അഫിഡവിറ്റിൻ്റെ കോപ്പി, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അഫിഡവിറ്റിൻ്റെ കോപ്പി, കേരള സർക്കാർ പുറപ്പെടുവിച്ച അഫിഡവിറ്റിൻ്റെ കോപ്പി, കേരള സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവിൻ്റെ കോപ്പി ആവശ്യമുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും ഞങ്ങൾ നൽകുന്നതാണ്. ബഹുമാനിയായ KK ഷാജി ആനാരെ ഏൽപ്പിക്കുന്നു. 16 പേജുണ്ട്. ഈ 16 പേജും ആവശ്യമാണ്. ഇത്രയും ആളുകൾക്ക് കോപ്പി എടുക്കുന്ന താമസം ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് ആവശ്യക്കാരെങ്കിലും ഒരു 20 രൂപ അദ്ദേഹത്തെ ഏൽപ്പിക്കണം. 16 കോപ്പി ഫോട്ടോ കോപ്പി എടുക്കാൻ 20 രൂപ ഏൽപ്പിച്ചാൽ അദ്ദേഹം നിങ്ങൾക്കെല്ലാം ഫോട്ടോ കോപ്പി എടുത്ത് തരും. ഭക്ഷണം കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങളെല്ലാം ഒരു കോപ്പിയായിട്ട് പോകാവൂ പരമാവധി. കാരണം നിങ്ങൾ നാളെ ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ പോകുമ്പോൾ ഈ നവംബർ മാസം 9-ാം തീയതി കേന്ദ്ര സർക്കാർ ഒരു അഫിഡവിറ്റ് കൊടുത്തിട്ട് കേന്ദ്ര സർക്കാർ അതിൽ പറഞ്ഞു. എന്താണ് കേന്ദ്ര സർക്കാർ പറഞ്ഞത്? കേന്ദ്ര സർക്കാർ ആ മാനദണ്ഡത്തിൽ ഭേദഗതി വരുത്തി. കേന്ദ്ര സർക്കാർ മാനദണ്ഡത്തിൽ ഭേദഗതി വരുത്തിയിരിക്കുന്നു. ഇപ്പോൾ ഭേദഗതി വരുത്തിയെങ്കിലും ചില കണ്ടീഷൻസ് അവർ വെച്ചിട്ടുണ്ട്. ആ കണ്ടീഷൻസ് ഒന്നും നമ്മുടെ കുട്ടികളെ ബാധിക്കുന്ന കാര്യമല്ല, അത് കോളേജിനെ ബാധിക്കുന്ന കാര്യമാണ്. അവർ പറഞ്ഞ കണ്ടീഷൻസ് ഇതാണ്. 1,
ഒരു സെലക്ഷൻ പ്രോസസ്സ് ഉണ്ടാവണം. എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്യണം. അങ്ങനെ പ്രവേശനം കൊടുക്കുന്ന വിദ്യാർത്ഥികളുടെ ആപ്ലിക്കേഷൻ ക്ഷണിച്ചുകൊണ്ടൊരു പത്രപരസ്യം വേണം. അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല, കോളേജിനെ ബാധിക്കുന്ന കാര്യമാണ്. അങ്ങനെ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതോടൊപ്പം ഇപ്പോൾ തന്നെ നിലവിൽ തന്നെ ഫീസ് റെഗുലേഷൻ കമ്മിറ്റി നിശ്ചയിച്ച ഫീസിന്റെ ഘടനയും കൂടെ ചേർത്തുകൊണ്ടാണ് വരുന്നത്. അങ്ങനെ 2020 നവംബർ മാസം 9-ാം തീയതി തന്നെ കേന്ദ്ര ഗവൺമെന്റ് മാനദണ്ഡങ്ങൾ പുതുക്കി. എന്നിട്ട് അവർ പറഞ്ഞു, if there is no arbitrariness or discretion in the admission process and the fee for the courses is fixed by the fee fixation or regulation committee set up by the competent authority, the sets it may not be considered as management seats. I said, thank you, sir. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മാനദണ്ഡം പുതുക്കിയ ഡേറ്റ് എന്നാൽ അവർ ഫയൽ ചെയ്തത്. പുതുക്കിയ ഡേറ്റ് ക്ലാരിഫിക്കേഷൻ നേരത്തെ ഉണ്ടാവും. ഈ ക്ലാരിഫിക്കേഷൻ വരാനൊരു കാരണമുണ്ട്, അതുകൂടി നിങ്ങൾ അറിയണം. ക്ലാരിഫിക്കേഷൻ വരാനുള്ള കാരണം എന്താണെന്ന് അറിയുമോ? ആ ക്ലാരിഫിക്കേഷൻ്റെ അകത്ത് തന്നെ അവർ പറയുന്നു 2019 ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒന്നുകൊണ്ട് കാര്യങ്ങൾ കൂടി. 2019 സമാനമായ നിലയിൽ തമിഴ്നാട്ടിലൊരു കേസ് കൊടുത്ത ആളാരാണെന്ന് അറിയുമോ നിങ്ങൾക്ക്? കേസ് കൊടുത്തു റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥനാണ്, പട്ടികജാതിക്കാരനായ റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ പേര് S. സുബ്ബയ്യ എന്നാണ്. IAS റിട്ടയർഡാണ് അദ്ദേഹം. തമിഴ്നാട് മദ്രാസ് ഹൈക്കോടതി മുമ്പാകെ ഈ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് തന്നെ സമാനമായ നിലയിൽ ഒരു കേസ് കൊടുത്തു. ആ കേസിൻ്റെ വിധിന്യായം വന്നത് 15/10/2019 2019 വിധിന്യായം വന്നു. മദ്രാസ് ഹൈക്കോടതിയുടെ വിധിന്യായം വന്നു. ആ വിധിന്യായത്തിൽ പറഞ്ഞു ഞങ്ങൾ തൽക്കാലം ഈ ഭരണഘടനാ വിരുദ്ധമായ ഈ ക്ലോസ്, പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നിഷേധിക്കുന്ന നിലയിലുള്ള ഈ മാനദണ്ഡം ഞങ്ങൾ റദ്ദാക്കുന്നില്ല. പക്ഷേ എന്താണ് അവരോട് പറഞ്ഞത് വിതിൻ എ പീരീഡ് ഓഫ് 12 weeks 12 ആഴ്ചകൾക്കകം കേന്ദ്ര സർക്കാർ ഈ മാനദണ്ഡത്തിൽ ഭേദഗതി വരുത്തണമെന്ന് 15/10/2019 തന്നെ പറഞ്ഞു. ഇത് എൻ്റെ ശ്രദ്ധയിൽ വന്നിരുന്നില്ല. കാരണം ഒന്നാമത് മദ്രാസ് ഹൈക്കോടതിയുടെ ഒരു വിധി ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇത് എൻ്റെ ശ്രദ്ധയിൽ വന്നിരുന്നില്ല. രമേശ് സാറിൻ്റെ ശ്രദ്ധയിൽ അത് വന്നിരുന്നു. പക്ഷേ എന്നാലും കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് വേണ്ടി ഹാജരായിട്ടുള്ള അഭിഭാഷകൻ പറഞ്ഞു, കേന്ദ്ര ഗവൺമെൻറ്റിന് വേണ്ടി ഒരു വക്കീൽ ഹാജരാകുന്നുണ്ട്. ആ കേന്ദ്ര ഗവൺമെൻറ് വക്കീൽ പറഞ്ഞു മദ്രാസ് ഹൈക്കോടതി സമാനമായ കേസ് തള്ളിക്കളഞ്ഞതാണെന്ന് പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി, വല്ലാതെ വിഷമിച്ചു പോയി. ഞങ്ങളത് അന്വേഷിച്ച് കണ്ടുപിടിച്ചപ്പോൾ തള്ളിക്കളയല്ല കോടതി ചെയ്തത്, വളരെ കൃത്യമായി പറഞ്ഞു. ദ ഫസ്റ്റ് റെസ്പോണ്ടന്റ് മേ റീകൺസിഡർ ദ പോളിസി ഡിസിഷൻ as to the extension of benefits of post-matric scholarship scheme to the meritorious SC/ST students who are admitted under management quota in self-financing in education institutions in the light of aforesaid observations. The said exercises shall be carried out as expeditiously as possible, preferably within a period of 12 weeks from the date of receipt of a copy of this order എന്നാണ് മദ്രാസ് ഹൈക്കോടതി പറഞ്ഞത്. 12 ആഴ്ചക്കകം ഈ ഉത്തരവിൻ്റെ കോപ്പി കിട്ടിയാൽ നീ അത് മാറ്റിക്കൊടുമെന്ന് ഹൈക്കോടതി പറഞ്ഞത്. പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ അഭിഭാഷകൻ വന്ന് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് കോടതിയോട് പറഞ്ഞു തള്ളിപ്പോയ കേസാണ് ഇത്, മദ്രാസ് ഹൈക്കോടതി തള്ളിയാണ്, കേരള ഹൈക്കോടതി നിൽക്കില്ല. അടുത്ത അവധിക്ക് തന്നെ ഞങ്ങൾ ഇതിൻ്റെ കോപ്പി ഞങ്ങൾ സംഘടിപ്പിച്ചു, ഈ വിധിന്യായത്തിൻ്റെ കോപ്പി ഞങ്ങൾ സംഘടിപ്പിച്ചു. ഞങ്ങൾ ഒരു ഡോക്യുമെൻ്റായിട്ട് ഹൈക്കോടതി ഫയൽ ചെയ്തിട്ട് ഞങ്ങൾ പറഞ്ഞു ഇതിങ്ങനെയല്ല, നിങ്ങൾ പറയുന്നത് പോലെയല്ല. മദ്രാസ് ഹൈക്കോടതി തള്ളിക്കളയല്ല ചെയ്തത്, മറിച്ച് പോളിസി ഡിസിഷൻ പുനഃപരിശോധിക്കണം 12 ആഴ്ചകൾക്കകം എന്ന് മദ്രാസ് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അന്ന് ഞങ്ങൾ അവിടെ അവതരിപ്പിച്ചത് അങ്ങനെയാണ്. കാരണം ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഈ അഫിഡവിറ്റിനകത്ത് പോലും പറയുന്നുണ്ട് മദ്രാസ് ഹൈക്കോടതിയുടെ വിധിയെക്കുറിച്ച്. മാത്രമല്ല കേന്ദ്ര ഗവൺമെൻറ് പറയുന്നത് in the light of the limited scope it is respectfully submitted that as directed by the Honorable High Court of Madras and also at the request of the state government of Tamil Nadu, not Kerala government. തമിഴ്നാട് സർക്കാർ അറിയിച്ചു പളനിസ്വാമി, തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി പളനിസ്വാമി നമ്മുടെ പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് നിഷേധിക്കപ്പെടുന്ന സ്കോളർഷിപ്പിനെ കുറിച്ച് കേന്ദ്ര ഗവൺമെൻറ് കത്തയച്ചു. നമ്മുടെ എത്ര മന്ത്രിമാർ അയച്ചു എന്ന് എനിക്കറിയില്ല, ആരും അയച്ചിട്ടില്ല. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെൻറ് സത്യവാങ്മൂലത്തിൽ അത് കാണുമായിരുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രി അയച്ച കത്തിൻ്റെ അടിസ്ഥാനത്തിൽ മദ്രാസ് ഹൈക്കോടതിയുടെ 2019 വിധിന്യായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ആ മാനദണ്ഡത്തിൽ മാറ്റം വരുത്താൻ തയ്യാറായിരിക്കുന്നു എന്നാണ്
നവംബർ മാസം 9-ാം തീയതി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി മുമ്പാകെ കേന്ദ്ര സർക്കാരിൻ്റെ അഭിഭാഷകൻ രേഖാമൂലം എഴുതി ബോധിപ്പിച്ചത്. ഇത് രേഖാമൂലം എഴുതി ബോധിപ്പിച്ചത്, ഇതിന് പുറകോട്ട് പോകാൻ കഴിയില്ല അവർക്ക്. രേഖാമൂലം എഴുതി ബോധിപ്പിച്ചത് ഞങ്ങൾക്ക് വളരെ സന്തോഷമായി. കാരണം നമ്മുടെ പോരാട്ടം ഏകദേശം വിജയം കണ്ടു. പക്ഷെ അപ്പോൾ ഒരു പ്രശ്നം വന്നു. 2019 കൊടുത്ത 2020 നവംബർ 9 കൊടുത്ത ഈ ക്ലാരിഫിക്കേഷൻ നോട്ട്, ഈ മാനദണ്ഡത്തിൽ ഭേദഗതി വരുത്തിയാൽ സ്വാഭാവികമായും 2020 ശേഷം പ്രവേശനം നേടുന്ന കുട്ടികൾക്കല്ലേ അത് കിട്ടൂ. 2018 മുമ്പ് നേടുന്ന കുട്ടികൾക്ക് നമ്മളത് നേടിക്കൊടുക്കാൻ കഴിഞ്ഞു. അപ്പോൾ 2018-19, 2019-20 വർഷത്തെ കുട്ടികൾ എന്ത് ചെയ്യും? ഞങ്ങൾ ഈ സ്റ്റേറ്റ്മെൻറ്റിന് ഞങ്ങൾ അപ്പോൾ തന്നെ റിപ്ലൈ അഫിഡവിറ്റ് കൊടുത്തു. ഞങ്ങളൊരു മറുപടി സത്യവാങ്മൂലം കൊടുത്തു. ഞങ്ങൾ ആ മറുപടി സത്യവാങ്മൂലത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞു, ഇത് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഏതാ ഈ കേന്ദ്ര ഗവൺമെൻറ് നിലപാടിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ 2018, കാരണം ഹർജിക്കാരായ വിദ്യാർത്ഥികൾ ഏകദേശം 10 വിദ്യാർത്ഥികളുണ്ട്. ഒരു അരുണിമയാണ് ഒന്നാമത്തെ ഹർജിക്കാരി. അരുണിമയെ ഞാൻ കണ്ടിട്ട് പോലുമില്ല. അരുണിമയും അടക്കമുള്ള ബാക്കി വിദ്യാർത്ഥികൾ 1 മുതൽ 6 വരെയുള്ള ഹർജിക്കാർ 2ാം വർഷത്തിൽ, അതായത് 2018-19 ചേർന്നവരും 7 മുതൽ 10 വരെയുള്ള ഹർജിക്കാർ 19-20 ചേർന്ന ആളുകളുമാണ്. ഇവരുടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഇവരുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് ആവശ്യമായ നിലപാടുണ്ടാകണമെന്ന് പറഞ്ഞ് ഞങ്ങൾ രേഖാമൂലം വീണ്ടും ഹൈക്കോടതിയിൽ അപേക്ഷ കൊടുത്തു. പക്ഷേ അത് പിന്നീട് ഈ വെക്കേഷന് ശേഷം കോടതിയിൽ കേസ് വിളിക്കാൻ കുറേ വൈകി. ജനുവരി മാസം 23-ാം തീയതിയോ മറ്റുമാണ് കേസ് വിളിച്ചത്. ആ കേസ് വിളിച്ചപ്പോൾ ഞങ്ങളുടെ അഫിഡവിറ്റ് ഞങ്ങൾ കൊടുത്തു, ഞങ്ങളുടെ റിക്വസ്റ്റ് ഞങ്ങൾ മുന്നോട്ട് വെച്ചു. ശക്തമായ നിലയിൽ ഞങ്ങൾ മുന്നോട്ട് പറഞ്ഞു, കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. മാനദണ്ഡം ഭേദഗതി വരുത്തിയത് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ അത് 2021 ശേഷം പ്രവേശനം നേടുന്ന കുട്ടികൾക്ക് അതിൻ്റെ പ്രയോജനം ലഭിക്കുകയുള്ളൂ. 18-19, 19-20 പ്രവേശനം നേടിയ കുട്ടികൾക്ക് എന്ത് ചെയ്യും? അതുകൊണ്ട് സംസ്ഥാന സർക്കാർ ഈ കാര്യത്തിൽ ഒരു നിലപാട് പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞപ്പോൾ സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ അപ്പോൾ തന്നെ പറഞ്ഞു, ഞങ്ങൾ അത് ഭേദഗതി വരുത്തിയിരിക്കുകയാണ്, ഞങ്ങൾ ഉത്തരവ് ഇറക്കിയിരിക്കുകയാണ്. ആ ഉത്തരവിൻ്റെ കോപ്പിയാണിത്. ആ ഉത്തരവ് അവർ കഴിഞ്ഞ ദിവസം 8/2/2021 ഫെബ്രുവരി മാസം 8-ാം തീയതി ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ സ്റ്റേറ്റ്മെൻറ്റ് ഫയൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കോപ്പി അതെല്ലാം ഞാൻ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നു രക്ഷകർത്താക്കൾക്ക്. അതുപോലെ തന്നെ 5/2/2021 ഉത്തരവിൻ്റെ തീയതി ഞാൻ വീണ്ടും ആവർത്തിക്കും. പിന്നീട് വേറൊരു രസകരമായ കാര്യം പറയാം. 5/2/2021 സംസ്ഥാന സർക്കാർ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ട് പറഞ്ഞു, 2018, 19, 2019, 20 വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠന കാലയളവ് കഴിയുന്നത് വരെ സംസ്ഥാന സർക്കാർ സ്കോളർഷിപ്പ് കൊടുക്കും എന്ന് ഉത്തരവിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഇറക്കി. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഞാനിത് ഇത്രയും വിശദമായി നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നതിൻ്റെ കാരണം, നാളെ പട്ടികജാതി വികസന ഓഫീസിൽ ഇരിക്കുന്നതൊന്നും പട്ടികജാതിക്കാരെ ഗുണപ്പെടുത്താൻ വേണ്ടി ഇരിക്കുന്ന ഉദ്യോഗസ്ഥരല്ല. നമ്മളെ എങ്ങനെ ദ്രോഹിക്കാം, നമുക്ക് എങ്ങനെ ഇതൊക്കെ നിഷേധിക്കാം, ഇതൊക്കെ എങ്ങനെ തരാതിരിക്കാം എന്നതിനെ സംബന്ധിച്ച് ഗവേഷണം നടത്തുന്ന ആളുകളാണ് അവിടെ ഇരിക്കുന്നത്. അവരുടെ മുന്നിൽ ആത്മാഭിമാനവും അന്തസ്സും ഒട്ടും ചോരാതെ നമ്മുടെ കേസ് അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയണം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് വിശദമായി പറയുന്നത്. നമ്മുടെ ആത്മാഭിമാനവും അന്തസ്സും ഒന്നും ഇവൻ്റെ മുന്നിൽ പണയം വെക്കേണ്ട കാര്യമില്ല. കാരണം ഇവൻ്റെ ഒന്നും അച്ഛൻ്റെ സ്ത്രീധനം കിട്ടിയ പൈസ അല്ല നമുക്ക് തരുന്നത്. ഇവൻ്റെ ഒന്നും വീട്ടിൽ നിർത്തി തന്ന പൈസ അല്ല നമുക്ക് തരുന്നത്. ഇത് നമുക്ക് അവകാശപ്പെട്ടതാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ നടത്തിയ നിരന്തരമായ പരിശ്രമത്തിനൊടുവിൽ കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ ഇറക്കിയൊരു തീരുമാനം നിങ്ങൾ പത്രങ്ങളിൽ വായിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. ആ തീരുമാനം 24/12/2020 കേന്ദ്ര സർക്കാരിൻ്റെ മന്ത്രിസഭ കൂടി ഒരു തീരുമാനമെടുത്തു. നിങ്ങൾ എത്ര പേര് കണ്ടു കാണുമെന്ന് എനിക്കറിയില്ല. എന്താണ് തീരുമാനം? പട്ടികജാതി വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പിൻ്റെ തുക ഇരട്ടിയാക്കാൻ തീരുമാനിച്ചു. എത്രയാക്കി? 59,048 കോടി രൂപയാണ്. 24/12/2020 കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനപ്രകാരം പട്ടികജാതി വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് തുക, സർക്കാരിൻ്റെ സ്കോളർഷിപ്പ് തുക 59,040, നേരത്തെ 10,000 കോടി താഴെ ഉണ്ടായിരുന്നത് ഇപ്പോൾ 59,048 കോടി രൂപയായി വർദ്ധിപ്പിച്ചു. അതിൽ സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതം 40%, കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം 60% വർദ്ധിപ്പിച്ചു. നമ്മുടെ ഇടപെടൽ, നമ്മുടെ സംഘടിതമായ ഇടപെടൽ ഫലം കാണും എന്നതിൻ്റെ തെളിവാണ്. വി മുരളീധരൻ്റെ ഓഫീസിലേക്ക് ഞങ്ങൾ മാർച്ച് പ്രഖ്യാപിച്ചു. അവിടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കുത്തിയിരുന്നു. എല്ലാ മന്ത്രിമാർക്കും കത്തയച്ചു, പലരെയും കണ്ടു. ആ കാര്യങ്ങളൊക്കെ ഞാൻ മറ്റുള്ളവർ പറഞ്ഞത് ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ നടത്തിയിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ ഇപ്പോൾ സംസ്ഥാന സർക്കാർ പോലും 5/2/2. അപ്പോൾ ഒരു പ്രശ്നമുള്ളത്, പുതുതായി നേടുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ലഭിക്കും, ഒരു കുഴപ്പമില്ല. 2 പ്രശ്നങ്ങൾ ഉണ്ടാകാം. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ നേരത്തെ ആദ്യമേ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ
പാലക്കാട് ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ നിന്ന് ഒരു അഭിപ്രായം ഉയർന്നു വന്നു കഴിഞ്ഞു, ഞങ്ങൾ സ്റ്റേ കൊടുക്കും. ഒന്ന് അങ്ങനെ പറഞ്ഞവർ എന്തെങ്കിലും അടിസ്ഥാനപരമായ വിവരമുണ്ടോ എന്നുള്ളതാണ് നമുക്ക് സംശയിക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവിനെതിരെ സ്റ്റേയ്ക്ക് പോകാൻ ഒരു ജില്ലാ ഓഫീസർക്ക് അധികാരമുണ്ടാവും. നിങ്ങളത് ആലോചിച്ച് വയ്ക്കും. അവൻ്റെ മനോഭാവമാണ് അത് പ്രകടമാക്കിയത്. കറക്റ്റ്, യു ആർ എക്സ്ട്രീംലി കറക്റ്റ്. അവൻ്റെ മനോഭാവമാണ് അത്. അവൻ്റെ മാത്രമല്ല, പട്ടികജാതി വികസന ഓഫീസിൽ ഇരിക്കുന്ന മുഴുവൻ ആളുകളുടെയും മനോഭാവമാണ്. കാരണം ഞാൻ നിങ്ങളോട് പറയാൻ കാരണം, പട്ടികജാതി ഞാനൊരു പട്ടികജാതിക്കാരനാണ്, ഞാനൊരു ദളിതനാണ്, ഞാൻ പട്ടികജാതിക്കാരനാണ്. എൻ്റെ പേരിൻ്റെ പുറകിൽ ചേരമെന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഞാനത് മനഃപൂർവ്വം ധൈര്യമായിട്ട് വെച്ചു. ഞാൻ അഭിഭാഷകനായി പ്രാക്ടീസ് തുടങ്ങിയപ്പോൾ ബോർഡ് വെച്ചു വീട്ടിൻ്റെ അവിടെ. ഞാൻ ഒരാൾ 1-2 പേര് എൻ്റെ വീട്ടിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, സാറേ ഇങ്ങനെ ബോർഡ് ചേരണമെന്നൊക്കെ പറഞ്ഞു വെച്ചാൽ കേസ് കിട്ടുമെന്ന് ചോദിച്ചു. എനിക്ക് ഒരു ബുദ്ധിമുട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. കേസ് കൂടുതൽ കിട്ടുന്നതെന്നുള്ളതല്ലാത്ത ഒരു കേസ് പോലും കുറച്ച് കിട്ടുന്നില്ലെന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. ഒരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടില്ല. ഐ വെരി ബോർഡ്. എനിക്ക് അതിനകത്ത് യാതൊരു പ്രശ്നവും തോന്നിയിട്ടില്ല. എൻ്റെ മക്കളുടെ 2 പേരുടെയും പേര്, ഒരാളുടെ പേര് ഗൗതം ചേരവനെന്നും രണ്ടാമത്തെ പേര് സിദ്ധാർത്ഥ് ചേരവനെന്നും തന്നെയാണ് ഇട്ടിരിക്കുന്നത്. റിക്കാർഡിലും അങ്ങനെ തന്നെയാണ് പേര്. ഒരു പ്രശ്നവും എനിക്ക് തോന്നിയിട്ടില്ല. നമ്മളെന്തിന് പ്രശ്നം തോന്നണം? പട്ടികജാതി വിഭാഗങ്ങൾ, ഞാൻ പറഞ്ഞു വരാൻ ശ്രമിച്ച പോയിന്റ് ഇതാണ്. എൻ്റെ അച്ഛനും അമ്മയും കർഷക തൊഴിലാളികളാണ്. കർഷക തൊഴിലാളി പെൻഷൻ വാങ്ങുന്ന ആളുകളാണ്. അച്ഛനില്ല, അമ്മയുണ്ട്. ഇപ്പോൾ കർഷക തൊഴിലാളി പെൻഷൻ വാങ്ങുന്ന ആളാണ്. എൻ്റെ അച്ഛൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. എൻ്റെ അമ്മ 4ാം ക്ലാസ് വരെ പോയെന്നാണ് അമ്മ എന്നോട് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെ ഏറ്റവും വിദ്യാസമ്പന്നനായ, ഞങ്ങൾ 2 പേരുള്ളതിൽ കൂടുതൽ വിദ്യാഭ്യാസം നേടാൻ കഴിഞ്ഞ ഒരാളെ ഞാനാണ്. ഞാൻ ഡിഗ്രി പാസ്സായി, PG പാസ്സായി, LLBക്ക് പോയി, LLB കഴിഞ്ഞ് LLM കഴിഞ്ഞു. കൊച്ചിൻ യൂണിവേഴ്സിറ്റി സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഭരണഘടനാ നിയമത്തിലും ക്രിമിനൽ നിയമത്തിലും ബിരുദാനന്തര ബിരുദവും പാസ്സായ ഒരാളാണ്. ഞാനത് എന്നെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയുന്ന കാര്യമല്ല, എന്നെ കൈയടിക്കേണ്ട കാര്യമല്ലത്, കൈയടിക്കേണ്ട ഒരു പ്രശ്നമല്ല. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ സമൂഹത്തിൽ, ഞാൻ പറയാൻ വന്ന പോയിന്റ് ഇതാണ്, നമ്മുടെ സമൂഹത്തിൽ ഏതെങ്കിലും നിലയിൽ സാമ്പത്തികമായി സാംസ്കാരികമായി നമ്മൾ ഏതെങ്കിലും നിലയിൽ മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. നമ്മുടെ സമുദായം നേടിയ വിദ്യാഭ്യാസവും ഉദ്യോഗമാണ് അതിന് കാരണം. വേറെ ഏതെങ്കിലും കാരണമാണ്? നമ്മൾ ഏതെങ്കിലും ഒരു പട്ടികജാതിക്കാരൻ ഹോട്ടൽ നടത്തിയ പട്ടികജാതിക്കാരൻ പോലും വന്ന് അതിൻ്റെ ചായ കുടിക്കത്തില്ല. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? പട്ടികജാതിക്കാരൻ ഒരു ചായക്കട നടത്തിയ പട്ടികജാതിക്കാർ പോലും വന്ന് ചായ കുടിക്കത്തില്ല. കാരണം ജാതിയുടെ പ്രശ്നമാണത്. ഞാൻ ആ ജാതിയുടെ വിശദാംശങ്ങളിലേക്ക് പോകാനൊന്നും ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയാണ് പ്രശ്നം. നിങ്ങൾ നോക്കൂ, കുന്നംകുളത്ത് ചെന്ന് കഴിഞ്ഞാൽ യു ക്യാൻ സി നായർ ഹോട്ടൽ ദെയർ. എറണാകുളത്ത് ചെന്ന് കഴിഞ്ഞാൽ യു ക്യാൻ സി നായർ ഹോസ്പിറ്റൽ ദെയർ. പോറ്റി ഹോട്ടൽ, ഇങ്ങനെയൊക്കെ ഒരുപാട് കണ്ടിട്ടില്ലേ പോറ്റി ഹോട്ടൽ? ആലപ്പുഴ ജില്ലാ കോടതിക്ക് എതിർവശമുണ്ട് ഒരു പോറ്റി ഹോട്ടൽ. ഒരു പട്ടി പോലും കയറാൻ പറ്റാത്ത രീതി വൃത്തികേടായി കിടക്കുന്ന സാധനം. പക്ഷെ അവിടെ പോലും നമ്മുടെ ആളുകൾ ഇഡ്ഡലി അടിക്കുന്ന കണ്ടാൽ കഷ്ടം തോന്നും. അത്രമാത്രം വൃത്തിഹീനമായ അന്തരീക്ഷമാണ് പോറ്റി ഹോട്ടലുള്ളത്. ബട്ട് സ്റ്റിൽ നമ്മളെല്ലാവരും അവിടെ പോയി. എത്ര ഭംഗിയായി നമ്മൾ ബിസിനസ് നടത്തിയാലും നമുക്ക് ഒരുപാട് വെല്ലുവിളികളുണ്ട്. ഞാൻ അതിലേക്ക് വരികയും, നമ്മുടെ സമുദായത്തിനകത്ത് നമ്മുടെ സമുദായം, നമ്മുടെ കുടുംബം, നമ്മുടെ ആളുകൾ രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ പിടിവള്ളിയാണ് വിദ്യാഭ്യാസവും ഉദ്യോഗവും എന്ന് നമ്മൾ അറിയണം. നമ്മുടെ കുട്ടികൾ അറിയണം, നമ്മുടെ ആളുകൾ മനസ്സിലാക്കണം. വിദ്യാഭ്യാസത്തിലൂടെ ഉദ്യോഗത്തിലൂടെയുമാണ് നമ്മുടെ സമുദായം ഏതെങ്കിലും നിലയിലുള്ള പുരോഗതി കൈവരിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് വിദ്യാഭ്യാസത്തിനും ഉദ്യോഗത്തിനും നമ്മൾ പ്രാധാന്യം കൊടുക്കണം. ഇപ്പോൾ BSc നഴ്സിംഗ് പഠിക്കുന്നതാണ് നമ്മുടെ കുട്ടികളിൽ ബഹുഭൂരിപക്ഷം ആളുകളെന്ന് നമുക്കറിയാം. ഇവിടെ ഇരിക്കുന്ന രക്ഷകർത്താക്കളിൽ നിങ്ങൾക്കറിയാം, കോട്ടയത്താണ് നമ്മൾ നിൽക്കുന്നത്. കേരളത്തിലെ ഒരു സമുദായം രക്ഷപ്പെട്ടത് BSc നഴ്സിംഗിലൂടെയാണ് അല്ലേ? ഞാനത് പറയുന്ന അതിശക്തിയാണോ? അല്ല. കേരളത്തിലെ ഒരു സമുദായം രക്ഷപ്പെട്ടത് സാമ്പത്തികമായി മുന്നോക്കം പോയതിൻ്റെ പിന്നിൽ ഈ നഴ്സുമാരുടെ സംഭാവന വളരെ വലുതാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഉദ്യോഗം, വിദ്യാഭ്യാസം, അവിടെയാണ് അവിടെ ഏതൊക്കെ നിലയിൽ നമ്മളെ തടസ്സപ്പെടുത്താൻ കഴിയും, ഏതൊക്കെ നിലയിൽ നമുക്ക് വികാരം സൃഷ്ടിക്കാൻ കഴിയുമെന്നതിനെ സംബന്ധിച്ച് ഗവേഷണത്തിലാണ് സത്യത്തിൽ ഈ പട്ടികജാതി വികസന ആളുകൾ. ഞാനത് പറയാൻ കാരണം, നമ്മുടെ മന്ത്രി പോലും ആ കാര്യത്തിൽ ഒരു അപവാദമാണ്, ഇങ്ങനെയുള്ള നമ്മുടെ കാര്യങ്ങൾ പരിശോധിക്കുന്ന കാര്യത്തിൽ ഒരു അപവാദമാണെന്ന് പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഇത് ഞാൻ പറയാൻ കാരണം ഈ നമ്മുടെ ബഹുമാന്യനായ അജിയൻ ചാലക്കേരി അദ്ദേഹത്തിൻ്റെ വിശദീകരണത്തിൽ പറഞ്ഞ ചില 8കാലി മമ്മൂഞ്ഞുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ 8കാലി മമ്മൂഞ്ഞ് എന്നുള്ള വിശേഷണം ഞാൻ അദ്ദേഹത്തിൽ നിന്ന് കടമെടുക്കുന്നില്ല, 8കാലി മമ്മൂഞ്ഞെന്ന് പോലും ഞാൻ വിളിക്കുന്നില്ല. എന്നാലും ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ, അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ കഴിഞ്ഞ ദിവസം ഫെബ്രുവരി മാസം 5-ാം തീയതി ഫേസ്ബുക്കിൽ നമ്മുടെ ഒരു വിദ്യാർത്ഥി നേതാവിൻ്റെ, ഫെബ്രുവരി 5-നാണ് നമ്മുടെ ഒരു വിദ്യാർത്ഥി നേതാവിൻ്റെ പോസ്റ്റുകൾ, വിദ്യാർത്ഥി നേതാവ് എഴുതിയിരിക്കുന്ന പോസ്റ്റുകൾ, പട്ടികജാതിക്കാരായ വിദ്യാർത്ഥി നേതാവ് അദ്ദേഹം പറഞ്ഞത്, അന്യസംസ്ഥാനങ്ങളിൽ നഴ്സിംഗ് പഠിക്കുന്ന SC ST വിദ്യാർത്ഥികൾക്ക് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് ലഭിക്കാത്ത വിഷയത്തിൽ ഇന്ന്
KDF സ്റ്റേറ്റ് പ്രസിഡന്റ് ഇന്ന് ഞാൻ എഴുതിക്കുന്നത് KDF സ്റ്റേറ്റ് പ്രസിഡന്റ് P. രാമഭദ്രൻ സാറിനൊപ്പം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലെത്തി പട്ടികജാതി വകുപ്പ് മന്ത്രി AK. ബാലൻ സാറുമായി സംസാരിക്കുകയും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസരണം മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി പത്മരാജൻ സാറിനെ കണ്ടു, ഈ വിഷയം ചർച്ച ചെയ്യുകയും നിവേദനം നൽകുകയും ചെയ്തു ഇന്നെന്ന് പറഞ്ഞാൽ അന്നാണ് ഫെബ്രുവരി 5-ാം തീയതി എഴുതിയിരിക്കുന്നത്. ഞാനൊരു അഭിഭാഷകനാണ്, ഐ എം സ്പീക്കിംഗ് ഫ്രം ദ ഡോക്യുമെൻ്റ്, അല്ലാതെ ഞാൻ വെറുതെ പറയുന്നതല്ല. ഇന്നലെ അപ്പോൾ പ്രസ്തുത വിഷയത്തിൽ ഉടനടി നടപടി സ്വീകരിക്കുമെന്നും നിലവിൽ സ്കോളർഷിപ്പ് തുക ലഭിക്കാതെ വിദ്യാഭ്യാസം മുടങ്ങിയ 2018-19 വർഷത്തിൽ അഡ്മിഷൻ എടുത്ത 4136ഓളം വിദ്യാർത്ഥികളുടെ പ്രശ്നം ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹരിക്കാമെന്നും അതാത് ജില്ലാ ഓഫീസുകളിൽ നിന്നും ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ ഉടനടി ചെയ്യാമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. നിലവിൽ കേന്ദ്ര ഗവൺമെൻറ് 2018 കൊണ്ടുവന്ന ഈ സ്കോളർഷിപ്പിൽ കൊണ്ടുവന്ന നിയമ ഭേദഗതി മാറ്റണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര ഗവൺമെൻറ് സമീപിച്ചിരുന്നു. അയച്ച കത്തുകൾക്കൊന്നും കേന്ദ്രം മറുപടി നൽകിയില്ല. പാലക്കാട് പട്ടികജാതി ഓഫീസിന് കൊടുത്ത വിവരാവകാശ അപേക്ഷയിൽ മാത്രമാണ് മറുപടി ലഭിച്ചതെന്നും അതുകൊണ്ട് ഇനിയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കണമെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് എലിജിബിൾ ക്രൈറ്റീരിയയിൽ വരുത്തിയ മാറ്റം പുനഃക്രമീകരിച്ച് പഴയതുപോലെ ആക്കേണ്ടി വരുമെന്നും അതിന് കേരള സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തു തരാമെന്നും അറിയിച്ചു. നോക്കണേ, എന്നാ അദ്ദേഹം എഴുതിയത്? ഫെബ്രുവരി 5, 2021. നവംബർ 9-ാം തീയതി തന്നെ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞു ഞങ്ങൾ മാനദണ്ഡം മാറ്റിയെന്ന്. നവംബർ 9-ാം തീയതി തന്നെ എൻ്റെ കയ്യിലുള്ള രേഖ അനുസരിച്ച്, ഹൈക്കോടതിയിൽ അവർ ഫയൽ ചെയ്ത രേഖ അനുസരിച്ച് നവംബർ 9-ാം തീയതി തന്നെ കേന്ദ്ര ഗവൺമെൻറ് സർക്കാർ ഹൈക്കോടതിയിൽ ബോധിപ്പിച്ചു ഞങ്ങൾ മാനദണ്ഡങ്ങൾ മാറ്റി. കേന്ദ്ര സർക്കാർ മാനദണ്ഡം മാറ്റിയത് നമ്മുടെ മന്ത്രിയും പട്ടികജാതിക്കാരായ നമ്മുടെ കുറേ നേതാക്കന്മാർ ഇപ്പോഴും അറിഞ്ഞിട്ടില്ല. അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്താമെന്നാണ് ഫെബ്രുവരി 5-ാം തീയതി പറയുന്നത്. മാത്രമല്ല മറ്റൊരു കാര്യം കൂടെ ഞാൻ നേരത്തെ വായിച്ചല്ലോ, 2018, 19, 19, 20 വർഷത്തെ നമ്മുടെ വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് തരുമെന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ ഉത്തരവ് പാസ്സായത് എന്നാണ് ഞാൻ നേരത്തെ ഡേറ്റ് പറഞ്ഞത്. 5/2/2019 ഉത്തരവ് ഇറങ്ങിയ അന്ന് തന്നെ ആണ് അവർ നിവേദനം കൊടുത്തത്. ഉത്തരവിറങ്ങി ഞാൻ അതിൻ്റെ കോപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും തരും. 5/2/2021 കേരള സർക്കാരിൻ്റെ ഉത്തരവിറങ്ങിയത്. 18, 19, 19, 20 വർഷത്തിലെ വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് ഇതാണ്. ഞങ്ങൾ അഭിഭാഷകർ, ഞാൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ലോയിൽ ഹൈക്കോടതിയിൽ ഞാൻ ഇടയ്ക്ക് ഇടപെടാറുണ്ടെങ്കിലും ബേസിക്കലി അതിന് ക്രിമിനൽ ലോയർ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പലപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, കള്ളത്തരം കാണിച്ച് എവിടെയെങ്കിലും പൊളിയും. കള്ളത്തരം കാണിച്ചാൽ അടിയൻ ചാലക്കുടിയുടെ ഭാഷ കടമെടുത്ത് പറഞ്ഞാൽ 8 മമ്മൂഞ്ഞുമാർ കള്ളത്തരം കാണിച്ചാൽ എവിടെയെങ്കിലും പൊളിയും. ഞാനിത് പറയുന്നത് വെറുതെ അല്ല, ഇത് ഡോക്യുമെൻ്ററി എവിഡൻസ് ആണ് ഞാൻ പറഞ്ഞത്. 5/2/2021 തന്നെ ഹൈക്കോടതി നമ്മുടെ സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി. ഇതിനു വേണ്ടി നടത്തിയ പരിശ്രമങ്ങൾ ആരൊക്കെ നടത്തിയാലും നല്ല കാര്യം, നമ്മളതിനെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും നടത്തിയ പരിശ്രമങ്ങൾ നന്നായി പോകട്ടെ എന്ന് തന്നെയാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. പക്ഷെ പറയുമ്പോൾ വസ്തുനിഷ്ഠമായി പറയണം, കള്ളം പറയുന്നു. കാരണം കള്ളമാണെങ്കിൽ നാളെ ഏതെങ്കിലും കാരണവശാൽ പൊളിഞ്ഞില്ലേ? ഇപ്പോൾ പൊളിഞ്ഞില്ലേ? 5/2/2021 സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കിയത്. 5/2/2021 കൊടുത്ത നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് നിന്ന് ഉത്തരവിറക്കിയെന്ന് വിശ്വസിക്കാൻ മണ്ടന്മാർക്ക് പോലും കഴിയില്ല എന്നാണ് എനിക്ക് നിങ്ങളോട് വിശദീകരിക്കാറുള്ളത്. അതുകൊണ്ട് ആ നിലയിൽ മാത്രമല്ല മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ അതുകൂടെ കൊണ്ടുവരാം. ഈ അവകാശവാദങ്ങളൊക്കെ പറയുമ്പോൾ രേഖകളുണ്ട് എന്ന കാര്യം കൂടെ മറന്നു പോകരുത് എന്നുള്ളത് കൊണ്ട് അതുകൂടി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഈ കുറിപ്പടിയിൽ പറയുന്ന നേതാവ് അദ്ദേഹം ഒരു നിവേദനം കൊടുത്തു എന്നാണല്ലോ പറയുന്നത്. അദ്ദേഹത്തിനൊരു മറുപടി കൊടുത്തു. ആ മറുപടിയിൽ ആ സംസ്ഥാന ആരാണ് കൊടുത്തത്? ഡയറക്ടർക്ക് വേണ്ടി ജോയിൻറ്റ് ഡയറക്ടർ വിദ്യാഭ്യാസം പട്ടികജാതി വികസന ഓഫീസിൽ നിന്ന് കൊടുത്ത മറുപടിയാണ്. ആ മറുപടിയിൽ പറയുന്നത്, ഞാൻ മറുപടി വായിക്കുന്നത് രേഖയിൽ നിന്നാണ്, വെറുതെ പറയല്ല. ഞാൻ പറയുന്ന രേഖയിൽ പറയുന്നത്, അപേക്ഷയിൽ പറയുന്ന 19-20 അധ്യയന വർഷത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ ഹോസ്റ്റലുകളോ അടച്ചിടുന്ന സാഹചര്യമോ സംസ്ഥാനത്തിന് പുറത്തുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠനം നടത്തുന്നവർക്ക് ഇക്കാരണത്താൽ പഠനം തുടരാനാകാത്ത സാഹചര്യമോ ഉണ്ടായതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ് പട്ടികജാതി വികസന വകുപ്പ് കൊടുത്തിരിക്കുന്ന മറുപടി. നമ്മുടെ നേതാവ് കൊടുത്ത മറുപടി, അപേക്ഷയ്ക്ക് കൊടുത്ത മറുപടി ഇതാണ് എന്ന് കൂടി നിങ്ങൾ ഓർക്കണം. അതുകൊണ്ട് കള്ളത്തരങ്ങൾ പറയുമ്പോൾ നമ്മൾ ആദരിക്കപ്പെടണമെന്നോ അംഗീകരിക്കപ്പെടണമെന്നോ ഇവരൊക്കെ പറഞ്ഞപ്പോൾ ഞാനത് വളരെ നിസ്സംഗതയോടുകൂടി പ്രതികരിക്കുന്ന ഒരാളാണ്. നമ്മൾ ചെയ്യുന്ന ജോലികൾ നമ്മുടെ സമുദായത്തിന് വേണ്ടി ചെയ്യുന്ന, കാരണം ഞാൻ വിശ്വസിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, നിങ്ങളും വിശ്വസിക്കണം, വിദ്യാർത്ഥികളുണ്ടെങ്കിൽ വിശ്വസിക്കണം, ഞാൻ പഠിക്കുന്നത് സമുദായത്തിൻ്റെ ചെലവിലാണ് എന്ന കാര്യം നമ്മൾ ഓർത്തിരിക്കണം. നമ്മുടെ സമുദായത്തിൻ്റെ ചെലവിലാണ് നമ്മൾ പഠിക്കുന്നത്.
കാരണം നമുക്ക് കിട്ടുന്ന ഈ സ്കോളർഷിപ്പും നമുക്ക് കിട്ടുന്ന വിദ്യാഭ്യാസപരമായ ആനുകൂല്യങ്ങളും ഈ ഉന്നതമായ വിദ്യാഭ്യാസം നേടാൻ നമുക്ക് കിട്ടുന്ന പ്രവേശന സാധ്യതകളുമെല്ലാം എൻ്റെ സമുദായത്തിൽപ്പെട്ട ആളുകളുടെ തലകൂടി എണ്ണിക്കൊണ്ടാണെന്നുള്ള തിരിച്ചറിവിലാണ് എന്നെപ്പോലുള്ള ആളുകൾ വിദ്യാഭ്യാസം പൂർത്തീകരിക്കുന്നത് എന്ന് നിങ്ങൾ മറക്കരുത്. നമ്മൾ ഓരോരുത്തരും അങ്ങനെ തന്നെ കരുതേണ്ടവരാണ്. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, മദ്രാസ് ഹൈക്കോടതി മുമ്പാകെ നമ്മുടെ വിദ്യാർത്ഥികളുടെ നഷ്ടപ്പെട്ടു പോയ സ്കോളർഷിപ്പ് തിരിച്ചു പിടിക്കാൻ കേസ് നടത്തിയ റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥരാണ്. കേരളത്തിൽ എത്രയോ റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഏതെങ്കിലും വായി നോക്കിക്ക് തോന്നിയോ നമ്മുടെ പിള്ളേരുടെ പ്രശ്നം ഒന്ന് ഏറ്റെടുക്കണമെന്ന്, നമ്മുടെ കുട്ടികളുടെ പ്രശ്നം ഒന്ന് ഏറ്റെടുക്കണമെന്ന് ആർക്കെങ്കിലും തോന്നിയോ? ഞാൻ നിങ്ങളോട് വളരെ ശക്തമായി, ഞാൻ അതിൻ്റെ ഭാഗമാണ്. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസം നേടിയ, ഉന്നത ഉദ്യോഗം നേടിയ എന്നെപ്പോലുള്ള ആളുകൾ, ഞാനടക്കമുള്ള ഈ സമുദായത്തിലെ ഉന്നത വിദ്യാഭ്യാസം നേടിയ, ഉന്നത ഉദ്യോഗമുള്ള ആളുകളാണ് ഈ സമുദായത്തിൻ്റെ ശാപം എന്ന് പറയുന്നതിൽ എനിക്കൊരു മടിയും. അവർ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്, സാമൂഹ്യമായ പ്രതിബദ്ധത പ്രകടമാക്കിയിരുന്നെങ്കിൽ ഈ സമുദായം എന്നെ ഇന്ന് കാണുന്നതിൻ്റെ 4 ഇരട്ടി മുന്നോട്ട് പോകാൻ കഴിയുമായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ വിദ്യാർത്ഥികളുടെ ഈ കൂട്ടത്തിൽ കുറച്ച് പേരുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, അധ്യാപകർ, രക്ഷകർത്താക്കൾ കുറച്ച് പേര് കൂടുതലുണ്ടെന്ന് മനസ്സിലാക്കും. നമ്മൾ സാമൂഹ്യ പ്രതിബദ്ധത കൂടി പ്രകടമാക്കണം. നമുക്കൊരു സാമൂഹ്യ പ്രതിബദ്ധത കൂടിയുണ്ട്. കാരണം ഞാൻ സ്റ്റൈബൻഡ് വാങ്ങിച്ചു. എൻ്റെ അച്ഛനമ്മയും കർഷക തൊഴിലാളികളാണ്. കർഷക തൊഴിലാളികളായിരുന്നു. ഞാൻ ഇംഗ്ലീഷ് മീഡിയമാണ് എന്നെ പഠിപ്പിച്ചത്. എൻ്റെ അച്ഛനമ്മ എന്നെ ഇംഗ്ലീഷ് മീഡിയത്തിൽ വിട്ടാണ് പഠിപ്പിച്ചത്. അപ്പോൾ ഈ ഉന്നതമായ വിദ്യാഭ്യാസം, ഞാൻ LLBക്ക് പഠിച്ചത്, LLMന് പഠിച്ചത് ഹോസ്റ്റലിൽ താമസിച്ചാണ്. എൻ്റെ മകനിപ്പം ട്രിവാൻഡ്രം കോളേജിൽ 3ാം വർഷം LLB ആണ്. അവന് ഹോസ്റ്റലിലാണ് പഠിക്കുന്നത്. പൈസ ഒന്നും കൊടുക്കണ്ട. എൻ്റെ സമുദായത്തിൻ്റെ ചെലവിലാണ് ഞാൻ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉന്നതമായ വിദ്യാഭ്യാസം നേടിയാൽ, ഉന്നതമായ ഉദ്യോഗം നേടിയാൽ എൻ്റെ സമുദായത്തോട് പ്രതിബദ്ധത പുലർത്താനുള്ള ബാധ്യത എനിക്കുണ്ട് എന്ന കാര്യം ഈ വിദ്യാർത്ഥി സമൂഹം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ഓരോരുത്തരും ആ സാമൂഹ്യ പ്രതിബദ്ധത പ്രകടമാക്കും. ഇവിടെ നമ്മുടെ മുഖ്യാതിഥിയായ യോഗത്തിൽ പങ്കെടുക്കുന്നത് PV നടേശൻ സാറാണെന്ന് നേരത്തെ വിശദീകരിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ SC/ST കേരള ഹരിജൻ സ്റ്റുഡൻസ് ഫെഡറേഷനിലൂടെ വളർന്നു വന്ന ആളാണ് അദ്ദേഹം. കേരള ഹരിജൻ സ്റ്റുഡൻസ് ഫെഡറേഷനിലൂടെ വളർന്നു വന്ന ഒരാളാണ്. നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തിന് അത്തരമൊരു സാമൂഹ്യ പ്രതിബദ്ധത ഇന്നില്ല എന്നത് സ്വയം വിമർശനപരമായി നമ്മൾ അംഗീകരിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ഒരുപാട് നീട്ടാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഈ നിലയിൽ നമ്മുടെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ, അഡ്രസ്സ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ നിലയിലുള്ള അവകാശവാദങ്ങൾ ആര് വേണമെങ്കിലും ഉന്നയിച്ചോട്ടെ. പക്ഷേ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നവർ വസ്തുതകൾക്ക് നിരക്കുന്ന നിലയിലല്ല, വസ്തുതാവിരുദ്ധമായ നിലയിലാണ് ഇത്തരം അവകാശവാദങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. എങ്കിലും നമുക്ക് അവരെ കൂടി ഈ സഹന സമരത്തോടൊപ്പം യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു നില കൈവരുത്തണം എന്ന് തന്നെയാണ് എൻ്റെ വിനീതമായ അപേക്ഷയെന്ന് ഞാൻ സൂചിപ്പിക്കട്ടെ. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. പാലക്കാട് ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ നിന്ന് കിട്ടിയൊരു മറുപടിയുണ്ട്. ആർക്കാണ് കിട്ടിയതെന്ന് എനിക്കറിയില്ല. ഇവിടെ കൂടിയിരിക്കുന്ന ഏതോ രക്ഷകർത്താവിന്, ഏതോ വിദ്യാർത്ഥിക്ക് കിട്ടിയ മറുപടിയുണ്ട്. ഞങ്ങളിത് സ്റ്റേ ചെയ്യിക്കുമെന്ന് പറഞ്ഞു. ഇതൊരു വെല്ലുവിളിയാണ്. നാളെ നമ്മൾ ഇപ്പോൾ നടത്തിയതിനേക്കാൾ രാഷ്ട്രീയമായ, നിയമപരമായ, ഭരണപരമായ പോരാട്ടങ്ങൾ നടത്തിയാലേ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഈ വിദ്യാഭ്യാസപരമായി അവകാശങ്ങൾ നേടിയെടുക്കാൻ കഴിയൂ എന്നുള്ള സൂചനയാണ് നമുക്ക് നൽകുന്നത്. നമ്മൾ സംഘടിതരായി നിലകൊണ്ടാൽ, ശക്തമായ നിലപാടുമായി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ, നീതിയും ന്യായവും നമ്മുടെ ഭാഗത്താണെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ഈ കാര്യത്തിൽ വിശദീകരിക്കാൻ കഴിയും. ഒരു രേഖ കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൂടി ഞാൻ അവസാനിപ്പിക്കാം. പത്തനംതിട്ട ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ നിന്ന് പുറപ്പെടുവിച്ചൊരു കത്ത് കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൂടി ഞാൻ അവസാനിപ്പിക്കാം. 2020-21 അധ്യയന വർഷം സംസ്ഥാനത്തിനകത്തും പുറത്തും പഠനം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സ്കോളർഷിപ്പ് അനുവദിക്കുന്നതിനായി 2,60,00,000 രൂപ അനുവദിച്ച് ഉത്തരവായിരുന്നു. പത്തനംതിട്ട ജില്ലയുടെ ഓഫീസിന് കത്താണ്. എന്നാൽ മാനേജ്മെൻറ്റ് കോട്ടയിൽ 2018-19 മുതൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സ്കോളർഷിപ്പ് അനുവദിക്കുന്ന സംബന്ധിച്ച് ഹൈക്കോടതിയിൽ കേസുള്ളതിനാൽ ഈ വിദ്യാർത്ഥികൾക്ക് ആനുകൂല്യം അനുവദിക്കാൻ കഴിയില്ല. അതെന്തോ വിവരക്കേട്, ഹൈക്കോടതി കേസുള്ളതുകൊണ്ട്. ജില്ലയിലെ ബഹുഭൂരിപക്ഷം അപേക്ഷകരും മാനേജ്മെൻറ്റ് കോട്ടയിൽ അഡ്മിഷൻ എടുത്തവരായതിനാൽ ഈ തുക ഈ സാമ്പത്തിക വർഷം ചെലവഴിക്കാൻ സാധിക്കുകയില്ല. ആയതിനാൽ ജില്ലയ്ക്ക് അനുവദിച്ച തുകയിൽ നിന്നും 1 കോടി രൂപ തിരിച്ചു കൊടുക്കും. കാശില്ലാഞ്ഞിട്ടല്ല നമുക്ക് തരാത്തത്, അതുകൂടി നിങ്ങൾ അറിയണം. പണമില്ലാത്തത് കൊണ്ടല്ല, 1 കോടി രൂപ തിരിച്ചു കൊടുത്തു. പത്തനംതിട്ട ജില്ലയിൽ നിന്ന് മാത്രം. അപ്പോൾ 14 ജില്ലയിൽ നിന്ന് കൂടെ കൊടുത്ത എത്ര കോടിയാണോ നിങ്ങളൊന്ന് വിചാരിച്ചു നോക്കി. 1 കോടി രൂപ തിരിച്ചു കൊടുത്തു എന്ന് നിങ്ങൾ ഓർക്കണം. അതുകൊണ്ട് തന്നെ വരുന്ന നാളുകളിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക്, നമ്മുടെ കുട്ടികൾക്ക്, വിദേശങ്ങളിൽ പോയി പഠിക്കുന്ന കുട്ടികൾക്ക്, വിദേശങ്ങളിൽ പോകണം നമ്മുടെ കുട്ടികൾ. ഞാനത് പറഞ്ഞു. ബാബാ സാഹേബ് ഡോക്ടർ B.R. അംബേദ്കർ വൈസ്രോയ് എക്സിക്യൂട്ടീവ് കൗൺസിൽ മെമ്പറായിരുന്ന 1944-45 കാലഘട്ടത്തിൽ അദ്ദേഹം ആവിഷ്കരിച്ച പദ്ധതിയാണ് ഇതൊക്കെ. വിദേശങ്ങളിലേക്ക് കുട്ടികളെ വിട്ടു പഠിപ്പിക്കുക. നമ്മുടെ ഒരുപാട് ആളുകൾ വിദേശങ്ങളിലേക്ക് പോയി പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്.
വിദേശങ്ങളിലേക്ക് പോകട്ടെ. കാരണം ബാബാ സാഹേബ് ഡോക്ടർ ബി ആർ അംബേദ്കറെ പോലെ മഹാനുഭാവനായ ഒരു നേതാവിന് ഈ സമുദായത്തിന് ലഭിച്ചത് അദ്ദേഹം വിദേശത്ത് പഠിച്ചത് കൊണ്ടാണ്, അദ്ദേഹം വിദേശത്ത് പഠിക്കാൻ പോയത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ കുട്ടികളൊക്കെ വിദേശത്ത് പോട്ടെ, വിദേശങ്ങളിൽ പോയി പഠിക്കട്ടെ, അവിടങ്ങളിൽ പോയി വലിയ 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 വിദ്യാഭ്യാസപരമായ യോഗ്യതകളും ഉദ്യോഗങ്ങളും നേടട്ടെ. സാധ്യതകൾ അനന്തമാണ്, അനന്തമായ സാധ്യതകളാണ് നമ്മുടെ മുന്നിലുള്ളത് എന്ന് നിങ്ങൾ അറിയണം. പക്ഷെ ഒരു കാര്യം നമ്മൾ ഓർക്കണം, നമ്മൾ സമ്മരണത്തിൻ്റെ തോളിലേറി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ we have to prove our merit എന്ന കാര്യം നമ്മുടെ വിദ്യാർത്ഥികൾ മറന്നു പോകും. നമ്മുടെ മെറിറ്റ്, നമ്മുടെ യോഗ്യത, നമ്മുടെ കാര്യക്ഷമത നമുക്ക് തെളിയിക്കാൻ കഴിയണമെന്ന കാര്യം നിങ്ങൾ ഓർക്കണം. നമ്മുടെ യോഗ്യതയും നമ്മുടെ കാര്യക്ഷമതയും മെറിറ്റ് കൊണ്ടല്ലാതെ നമുക്ക് ഇവരോട് സംസാരിക്കാൻ കഴിയില്ല. മെറിറ്റ് കൊണ്ടല്ലാതെ നമുക്ക് ഇവരോട് സംസാരിക്കാനോ സംവേദിക്കാനോ കഴിയില്ല എന്ന കാര്യം നിങ്ങൾ മറന്നു പോകുക. അതുകൊണ്ട് നമ്മൾ എവിടെയാണോ, ഏത് മേഖലയിലാണോ നമ്മൾ ഏർപ്പെട്ടിരിക്കുന്നത്, ആ മേഖലയിൽ നിങ്ങൾ നമ്പർ 1 ആകാൻ ശ്രമിക്കണം. നമ്മൾ ഓരോരുത്തരും അതാണ് നമ്മൾ പഠിക്കേണ്ട പാഠമെന്ന് ഞാൻ വിചാരിച്ചു. ഞങ്ങളൊക്കെ വക്കീലമായി, ഞാനും എൻ്റെ വൈഫും വക്കീലാണ്. ഞങ്ങളൊക്കെ വക്കീലന്മാരായി എൻറോൾ ചെയ്ത ചടങ്ങിൽ ഒരിക്കൽ മരണപ്പെട്ടു പോയ മുൻ കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലി വന്നു. സുപ്രീം കോർട്ട് ലോയർ, വളരെ മിടുക്കനായ ഒരു സുപ്രീം കോർട്ട് ലോയറാണ് അരുൺ ജെയ്റ്റ്ലി. അദ്ദേഹം വന്ന് ഞങ്ങളോടൊന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ എപ്പോഴും ഓർത്തിരിക്കുന്നൊരു കാര്യമുണ്ട്. അദ്ദേഹം വന്ന് ഞങ്ങളോട് പറഞ്ഞത്, അഭിഭാഷക വൃത്തിയിലേക്ക് പുതുതായി എൻറോൾ ചെയ്യുന്ന ആയിരക്കണക്കിന് ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത്, ദർ ഈസ് എ റഷ്, വലിയ തിരക്കുണ്ട്, അഭിഭാഷക വൃത്തിയിലേക്ക് ആളുകൾ വരുന്നുണ്ട്. എല്ലാ വർഷവും ഒരുപാട് ആളുകൾ അഭിഭാഷക വൃത്തിയിലേക്ക് വരുന്നുണ്ട്. ബട്ട് തിരക്ക് എവിടെയാണ്? പുറകിലത്തെ സീറ്റിലാണ്. ഫ്രണ്ട് സീറ്റ് കാലിയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഫ്രണ്ട് റോ കാലിയാണ്, കംപ്ലീറ്റ്ലി കാലിയാണ്. അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാക്കാമെന്ന് ഞാൻ വിചാരിക്കും. കാരണം നമുക്ക് കഴിവും ശേഷിയും പ്രകടമാക്കാൻ കഴിയുന്ന നിലയിലുള്ള അഭിഭാഷകരുടെ എണ്ണം കുറവാണ് എന്ന നിലയിലാണ് അദ്ദേഹം പറഞ്ഞത്. എന്ന് പറയുന്നത് പോലെ സംവരണം നമുക്കൊരു ഊന്നുവടി മാത്രമായിരിക്കണം. നടക്കാൻ പ്രാപ്തിയുള്ളവരായി മാറുമ്പോൾ അത് വലിച്ചെറിഞ്ഞ് ഇതര വിഭാഗങ്ങളോട്, ഇതര ആളുകളോട് കോമ്പീറ്റ് ചെയ്യാനുള്ള കോമ്പീറ്റൻസ് കൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയണം. നമുക്കറിയാം, 5000 വർഷത്തിലധികമായി വിദ്യാഭ്യാസ രംഗത്തു നിന്ന് പൂർണ്ണമായി മാറ്റി നിർത്തപ്പെട്ടൊരു സമുദായത്തിൻ്റെ പിൻതലമുറക്കാരാണ് നമ്മൾ. അക്ഷരം പഠിക്കാൻ കഴിവുണ്ടായിരുന്നില്ല. അക്ഷരം പഠിക്കുന്ന ശൂദ്രൻ്റെ നാവർത്ത് കളയണമെന്നതായിരുന്നു മനുസ്മൃതിയുടെ നിയമം. 1860 ഇന്ത്യയിൽ ഇന്ത്യൻ പീനൽ കോഡ് ഉണ്ടാവും. ഇന്ത്യൻ പീനൽ കോഡ് നിങ്ങൾക്കറിയാം, ക്രിമിനൽ കോടതികളിലോ അല്ലെങ്കിൽ ക്രിമിനൽ കേസുകളിലോ ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾക്കറിയാം. IPC, ഇന്ത്യൻ പീനൽ കോഡ്, ഇന്ത്യൻ ശിക്ഷാ നിയമം, അത് ഇന്ത്യയിൽ ഉണ്ടാകുന്നത് 1860. അതൊരു വിപ്ലവകരമായ മാറ്റമാണ്. ഇന്ത്യൻ ശിക്ഷാ നിയമം എന്ന് പറയുന്നത് തന്നെ അതുകൊണ്ട് ഇറ്റ് വാസ് എ റെവല്യൂഷണറി ഡോക്യുമെൻ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. വിപ്ലവകരമായ രേഖയാണത്. കാരണം അതിനു മുമ്പ് വരെ നമ്പൂതിരി കൊലപാതകം ചെയ്താൽ അവരെ കായംകുളത്തുനിന്ന് മാവേലിക്കരയ്ക്ക് പറഞ്ഞു കൊടുത്തേ ഉള്ളൂ, കോട്ടയത്തുനിന്ന് ചങ്ങനാശ്ശേരിക്ക് വിടത്തേ ഉള്ളൂ, നാട് കിടത്ത്. കാരണം ഇതെല്ലാം നാടാണല്ലോ. നമ്പൂതിരി കൊലപാതകം ചെയ്താൽ കോട്ടയത്തുനിന്ന് നമ്പൂതിരി ചങ്ങനാശ്ശേരിക്ക് നാട് കടത്തുമായിരുന്നു. പക്ഷേ ഇന്ത്യൻ പീനൽ കോഡ് വന്നതോടുകൂടി ആര് കൊലപാതകം ചെയ്താലും അവർക്കെല്ലാവർക്കും ഒരേ ശിക്ഷ. സോ ദ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം വാസ് ബാലൻസ്ഡ് ഇന്ത്യൻ പീനൽ കോഡ് വഴി എന്നാണ് ഞാൻ വിശദീകരിക്കാൻ ശ്രമിച്ചത്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ കോമ്പിറ്റൻസി, നമ്മുടെ മെറിറ്റ് ഒരു കാരണവശാലും നമ്മൾ അടിയറ വെക്കാൻ പാടില്ല. സംവരണം എന്ന് പറയുന്നത് നമുക്കൊരു ഊന്നുവടി മാത്രമായിരിക്കണം. ഏതാണ്? നടക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്ന ഒരു ഊന്നുവടി മാത്രമായിരിക്കണം. ഏതെങ്കിലും നിലയിൽ നടക്കാൻ കഴിഞ്ഞാൽ ഓടി ഇവൻ്റെയൊക്കെ മുന്നിൽ കയറാൻ കഴിയുന്ന ആ കോമ്പിറ്റൻസി നമ്മൾ ആർജിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് വിനീതമായി പറയാം. അതുകൊണ്ട് ഞാൻ ഈ സംഭവത്തെ സംബന്ധിച്ച് വിശദീകരിച്ചു കഴിഞ്ഞു. ഞാൻ ആധികാരികമായി 3 കാര്യങ്ങൾ, രേഖകൾ നിങ്ങൾ കളക്ട് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. 1, ഹൈക്കോടതിയിൽ കേന്ദ്ര സർക്കാർ കൊടുത്ത അഫിഡവിറ്റ്. 2, കേരള സർക്കാർ കൊടുത്ത അഫിഡവിറ്റ്. 3, കേരള സർക്കാരിൻ്റെ ഉത്തരവ്. ഈ 3 കോപ്പിയും എൻ്റെ ഉണ്ട്. 20 രൂപ പോരാന്ന് പറയുന്നു, 40 രൂപയെങ്കിലും ആവുമെന്ന് പറഞ്ഞു. എത്രയാണോ ആവുന്നത് അത്രയും നിങ്ങൾക്ക് കൊടുക്കുക. ആവശ്യമുള്ളവർ മാത്രം എടുത്താൽ മതി. ഒരുപാട് പേരൊന്നും എടുക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല. ആവശ്യമുള്ളവർ മാത്രം എടുത്താൽ മതി. ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ പേരെഴുതി നമ്മുടെ ഷാജി KK ആനാരുടെ കയ്യിൽ കൊടുത്താൽ അദ്ദേഹം അത് പുറത്തുപോയി നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അത് പോയി ഏൽപ്പിച്ച്. 16 പേജുണ്ട്. ഇത്രയും കൂടുതൽ കോപ്പി എടുക്കണമെങ്കിൽ സമയം എടുക്കുന്നുള്ളതുകൊണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത്രയാണ്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഒരു കാര്യം, അവസാനത്തെ കാര്യത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാം. പലർക്കും ഷുഗറും BP ഒക്കെ ഉള്ള ആളുകളുണ്ടെന്ന് അറിയുന്നു. അങ്ങനെ ഒരു കാര്യം, പാലക്കാട് നിന്ന് കിട്ടിയ നമ്മുടെ സൂചനയുടെ അടിസ്ഥാനത്തിൽ പോകും, ഞങ്ങളിത് തടയും എന്നൊക്കെയുള്ള സൂചനകളുടെ അടിസ്ഥാനത്തിൽ നമുക്കിതൊരു സംഘടിതമായ
ഒരു അസോസിയേഷൻ, ഞങ്ങളൊരു പേര് ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് അതിനോട് യോജിപ്പുണ്ട്. പേരൻസ് ആൻഡ് സ്റ്റുഡൻസ് വെൽഫെയർ അസോസിയേഷൻ. സിംപിളി അസോസിയേഷൻ നമുക്കത് രജിസ്റ്റർ ചെയ്യണം. പേരൻസ് ആൻഡ് സ്റ്റുഡൻസ് വെൽഫെയർ അസോസിയേഷൻ എന്നാണ് രക്ഷകർത്താക്കളുടെയും കുട്ടികളുടെയും ഒരു അസോസിയേഷൻ.